Praise the Lord. Praise the Lord. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. കരಗಳನ್ನು തട്ടി ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ಪರಿಶುದ್ಧವಾದ ನಾಮವು ಈ ಹಗಲು ಮಹಿಮೆ ಹೊಂದಲಿ. ആത്മനിയോഗത്താൽ ആരംഭിച്ച അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിന്റെ കടശി സെഷനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಆತ್ಮನ ನಡೆಸುವಿಕೆಯಿಂದ ಆರಂಭಿಸಿದಂಥ ಈ ಸಮ್ಮೇಳನದ ಕೊನೆಯ ಭಾಗದಲ್ಲಿ ನಾನು ಕರ್ತನಲ್ಲಿ ಸಂತೋಷಿಸುವವನಾಗಿದ್ದೇನೆ. കർത്താവ് നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. ಕರ್ತನ್ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಮಹತ್ತಾದ ಕಾರ್ಯವನ್ನು ಮಾಡುವ ಆತನಾಗಿದ್ದಾನೆ. ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ഈ 3 ദിനക്കാലം ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വന്ന് നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದು 3 ದಿನ ಕೂಡ ಸೇವೆ ಮಾಡುವುದಕ್ಕೆ ದೇವರು ಭಾಗ್ಯವನ್ನು ಕೊಟ್ಟನು. ನಮಗೋಸ್ಕರ ಸೇವೆ ಮಾಡಿದ ಎಲ್ಲರಿಗೂ ನನ್ನ ವಂದನೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. DGM മിനിസ്ട്രിക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന ഈ തലമുറയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ സുനിൽ ഡിസൂസ, അതോടൊപ്പം തന്നെ എലിസബeth ആൻറ്റി, അതോടൊപ്പം തന്നെ ഫെയ്ത്ത്, റേച്ചൽ, കുടുംബത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി ഈ കുടുംബത്തെ മാനിക്കട്ടെ. DGM ಸೇವೆಗೆ ನಾಯಕತ್ವವನ್ನು ವಹಿಸಿಕೊಂಡಂಥ ಪಾಸ್ಟರ್ ಸುನಿಲ್ ಡಿಸೋಸ, ಆಂಟಿ ಎಲಿಜಬೆತ್ ಅವರು, ಅದೇ ರೀತಿಯಾಗಿ ರೇಚಲ್ ಮತ್ತು ಫೇತ್ ಅವರಿಗೂ ಅವರ ಕುಟುಂಬಕ್ಕೂ ನಾವು ವಂದನೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആത്മീയ ആരാധന ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പ്രകാശ്, വിശേഷാൽ ഈ 3 ദിനക്കാലവും മനോഹരമാകുന്ന നിലവാരത്തിൽ ഞങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത കർത്താവിൽ ബഹുമാന്യ ദൈവദാസ സന്തോഷ് പാസ്റ്റർ, എല്ലാവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂಥ ಆರಾಧನಾ ಕೂಟಕ್ಕೆ ನಾಯಕತ್ವವನ್ನು ವಹಿಸುವಂಥ ಪಾಸ್ಟರ್ ಪ್ರಕಾಶ್ ಅವರು, ಅದೇ ರೀತಿಯಲ್ಲಿ ಭಾಷಾಂತರ ಮಾಡುವಂಥ ಪಾಸ್ಟರ್ ಸಂತೋಷ್ ಅವರಿಗೂ ನಮ್ಮ ಹೃತ್ಪೂರ್ವಕವಾದಂಥ ವಂದನೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി പ്രവർത്തികൾ ഇതിൻ്റെ അകത്ത് കാണുവാൻ കർത്താവ് ഇടയാക്കി. ഈ ലാസ്റ്റ് സെഷനിൽ ഒരു അസാധാരണമാകുന്ന ദൈവശക്തിക്കായി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയായിരിക്കുക. ಈ ಕೂಟದಲ್ಲಿ ಅಸಾಧಾರಣವಾದ ಕಾರ್ಯವು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಮಾಡಿದ್ದಾನೆ. ಈ ಕೊನೆಯ ಸೆಕ್ಷನಲ್ಲಿ ಕೂಡ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ನೀವಿರ್ರಿ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. കരಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ഉച്ചയ്ക്ക് നല്ല ആഹാരമൊക്കെ കഴിച്ച് ആഹാരത്തിൻ്റെ അല്പ ക്ഷീണമൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ ആത്മീയ മനുഷ്യൻ ഇന്ന് പകൽ കലശത്തിപ്പെട്ടോണം. ಮಧ್ಯಾಹ್ನದ ಭೋಜನದ ನಂತರವಾಗಿ ಸ್ವಲ್ಪ ಬಲಹೀನತೆಗಳು, ನಿದ್ರಾಸಕ್ತಿಗಳೆಲ್ಲ ಶರೀರದಲ್ಲಿ ಇರಬಹುದು. ಆದರೆ ಅವುಗಳಿಗೆ ಮನಸ್ಸು ಮಾಡದೆ പ്രാർത്ഥനാ പൂർവകವಾಗಿ ഈ കൊನೆಯ സെക്ഷൻ നാവിರುವ ഇങ്ങനെയുള്ള കൂട്ടായ്മ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനമുള്ളവരായി മാറണം. ಇಂಥ ಒಂದು ಸಮ್ಮೇಳನಗಳು ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯರನ್ನು ಬಲಪಡಿಸುವುದು ಮಾತ್ರವಲ್ಲ, ದೇವರ ರಾಜ್ಯದಲ್ಲಿ ನಮ್ಮನ್ನು ಉಪಯುಕ್ತ ಪಾತ್ರಗಳನ್ನಾಗಿ ಮಾಡುತ್ತದೆ. നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട ഇടയന്റെ കീഴിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട മെമ്പേഴ്സാണ്. ನೀವು ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ಸಭಾಪಾಲಕರ, ಸಭೆಯ ಮತ್ತು വിശ്വാസിಗಳ സമൂഹದಲ್ಲಿ ഇರುವಂತവരാಗಿದ್ದೀರಿ. ഒരു ഇടയന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ആമേൻ ആടുകൾക്ക് ആഹാരം കൊടുക്കുക, അതിനെ നേർവഴിക്ക് നടത്തുക. ಒಬ್ಬ ಕುರುಬನ ಜವಾಬ್ದಾರಿ ಏನೆಂದರೆ ಅವರಿಗೆ ಕುರಿಗಳಿಗೆ ಸರಿಯಾದ ಆಹಾರವನ್ನು ಕೊಟ್ಟು ಅದಕ್ಕೆ ಮಾರ್ಗದರ್ಶನವನ್ನು ಕೊಡುವುದಾಗಿದೆ. ആടുകളുടെ ജോലി എന്താണ്? ಕುರಿಗಳ ಜವಾಬ್ದಾರಿ ಏನು? ഇടയൻ തരുന്ന ആഹാരം തിന്നുക, വയറ് നിറയ്ക്കുക, വീട്ടിൽ പോകുക, ഇതല്ല. ಕುರಿಗಳು ಕುರುಬನು ಕೊಡುವಂಥ ಆಹಾರವನ್ನು ಹೊಟ್ಟೆ ತುಂಬಾ ಉಣ್ಣುವುದು, ಮನೆಗೆ ಹೋಗುವುದು, ಸುಮ್ಮನೆ ಇರುವುದು ಇದಲ್ಲ. ആടിനെ വളർത്തുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ಕುರಿಗಳನ್ನು, ಆಡನ್ನು ಸಾಕುವವರು ನೀವು ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿ. ആടിനെ കണ്ടവരൊന്ന് കര ഉയർത്തിക്കേ. ಆಡನ್ನು ನೋಡಿದವರು ಕರ ಮೇಲೆ ಕೆತ್ತಿ. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. ഇടയൻ ഒരിക്കലും പ്രസവിക്കാറില്ല. ಕುರುಬನು ಯಾವತ್ತೂ ಈಯುವುದಿಲ್ಲ. ആടുകളാണ് പ്രസവിക്കുന്നത്. ಕುರಿಗಳೇ കുരിമരിಗಳನ್ನು ഈಯುವಂಥದ್ದು. ഇന്ന് ഞാൻ ഇങ്ങനെ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. അടുത്ത ദിവസം നിങ്ങൾ ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരാളെങ്കിലും ആലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ನಾನು ಹೀಗೆ ಹೇಳುತ್ತೇನೆ, ನೀವು ಮನೆಗೆ ಹೋಗಿ ಪುನಃ ದೇವರ ಆಲಯಕ್ಕೆ ಬರುವಾಗ ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಒಬ್ಬರನ್ನಾದರೂ ಕರೆತರಬೇಕು.
പ്രതിസന്ധികളുള്ള പ്രശ്നമുള്ള മരണത്തെ മുഖാമുഖമായി അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരോട് പറയണം, നിങ്ങൾ കടന്നു വരിക, ഞങ്ങളുടെ ആലയത്തിൽ വരിക, നിങ്ങളെ കർത്താവ് വിടുവിക്കും. ಪ್ರತಿಕೂಲಗಳಿರುವ ಸಮಸ್ಯೆಗಳಿರುವ ಅನೇಕ ನೋವು ದುಃಖಗಳಿರುವ ಮನೆಗಳು ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿವೆ. ನೀವು ಅವರಿಗೆ ಹೋಗಿ ಹೇಳಬೇಕು, ಬನ್ನಿರಿ, ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಬನ್ನಿರಿ, ಕರ್ತ ನಿಮಗೆ ಬಿಡುಗಡೆ ಕೊಡ್ತಾನೆ. അടുത്തിരിക്കുന്നവർക്ക് ಕೈ കൊടുത്തിട്ട് പറ, അടുത്ത ആഴ്ച ഒറ്റയ്ക്ക് വരരുത്. ಹತ್ತಿರದವರಿಗೆ ಕರ ಕೊಟ್ಟು ಹೇಳಿರಿ, ಕೈ ಕೊಟ್ಟು ಹೇಳಿರಿ, ಬರುವ ವಾರ ನೀವು ಒಬ್ಬಂಟಿಗರಾಗಿ ಬರಬಾರದು. നിങ്ങൾ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറ, ആമേശ്വരം, അടുത്ത ആഴ്ച ഒറ്റയ്ക്ക് വരരുത്, അടുത്ത ആഴ്ച വരുമ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവരണം. ನೀವು ನಗುಮುಖದಿಂದ ಹೇಳಿರಿ, ಬರುವ ವಾರ ಬರುವಾಗ ಒಬ್ಬರನ್ನಾದರೂ ಕರೆ ತರಬೇಕು. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവീയമാകുന്ന അഭിഷേകത്തിന്റെ ശക്തി പൈശാചിക കോട്ടകളെ തകർക്കുന്നതാണ്. ಇವತ್ತು ನಿಮ್ಮ ಮೇಲೆ ಕಾರ್ಯ ಸಾಧಿಸುವಂತ ದೇವರಾತ್ಮನ ಶಕ್ತಿಯು ಅದು ಸೈತಾನ್ನ ಸಾಮ್ರಾಜ್ಯವನ್ನು ಒಡೆದುರುಳಿಸುವಂತದಾಗಿದೆ. അത് പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് കളയുന്നതാണ്. ಅದು ಸೈತಾನ್ನ ಸಾಮ್ರಾಜ್ಯವನ್ನು ಒಡೆದುರುಳಿಸುವಂತದಾಗಿದೆ. നിങ്ങളുടെ മേൽ വെളിപ്പെട്ട വിടുതൽ നിങ്ങൾ ഒതുങ്ങത്തില്ല, അത് ദേശങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോകുകയാണ്. ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗಿರುವಂತ ಅಭಿಷೇಕ ನಿಮಗೆ ನಿಮ್ಮೊಳಗೆ ಅದು ಸೀಮಿತವಾಗಿರುವುದಿಲ್ಲ, ಅದು ಹರಿದು ಹಬ್ಬುವಂತದಾಗಿದೆ. ഒരു നിമിഷം എല്ലാവരും സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നേ. ಎಲ್ಲರೂ ನಿಮ್ಮ ಸ್ಥಳಗಳಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ. നിങ്ങൾ ആഴമായി ദൈവത്തോട് ഈ സമയത്ത് പ്രാർത്ഥിച്ചാട്ടെ. ಆಳವಾಗಿ ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഈ കടശി സെഷനിൽ കർത്താവിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടട്ടെ. ಈ ಕೊನೆಯ ಭಾಗದಲ್ಲಿ ಕರ್ತನ ಆತ್ಮನ ಕ್ರಿಯೆ ಬಲವಾಗಿ ನಿಮ್ಮಲ್ಲಿ ಚಲಿಸಲಿ. നിങ്ങൾ കണ്ണുകളെ തുറക്കരുത്, അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്, അവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങളെ നോക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയോട് കൂടിയായിരുന്നു. ನೀವು ಕಣ್ಣು ತೆರೆಯಬಾರದು, ನೀವು ಹತ್ತಿರದವರು ನೋಡಬಾರದು, ಅವರಿಗೆ ಏನಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ನೀವು ಗಮನಿಸಬಾರದು. ನೀವು ದೇವರೊಂದಿಗಿರುವ ಸಂಬಂಧದಲ್ಲಿ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಹೃದಯದ ಅಂತರಾಳದಿಂದ ದೇವರೊಂದಿಗೆ ನೀವು ಮಾತನಾಡಿರಿ. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ മറ്റുള്ളവർ ദൈവത്തിന് അതരം തുറന്ന് മഹത്വം കൊടുത്തുകൊണ്ട് നിറഞ്ഞേ. ಆತ್ಮನ ಅಭಿಷೇಕವನ್ನು ಹೊಂದಿದವರು ನೀವು ಯಾರನ್ನು ಗಮನಿಸದೆ ದೇವರಿಗೆ ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇರ್ರಿ. ഈ സെഷനിൽ നിങ്ങളുടെ മേൽ അസാധാരണമാകുന്ന ആത്മപകർച്ചകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന പകൽക്കാലമാണ്. ಈ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ನಿಮ್ಮ ಮೇಲೆ ಇರುವಂತ ಆತ್ಮನ ಆ ಒಂದು ಅಭಿಷೇಕವನ್ನು ನಿಮ್ಮ ಮೇಲೆ ಸುರಿಸುವಂತ ಒಂದಾಗಲಾಗಿದೆ. എല്ലാ ആദരങ്ങളും തുറന്ന് ചില മിനിറ്റുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ಎಲ್ಲಾ ತುಟಿಗಳನ್ನು ಬಿಚ್ಚಿ ಕೆಲವು ನಿಮಿಷಗಳು ಪ್ರಾರ್ಥನೆ ಆರಂಭಿಸಿರಿ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് ഈ സമയത്ത് ഈ ഹോളിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯವು ಈ ಆಲಯದಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟಿದೆ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകാൻ പോകുകയാ. ನಂಬುವಂತವನ ಹೊಟ್ಟೆಯೊಳಗಿಂದ ಜೀವಕರವಾದ ನದಿಯು ಹರಿಯುತ್ತದೆ ಎಂಬುದಾಗಿ ಶಾಸ್ತ್ರ ಹೇಳುವುದಾದರೆ നദിയുടെ ഒഴുക്കിനെയോ വേഗതയോ തടഞ്ഞു വെക്കുവാൻ ഇനി ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ആമേൻ, തടഞ്ഞു വെക്കുന്ന ശക്തികളെ തകർത്തുകൊണ്ട് അത് ഇന്ന് ഈ പകൽക്കാലം ഇതിന്റെ അകത്ത് ഒഴുകും. ನದಿಯ ವೇಗತೆಯನ್ನು ಅದರ ಹರಿವನ್ನು ಯಾರಿಗೂ ತಡೆದು ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಅದು ಆಮೇಲೆ ವೇಗವಾಗಿ ಇದರ ಒಳಗೆ ಚಲಿಸಲಾರಂಭಿಸುವಂತದಾಗಿದೆ. വിശ്വസിക്കുന്ന നിന്റെ അകത്തുനിന്ന് അത് ഒഴുകാൻ പോകുകയാണ്. ನಂಬುವಂತ ನಿನ್ನೊಳಗಿಂದ ಹರಿಯುವಂತದಾಗಿದೆ. പ്രാപിക്കുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന നിന്റെ മേലൂടെ അത് ഒഴുകാൻ പോകുകയാണ്. ಪಡೆದುಕೊಳ್ಳಿಕ್ಕೆ ಆಸೆ ಪಡುವಂತ ನಂಬಿಕೆ ಇರುವ ನಿನ್ನೊಳಗಿಂದ ಅದು ಹರಿಯುವಂತದಾಗಿದೆ. ആര് ആത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു അവന്റെ അകത്തുനിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകാൻ പോകുകയാണ്. ಯಾರು ಆತ್ಮನ ಕಾರ್ಯಗಳಿಗೆ ಬಿಟ್ಟು ಕೊಡುತ್ತಾರೋ ಅವರಲ್ಲಿ ದೇವರ ವಾಕ್ಯವು ಶಾಸ್ತ್ರೋಕ್ತಿಯು ನುಡಿಯುವಾಗೆ ಆಮೇಲೆ ನಂಬುವವನ ಹೊಟ್ಟೆಯೊಳಗಿಂದ ಶಾಸ್ತ್ರದ ಪ್ರಕಾರ ಜೀವದ ನದಿಯು ಹರಿಯುವುದು. ഗേഹസി നോക്കിയത് പണത്തേലാണെങ്കിൽ ഏലീശ നോക്കിയത് പണത്തേലല്ല. ഏലിയാവിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അതിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. ಗೇಹಜಿಯು ನೋಡಿದು ಆಸ್ತಿಯನ್ನು ಸಂಪತ್ತನ್ನಾಗಿದರೆ ಎಲೀಷನ್ ನೋಡಿದು ಆಮೇಲೆ ಬೇರೆ ಯಾವುದೂ ಅಲ್ಲ, ಏಲಿಯನ ಒಳಗಿದಂತ ಅಭಿಷೇಕದ 2ರಷ್ಟು ಪಾಲು ನನಗೆ ಅದು ಬೇಕು ಎಂಬುದಾಗಿ. ഇന്ന് പകൽക്കാലം ഒരു ഇരട്ടി അഭിഷേകത്തോടെ ദൈവം തന്നെ നിറയ്ക്കാൻ പോകുന്നു. ಈ ಹಗಲು ಇಮ್ಮಡಿಯಾದ ಅಭಿಷೇಕದಿಂದ ದೇವರು ನಿಮ್ಮನ್ನು ತುಂಬಿಸುವಾತನಾಗಿ ഒരു ഇരട്ടി അഭിഷേകം നിന്റെ മേൽ ആത്മാവ് പകരാൻ പോകുന്നു. 2ರಷ್ಟು ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಆತನು ಸುರಿಯ ಮಾಡುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം നിനക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം നിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുന്നു. ನಿನಗೆ ತಡೆಯಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದಂತ ದೇವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನೊಳಗೆ ಅದು ಪ್ರವೇಶಿಸುವಂತದಾಗಿದೆ. ഇപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ അത് ഇറങ്ങി വരട്ടെ. ಈಗ ನಂಬತಕ್ಕವರಲ್ಲಿ ಇಳಿದು ಬರಲಿ. വിശ്വസിക്കുന്ന നിന്റെ അകത്ത് അത് വെളിപ്പെട്ട് വരട്ടെ. ನಂಬತಕ್ಕ ನಿನ್ನೊಳಗೆ ಅದು ಇಳಿದು ಬರಲಿ. ഈ മീറ്റിംഗിന് വിരോധമായി ചലിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. ಈ ಮೀಟಿಂಗ್ಗೆ ವಿರೋಧವಾಗಿ ಕಾರ್ಯ ಮಾಡುವ
ಸೈತಾನ್ನ ಕೆಲವು ಮಂಡಲಗಳನ್ನು ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ನಾವು ಗದರಿಸುತ್ತಾ ಇದ್ದೇವೆ. ಈ അന്തരീക്ഷം ചേഞ്ച് ആകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ಈ ವಾತಾವರಣ ಬದಲಾಗುವುದಕ್ಕೆ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ആത്മ സാന്നിധ്യം ഭയങ്കരമായി വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. ಆತ್ಮನ ಸಾನ್ನಿಧ್ಯ ಭಯಂಕರವಾಗಿ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ഇന്ന് പകൽക്കാലം ഒരു ദൈവീയമാകുന്ന വിടുതലിന്റെ കരം ഇതിന്റെ അകത്ത് വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ಈ ಹಗಲು ದೈವಿಕವಾದ ಬಿಡುಗಡೆಯಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. വിശ്വസിക്കുന്ന നിന്റെ അകത്തുനിന്ന് അത് ഒഴുകി തുടങ്ങുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ನಂಬತಕ್ಕ ನಿನ್ನೊಳಗಿಂದ ಅದು ಹರಿದು ಆರಂಭಿಸಿರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. അഭിഷേകം നുകത്തെ തകർത്ത് കളയുമെങ്കിൽ ശത്രു വിട്ടിരിക്കുന്ന നുകത്തെ തകർത്ത് കളയുന്ന ഒരു അസാധാരണമാകുന്ന അഭിഷേകത്തിന്റെ anointing നിന്റെ മേൽ കത്തിയിറങ്ങുകയാ. ಅಭಿಷೇಕವು ನಗುವನ್ನು ಮುರಿದು ಬಿಡುವುದಾದರೆ ನಿನ್ನೊಳಗೆ ಸೂರ್ಯ ಮಾಡಿದಂತ ನಿನ್ನೊಳಗೆ ತುಂಬಲ್ಪಟ್ಟಂತ ಅಭಿಷೇಕವು ಅಸಾಧಾರಣವಾದ ಕಾರ್ಯವನ್ನು ಮಾಡುವಂತದ್ದಾಗಿದೆ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവ സാന്നിധ്യം ഭയങ്കരമായി ചലിക്കട്ടെ. ದೇವ ಸಾನ್ನಿಧ್ಯ ಭಯಂಕರವಾಗಿ ಚಲಿಸಲಿ. ഭയങ്കരമാകുന്ന ഒരു ദൈവശക്തി വെളിപ്പെടട്ടെ. ನಿನ್ನ ಮೇಲೆ ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ഇപ്പോൾ ഒരു ദൈവ സാന്നിധ്യം ഈ ആന്റിയുടെ മേൽ വീഴട്ടെ. ಈ ಸಮಯದಲ್ಲಿ ಆಂಟಿಯ ಮೇಲೆ ದೇವ ಸಾನ್ನಿಧ್ಯ ಬೀಳಲಿ. Power in the name of Jesus. Amen. Jesus. ഇവിടെ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ಬಂಧಿಸಿದ ಎಲ್ಲ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. എല്ലാ രോഗശക്തികൾ ഉടഞ്ഞു മാറട്ടെ. ಎಲ್ಲ ರೋಗಶಕ್ತಿಗಳು ഓപ്പറേഷൻ സംബന്ധമായി നിലനിൽക്കുന്ന ചില വിഷയങ്ങൾ വഴിമാറട്ടെ. ശസ്ത്രക്രിಯೆಗೆ ಸಂಬಂಧಪಟ್ಟ ಎಲ್ಲ ಕಾರ್ಯಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ലാൻഡ് സംബന്ധമായി നിലനിൽക്കുന്ന ചില വിഷയങ്ങൾ വഴിമാറട്ടെ. ಲ್ಯಾಂಡ್ ಸಂಬಂಧವಾದ ಎಲ್ಲ ವಿಷಯಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം ഈ ആന്റിയുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ, ಒಂದು ಅಭಿಷೇಕದ ಸಾನ್ನಿಧ್ಯವು ಈ ಆಂಟಿಯಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇವ ಶಕ್ತಿಯು ಪ್ರಕಟವಾಗಲಿ. ಇವಳೆ ಬಂಧಿച്ച എല്ലാ രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ಇವಳನ್ನು ಬಂಧಿಸಿದ ಎಲ್ಲ ರೋಗ ಶಕ್ತಿಗಳಿಂದ ಒಡೆದು ಹೋಗಲಿ. കുടുംബത്തെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റ ചില പൈശാചിക സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ಕುಟುಂಬವನ್ನು ನಾಶ ಮಾಡುವುದಕ್ಕೆ ಬಂದಂತ ಎಲ್ಲಾ ಶಕ್ತಿಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಒಡೆಯಲ್ಪಡಲಿ. എല്ലാവരും പ്രാർത്ഥിച്ച് ആരും അതരം തുറന്നിരിക്കുക, അതരം അടക്കി വെക്കരുത്. ಯಾರು ಸುಮ್ಮನೆ ಇರಬಾರದು. ಎಲ್ಲ ತುಟಿಗಳನ್ನು ತೆರೆದು കാഴ്ചക്കാരായി നിൽക്കരുത്. ಯಾರು ನೋಡುಗರಾಗಿ ನಿಲ್ಲಬೇಡ್ರಿ. ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വീഴുന്നു. ಒಂದು ದೇವ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. Power in the name of Jesus. Oh Jesus. Fire, Holy Spirit. Power, power, power. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിನ നാമದಲ್ಲಿ ദൈവ ശക്തി ഇಳಿಯಲಿ. ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയുകയാണ്. ಕೆಲವು ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತಾ ಇದೆ. ചില കോട്ടകൾ ഇന്ന് പകൽക്കാലം തകരുകയാണ്. ಕೋಟೆಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತಾ ಇದೆ. പിശാച് ക്ലെയിം ചെയ്യുന്ന ചില വിഷയങ്ങൾ ഉടഞ്ഞു മാറുകയാണ്. ಸೈತಾನ್ ನುಡಿದಂತ ಕೆಲವು ಕಾರ್ಯಗಳು ಬಿಚ್ಚುವಂತದಾಗಿದೆ. Power in the name of Jesus. Amen, amen, amen. അഭിഷേകത്താൽ പുറത്തു വരട്ടെ. ಅಭಿಷೇಕದಿಂದ ಹೊರಗೆ ಬರಲಿ. Power in the name of Jesus. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ നിന്നെ തൊടുന്ന ഒരു ദൈവ സാന്നിധ്യം, ನಿನ್ನನ್ನು ಮುಟ್ಟುವ ದೇವ നിന്നെ ಸಾನ್ನಿಧ್ಯ, നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ನಿನ್ನನ್ನು ತುಂಬಿಸುವ Power in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ, ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವರ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. അഭിഷേകം നുകത്തെ തകർത്ത് കളയുന്നത് പോലെ ಅಭಿಷೇಕ ನೊಗವನ್ನು ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತದೆ. Power in the name of Jesus. Power, Holy Spirit. Shara dhara 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 dhara. തൊടുന്നു 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 ദൈവ സാന്നിധ്യം തൊടുന്നു. 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 പവർ. ഒരു അഭിഷേകം തൊട്ടാട്ടെ തൊട്ടാട്ടെ. ഫ്രീ ആകട്ടെ. ദൈവ സാന്നിധ്യം തൊടട്ടെ. സ്വതന്ത്രമാകಲಿ. ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം തൊടട്ടെ. ദൈവ സാന്നിധ്യം സ്പർശിക്കപ്പെടുന്നു. ഉടഞ്ഞു മാറുകയാ. എല്ലാ സ്ട്രഗലുകളും വിട്ടുപോകಲಿ. ഉദരത്തിന്റെ അകത്ത് ഭയങ്കര ഹീലിംഗുകൾ ഉണ്ടാകുന്നു. ಹೊಟ್ಟೆಯೊಳಗೆ ದೊಡ್ಡ ಸೌಖ್ಯಗಳು ನಡೆಯುತ್ತವೆ. Power in the name of Jesus. Fire, Holy Spirit. Power. Araba nagasi thurabsi araga shandanaada gadagana vaidamadaanaga siaraga adunamana gadaga shamana gadaga siaraga shandanaada gadaga യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ചലിക്കട്ടെ. അഭിഷേകം ചലിക്കട്ടെ. അഭിഷേകം ചലിക്കട്ടെ. അഭിഷേകം ചലിക്കട്ടെ. കാഴ്ചക്കാരായി ആരും നിൽക്കരുത്. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്. അന്ധകാര മണ്ഡലങ്ങൾ, ഈ ലാറ്റ് സെഷനെതിരെ വിരോധമായി ചലിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് ഉടഞ്ഞു മാറട്ടെ. ആത്മനിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് വിരോധമായി ചലിക്കുന്ന ചില ദേശത്തിന്റെ പോരുകൾ
ಈ ಸೇವೆಗೆ ವಿರೋಧವಾಗಿ ಕಾರ್ಯ ಮಾಡುವ ದೇಶದ ಕೆಲವು ಅಂಧಕಾರದ ಶಕ್ತಿಗಳು ಶಕ್ತವಾಗಿ ആമേൻ. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ നീ ഇതിന്റെ അകത്ത് ചലിച്ചു തുടങ്ങണമേ. പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ ലൈഫിൽ അടഞ്ഞു വെച്ചതും അടച്ചു കളഞ്ഞതുമാകുന്ന നിന്ന ജീവിതದಲ್ಲಿ ಮುಚ್ಚಿಟ್ಟದಂತ ചില ഫയലുകൾ ചലിക്കാതെ കിടക്കുന്ന അനുഭവ തലങ്ങൾ, ಕೆಲವು ದಾಖಲೆಗಳು ಚಲಿಸದ ರೀತಿಯಲ್ಲಿ ദിവസങ്ങൾ നീ ചില ദൈവമഹത്വവും ദൈവ പ്രവൃത്തിയും കാണും. ಈ ದಿನಗಳ ದೇವರ ಮಹಿಮೆಯನ್ನು ದೇವರ ಕಾರ್ಯವನ್ನು ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. ನಮ್ಮವರು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ഇത് ലാസ്റ്റ് സെഷൻ ആണ്. ಇದು ಕೊನೆಯ ಭಾಗವಾಗಿದೆ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനുള്ള സെഷൻ ആണ്. പരിശുദ്ധാത്മನ ಕ್ರಿಯೆಗಳು പരിശുദ്ധാത്മാവ് ചിലരെ നിറയ്ക്കുന്ന സെഷൻ ആണ്. പരിശുദ്ധാത്മನಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವ അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സെഷൻ ആണ്. അത്ഭുതങ്ങൾ പ്രകടമാകുന്ന രോഗികൾ സൗഖ്യമാകുന്ന സെഷൻ ആണ്. രോഗികൾ അസാധാരണമായി ഇത് സംഭവിക്കുന്ന സെഷനാണ്. അസാധാരണമാകുന്ന നിറവിലേക്ക് ദൈവം നിന്നെ കയറ്റുന്ന സെഷനാണ്. പ്രവേശ ಮಾಡುವ ദൈവത്തിന്റെ എല്ലാ നിറവോളം, ದೇವರ ಎಲ್ಲ ತುಂಬಲ್ಪಡ ദൈവത്തിന്റെ എല്ലാ നിറവോളം, ದೇವರ ಎಲ್ಲ ತುಂಬಲ್ಪಡ ദൈവത്തിന്റെ എല്ലാ നിറവോളം ದೇವರ ಎಲ್ಲ ತುಂಬಲ್ಪಡ യേശുവിന്റെ നാമത്തിൽ നിറഞ്ഞു വരട്ടെ. യേശുവിൻ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നിറഞ്ഞു വരട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു നിറവ് നിന്റെ മേൽ സംഭവിക്കട്ടെ. ಒಂದು ತುಂಬಲ್ಪಡುವ ഒരു നിറവ് നിന്റെ ലൈഫിൽ സംഭവിക്കട്ടെ. ഒരു നിറവ് നിന്റെ ലൈഫിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ എല്ലാ നിറവോളം ದೇವರ ಎಲ್ಲ ತಾನಗಳು നിറഞ്ഞു വരുന്നൊരു ತುಂಬಿ ಬರುವಂತ പവർ, ശക്തി, ദൈവശക്തി, 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 ദൈവശക്തി വ്യാപരിക്കട്ടെ. അടുത്ത് നിൽക്കുന്നവർ കരം കോർത്ത് പിടിച്ചാട്ടെ. ಹತ್ತಿರದವರು ಕರಗಳನ್ನು ಜೋಡಿಸಿ ಇಟ್ಕೊಳ್ಳಿ. നിങ്ങൾ ആഴമായി ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ನೀವು ಆಳವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മധ്യയിൽ ചെയ്യട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನು ದೊಡ್ಡ ಕಾರ್ಯವನ್ನು ನಮ್ಮ അടുത്ത് നിൽക്കുന്നവർ കരം കോർത്ത് പിടിച്ചേ. ಹತ್ತಿರದವರಿಗೆ ಒಂದಿಗೆ ಕೈ ಜೋಡಿಸಿ. ಹಳೆಯ ನಿಯಮത്തിന്റെ ಅಗത്തൊരു ಭಕ್ತനെ, ನಿಮ್ಮ ಸಮೀಪದಲ್ಲಿರುವವರೊಂದಿಗೆ ಕೈ ಜೋಡಿಸಿ. പുതിയ നിയമത്തിന്റെ അകത്തൊരു വിശുദ്ധനെ, ಹಳೆಯ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ വ്യത്യസ്തമാക്കി മാറ്റിയെങ്കിൽ ವ್ಯತ್ಯಸ್ತ ಮಾಡಿದ അതിന്റെ അകത്ത് ചലിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ಅದರೊಳಗೆ ಚಲಿಸುವುದು ದೇವ സാന്നിധ്യം കൊതിക്കുന്നവർ നിങ്ങൾ അടങ്ങി നിൽക്കരുത്. ದೇವ ಸಾನ್ನಿಧ್ಯವನ್ನು ಬಯಸುವವರು ಸುಮ್ಮನೆ ಇರಬಾರದು. ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ മിണ്ടാതിരിക്കരുത്. ದೇವ ಸಾನ್ನಿಧ್ಯವನ್ನು ಬಯಸುವವರು ಸುಮ್ಮನೆ ಇರಬಾರದು. ആത്മ പകർച്ചയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ മിണ്ടാതിരിക്കരുത്. ಆತ್ಮನ ಹಸ್ತಾಂತರಿಸುವಿಕೆಗೋಸ್ಕರ ഇപ്പോൾ അത് നിങ്ങളുടെ മേൽ വ്യാപരിച്ചു തുടങ്ങുകയാണ്. ಈಗ ನಿಮ್ಮ ಮೇಲೆ ಅದು ವ್ಯಾಪಿಸುವಂತದಾಗಿದೆ. വിശ്വസിക്കുന്ന നിന്റെ മേൽ അത് വ്യാപരിച്ചു തുടങ്ങുകയാണ്. തക്ക ನಿಮ್ಮ ಮೇಲೆ ಅದು ಇಳಿಯುವಂತದಾಗಿದೆ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ಈ ಹಗಲು ದೇವರಾತ್ಮನ ಹೀಗೆ ಹೇಳಲಿಕ್ಕೆ ഡയറക്റ്റായി ഒരു സ്പർശനം നിന്റെ മേൽ വീഴുകയാ. ಪ್ರತ್ಯಕ್ಷವಾದ ಒಂದು ಸ್ಪರ್ಶನ നിന്റെ മേൽ വീഴുകയാ. ಪ್ರತ್ಯಕ್ಷವಾದ ಸ್ಪರ್ಶನ ನಿನ್ನ ഡയറക്റ്റായി ഒരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ വീഴുകയാ. ಪ್ರತ್ಯಕ್ಷವಾದ ದೈವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮೇಲೆ. ഇപ്പോൾ അത് സ്വീകരിച്ചാലോ. ಈಗ ಅದನ್ನು ಸ್ವೀಕರಿಸು. ദൈവം നിന്നെ തൊടുന്ന പകൽക്കാലമാണ്. ದೇವರನ್ನು ಮುಟ್ಟುವಂತಾಗಲಾಗಿದೆ. ദൈവം നിന്നെ തൊടുന്ന പകൽക്കാലമാണ്. ದೇವರನ್ನು ಮುಟ್ಟುವಂತಾಗಲಾಗಿದೆ. ദൈവം നിന്നെ തൊടുന്ന പകൽക്കാലമാണ്. ದೇವರನ್ನು ಮುಟ್ಟುವಂತಾಗಲಾಗಿದೆ. തൊടുന്ന പകൽക്കാലമാണ്. ದೇವರನ್ನು ಮುಟ್ಟುವಂತ ഫയർ ഹോളി സ്പിരിറ്റ് ദൈവം തൊടുന്നു 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 ദൈവം തൊടുന്നു തൊടുന്നു ദൈവം തൊടുന്നു 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 അഭിഷേകത്തിന്റെ ഒരു നിയോഗത്തിലേക്ക് അഭിഷേകದ ನಡೆಸುವಿಕೆಗೆ ദൈവം തൊടുന്നു നിങ്ങൾ കാഴ്ചക്കാരായി നിൽക്കരുത്. കാഴ്ചക്കാരായി നിൽക്കരുത്. കാഴ്ചക്കാരായി നിൽക്കരുത്. തൊടുന്നു ശാന്തനാഥ ഘടകസി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ തൊടുന്നു 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 മുട്ടുത്താ ഇದ್ದಾನೆ മുട്ടുത്താ ഇದ್ದಾನೆ. ദൈവം നിന്നെ തൊടുകയാണ്. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ദൈവം നിന്നെ തൊടുകയാണ്. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. നീ അനുഭവിക്കുന്ന ചില വേദനകൾ, ನೀವು ಅನುಭವಿಸುವ ಕೆಲವು ವೇದನೆಗಳು, ചില രാത്രികൾ, അಳುತ್ತಾ ಇದ್ದಂತ ರಾತ್ರಿಗಳು, പോയ ചില അനുഭവതലങ്ങൾ, ಸೋತು ಹೋದಂತ ದಿನರಾತ್ರಿಗಳು, ദൈവം നിന്നെ വിടുവിക്കുന്ന പകൽക്കാലമാണ്. ಅದರೊಳಗಿಂದ ದೇವರು ನಿಮ್ಮನ್ನು ಬಿಡಿಸುವಾಗ എന്തോ അസാധാരണമായി സംഭവിക്കുന്നു. ദൈവ സാന്നിധ്യം നിന്നെ തൊടുന്നു. ಈಗ ಒಂದು ದೇವ സാന്നിധ്യം വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ನಮ್ಮವರು ಪ್ರಾರ್ಥನೆ ദൈവശക്തി തൊടട്ടെ. ദൈവശക്തി ദൈവശക്തി തൊടട്ടെ. ദൈവശക്തി ദൈവശക്തി തൊടട്ടെ. ദൈവശക്തി ദൈവശക്തി തൊടട്ടെ. ദൈവശക്തി തൊടട്ടെ. സാത്താന്യ കോട്ടകൾ ഉടഞ്ഞു മാറട്ടെ. ಸೈತಾನ ಕೋಟೆಗಳು ಒಡೆಯಲ್ಪಡಲಿ. പാരമ്പര്യത്തിന്റെ ആധിപത്യങ്ങൾ, ಎಲ್ಲ ರೂಢಿಯ ಬಂಧನಗಳು, മണ്ണിന്റെ അകത്ത് വ്യാപരിക്കുന്ന ചില സ്വാധീനങ്ങൾ, മണ്ണിനൊಳಗೆ
ಹೃದಯದೊಳಗಿರುವಂತಹ ಸ್ವಾಧೀನತೆಗಳು, ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വൈശാചിക മണ്ഡലങ്ങൾ ಸಂಬಂಧಪಟ್ಟ ಕೆಲವು ಸೈತಾನ ಕ್ರಿಯೆಗಳು നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിക്കുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಗದರಿಸ್ತಾ ಇದ್ದೇವೆ. ദൈവശക്തി തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ. ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ ಬಿಚ್ಚಲ್ಪಡಲಿ. കുരുക്കിയിട്ടിരിക്കുന്ന ചില കുരുക്കിന്റെ അകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുകയാ. നിನ್ನನ್ನು ಕಟ್ಟಿ ಹಾಕಿದ ಕೆಲವು ಕಟ್ಟುಗಳಿಂದ ದೇವರು ನಿನ್ನನ್ನು ಹೊರಗೆ സ്വയമായി പുറത്തു വരാൻ പറ്റാതെ വണ്ണം, ಸ್ವತಃವಾಗಿ ಹೊರಗೆ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದೆ നിന്നെ തടഞ്ഞു വെച്ച ബന്ധിച്ചിട്ടിരിക്കുന്ന ನಿನ್ನನ್ನು ತಡೆದು ನಿಲ್ಲಿಸಿದಂತ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. ಆಮೇಲೆ ದೇವರು ನಿನ್ನನ್ನು ಹೊರಗೆ ತರ್ತಾ ഒരു സമാധാനം നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ಏನೋ ಒಂದು ಸಮಾಧಾನ ನಿನ್ನೊಳಗೆ ವ್ಯಾಪಿಸುತ್ತದೆ. സമാധാനം നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ನಿನ್ನೊಳಗೆ ಸಮಾಧಾನ ಇಳಿಯುತ್ತಾ ಇದೆ. എന്തോ ഒരു സമാധാനം നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ಏನೋ ಒಂದು ಸಮಾಧಾನ ನಿನ್ನೊಳಗೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ഭയത്തിന്റെ ആഴങ്ങൾ അടിയുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕೆಲವು ಭಯದ ಬಾಳವು, ഭയപ്പെടുത്തി നിർത്തിയ ചില അന്തരീക്ഷം ಅಡಿಯುന്നു. ಭಯ ಹುಟ್ಟಿಸಿ ನಿಲ್ಲಿಸುವಂತ ಕೆಲವು ವಾತಾವರಣಗಳು ಬೆಚ್ಚುತ್ತಾ ಇದೆ. നിന്നെ തൊടട്ടെ, ದೇವರ ಆತ್ಮನನ್ನು ಮುಟ್ಟಲಿ, ಫ್ರೀ സ്വതന്ത്രವಾಗಲಿ. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞേ. ನಂಬುವವರು ಕರ್ತನಿಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಲಿ. രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെച്ചാട്ടെ. ರೋಗ ಇರುವ ಭಾಗದಲ್ಲಿ ನಿಮ್ಮ ಕರವನ್ನಿಡಿ. പകൽക്കാലം ഒരു അത്ഭുതകരമായ സൗഖ്യം വെളിപ്പെടുകയാണ്. ಈಗಲೂ ಅದ್ಭುತವಾದ ಸೌಖ್ಯವು ಪ್ರಕಟವಾಗುತ್ತದೆ. ഉദരത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തൊടാൻ പോകുന്നു. ಕೆಲವರ ಉದರದ ಮೇಲೆ ದೇವರ ಆತ್ಮನು ಮುಟ್ಟುತ್ತಾನೆ. അപ്രത്യക്ഷമാകാൻ പോകുന്നു. ಕೆಲವು ಗೆಡ್ಡೆಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗುತ್ತವೆ. വയറ്റിന്റെ അകത്ത് വെളിപ്പെടുന്ന അസാധാരണമാകുന്ന വേദനകൾ, ಹೊಟ್ಟೆಯಲ್ಲಿ ಉದ್ಭವವಾಗುವಂತ ನೋವುಗಳು, ചില ഓപ്പറേഷനുകൾ ദൈവം ക്യാൻസൽ ആക്കാൻ പോകുന്നു. ಕೆಲವು ಶಸ್ತ್ರಚಿಕಿತ್ಸೆಗಳ ವಿಧಿಗಳನ್ನು ದೇವರು ಅಳಿಸಿಬಿಡುತ್ತಾನೆ. ಗೆಡ್ಡೆಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗಲಿ. ಹೆಡ್ ಪೇನ್ಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗട്ടെ. ತಲೆನೋವುಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗಲಿ. ശരീരത്തിന്റെ വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. ಶರೀರ ನೋವುಗಳು ಅಪ್ರತ್ಯಕ್ಷವಾಗಲಿ. ഉദരത്തിന്റെ അകത്ത് അസാധാരണമായ ഹീലിംഗുകൾ ഉണ്ടാകട്ടെ. ಹೊಟ್ಟೆಯೊಳಗೆ ಅಸಾಧಾರಣವಾದ സൗഖ്ಯಗಳುಂಟಾಗಲಿ. ഷോൾഡർ പെയിനുകൾ അപ്രത്യക്ഷമാകട്ടെ. ಭುಜದ ನೋವುಗಳು ಬಿಟ್ಟು ಹೋಗಲಿ. ഇപ്പോൾ ദൈവാത്മാവിന്റെ സ്പർശനം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ಈಗ ದೇವರಾತ್ಮನ ಸ್ಪರ್ಶನ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. സൗഖ്യമാക്കുന്ന ദൈവം, ನಾನು ನಿನ್ನನ್ನು ಸ್ವಸ್ಥ ಮಾಡುವ ದೇವರು. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, ನಾನು ನಿನ್ನನ್ನು ಸ್ವಸ್ಥ ಮಾಡುವ ದೇವರು. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, ನಾನು ನಿನ್ನನ್ನು ಸ್ವಸ್ಥ ಮಾಡುವ ದೇವರು. അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു. ಆತನ ಬಾಸುಣ್ಯಗಳಿಂದ ನಾವು ಗುಣವಾದೆವು. ഇപ്പോൾ ഹീലിംഗ് നിന്റെ മേൽ വെളിപ്പെടുന്നു. ಈಗ ಸೌಖ್ಯವು ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ಪವರ್, ಸೌಖ್ಯದ ಶಕ್ತಿ. touch holy spirit, touch holy host. പരിശുദ്ധാത്മനെ മുട്ടു. ഇപ്പോൾ ദൈവം നിന്നെ തൊടുകയാണ്. ಈಗ ದೇವರಾತ್ಮನೆ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഇപ്പോൾ നിന്റെ ലൈഫിൽ ഒരു അത്ഭുതം നടക്കുന്നു. ಈಗ ನಿನ್ನ ಜೀವನದಲ್ಲಿ ಅದ್ಭುತ ನಡೆಯುತ್ತದೆ. നിന്റെ മേൽ ഒരു സൗഖ്യം വെളിപ്പെടുന്നു. ಈಗ ನಿನ್ನ ಮೇಲೆ ಒಂದು ಸ್ವಸ್ಥತೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ലൈഫിൽ അടയപ്പെട്ടതിനെ ദൈവം തുറക്കുന്നു. ನಿನ್ನಲ್ಲಿ ಮುಚ್ಚಲ್ಪಟ್ಟದ್ದು ದೇವರು ತೆರೆಯುತ್ತಾ ಇದ್ದಾನೆ. ദൈവം നേരെയാക്കുന്നു. ಅವ ಡೊಂಕಾಗಿರುವುದನ್ನು ದೇವರು ನೇರ ಮಾಡುತ್ತಾನೆ. സാന്നിധ്യം ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ ದೇವರ ಸಾನ್ನಿಧ್ಯ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ, പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുന്നു. ನಂಬಿರಿ, ಪರಿಶುದ್ಧಾತ್ಮನ ಅದನ್ನು ಮಾಡುತ್ತಾನೆ. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങ് ഇതിന്റെ അകത്ത് ചലിക്കുന്നതിനായി ಕರ್ತನೇ, ಈಗಲೂ ನೀನು ಇದರ ಮಧ್ಯದಲ್ಲಿ ವಾಸ ಮಾಡುವುದಕ್ಕಾಗಿ സാന്നിധ്യം ഇതിന്റെ അകത്ത് വെളിപ്പെടുന്നതിനായി ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಪ್ರಕಟಗೊಳ್ಳುವುದಕ್ಕಾಗಿ, അഭിഷേകം ഇതിന്റെ അകത്ത് വെളിപ്പെടുന്നതിനായി, ಅಭಿಷೇಕದಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಕ್ಕಾಗಿ, ആത്മശക്തി ഇതിന്റെ അകത്ത് വെളിപ്പെടുന്നതിനായി, ಆತ್ಮಶಕ್ತಿ ಇದರೊಳಗೆ ಪ್ರಕಟವಾಗುವುದಕ್ಕಾಗಿ, വ്യാപരിക്കുന്നതിനായി, ದೇವರ ಕೃಪೆಯಲ್ಲಿ ಚಲಿಸುವುದಕ್ಕಾಗಿ, കോട്ടകളെ പൊളിക്കുന്നതിനായി നന്ദി. ಸೈತಾನನ ಸಾಮ್ರಾಜ್ಯವನ್ನು ಚಿತ್ರಪಡಿಸುವುದಕ್ಕಾಗಿ, ಡೆಲಿವರೆನ್ಸ್ನ ಸೆಷನ್ ಆಗುವುದಕ್ಕಾಗಿ ನന്ദി. ಅಸಾಧಾರಣವಾದ ದೇವ ಸಾನ್ನಿಧ್ಯವು ಇಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഈ ജനത്തെ തൊടുന്നതിനായി, ದೇವ ಸಾನ್ನಿಧ್ಯವು ಈ ಜನರನ್ನು ಮುಟ್ಟುತ್ತಾ ಇರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശുവിൻ നാമത്തിൽ തന്നെ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എല്ലാവർക്കും ദൈവസന്നിധി താന്നിരുന്നു. ಎಲ್ಲರಿಗೂ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ അടുത്തിരിക്കുന്നവർക്ക് ಕೈ കൊടുത്തിട്ട് പറയും, ഇത് ലാസ്റ്റ് സെഷൻ ആണ്. ಸಮೀಪದಲ್ಲಿರುವ ಕೈ ಕೊಟ್ಟು ಹೇಳಿರಿ, ಇದು ಕೊನೆಯ ಸೆಕ್ಷನ್ ಆಗಿದೆ. ഇത് പ്രാപിക്കാനുള്ള സെഷൻ ആണ്. ಇದು ನೀವು ಪಡೆಯಬೇಕಾದ ഇത് നിന്റെ വിടുതലിന്റെ സെഷൻ ആണ്. ಇದು ನಿಮ್ಮ ಬಿಡುಗಡೆಯ ಸಮಯವಾಗಿದೆ. ഇത് നിന്റെ തലവരകളെ നീക്കുന്ന സെഷൻ ആണ്. ಇದು ನಿಮ್ಮ ತಲೆ ವಿಧಿಗಳನ್ನು ಬದಲಾಯಿಸುವ ಸಮಯ. ഇത് നിന്നെ പുറത്തെടുക്കുന്ന സെഷൻ ആണ്. ಇದು ನಿಮ್ಮನ್ನು ಹೊರಗೆ ತೆಗೆಯುವ ಸಮಯವಾಗಿದೆ. ഇന്ന് ഒരു സ്ഫോടനം നടക്കുന്നത് പോലെ ഒരു ദൈവശക്തി ഇതിന്റെ അകത്തിറങ്ങും. ಇವತ್ತೊಂದು ಮಹಾ ಸ್ಫೋಟದಂತೆ ದೈವಶಕ್ತಿಯಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ഭയങ്കരമാകുന്ന ആത്മതലങ്ങൾ ഇതിന്റെ അകത്ത് വെളിപ്പെടും. ಅತಿ ಭಯಂಕರವಾದ ಆತ್ಮನ ಮಂಡಲಗಳಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. വലിച്ചെറിയുന്ന ಅಭಿಷೇಕത്തിന്റെ ನಿಯೋಗത്തിലേക്ക് ചിലതിനെ ദൈവം ഇറക്കും. ಎಳೆದು ಎಸೆಯುವಂತ ಒಂದು ಆತ್ಮನ ಪ್ರಕ್ರಿಯೆಯಲ್ಲಿ ನಡೆಯುತ್ತದೆ. ഓരോ സെക്കൻഡ് നീ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ಒಂದೊಂದು ಕ್ಷಣವೂ ನಿರೀಕ್ಷೆಯೊಂದಿಗೆ ಕಾದಿರು. ദൈവം നിന്നെ നിറയ്ക്കുന്ന ഒരു സെഷനാണ്. ದೇವರು ನಿನ್ನನ್ನು ತುಂಬಿಸುವಂತ ಕ್ಷಣಗಳಾಗಿದೆ. ഏത് സമയത്താ ദൈവം നിന്നെ തൊടുന്നതെന്ന് അറിയത്തില്ല. ಯಾವ ಸಂದರ್ಭದಲ್ಲಿ ಅಂತ ನಿಮ್ಮನ್ನು ದೇವರು ಮುಟ್ಟುವುದಂತ ಗೊತ್ತಿಲ್ಲ. ദൈവം തൊട്ടാൽ നിന്റെ ലൈഫ് തിരിയും. ದೇವರು ಮುಟ್ಟಿದರೆ ನಿನ್ನ ಜೀವನ ಬದಲಾಗುತ್ತದೆ. ദൈവം തൊട്ടാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ದೇವರು ಮುಟ್ಟಿದರೆ ನಿನ್ನ ಸ್ಥಿತಿ ಬದಲಾಗುತ್ತದೆ. ഇതിന്റെ അകത്ത് 100% ഉറപ്പുണ്ട്, ഒരു അസാധാരണമാകുന്ന അഭിഷേകം ഇതിന്റെ അകത്ത് ഇറങ്ങും.
100% ನನಗೆ ಭರವಸೆ ಇದೆ. അസാധാരണವಾದ അഭിഷേകത്തിൽ ഇളിയുವಂತದಾಗಿದೆ. ഞാൻ ഈ വേദിയിൽ ആമേൻ ചർച്ചിൽ ആമേൻ ഇവിടെ ശുശ്രൂഷിക്കാൻ കയറിയപ്പോൾ ഞാൻ അസാധാരണമായ സ്ട്രഗിൾ അനുഭവിച്ചു. ನಾನು ಈ ವೇದಿಕೆಯಲ್ಲಿ ಈ ಸೇವೆಗೆ ಬಂದಿದಾಗ ಅಸಾಧಾರಣವಾದ ಒಂದು ಒತ್ತಡ ನಾನು ಅನುಭವಿಸಿದೆ. അതിന്റെ അർത്ഥം പിശാചിന്റെ കോട്ട ഇടിയും. ಅದರ ಅರ್ಥ ಸೈತಾನನ ಕೋಟೆಗಳು ಕೆಡವಲ್ಪಡುತ್ತವೆ. ഇന്നലെ പറഞ്ഞ പോലെ മഹത്വം വഹിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കും. ನಿನ್ನೆ ಹೇಳಿದಾಗೆ ಮಹಿಮೆಯನ್ನು ಹೊರುವಂತ ತಲೆಮಾರು ಎದ್ದೇಳುತ್ತದೆ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. ಲೂಕನ ಸುವಾರ್ತೆ 4ನೇ ಅಧ್ಯಾಯ. അതിന്റെ 14-ാമത്തെ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. 14ನೇ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರುವವರಾಗಿರುವ ലൂക്കോസ് chapter 4 verse 14. ತರುವಾಯ ಯೇಸು ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯಿಂದ ಕೂಡಿದವನಾಗಿ ತಿರುಗಿ ಗಲಿಲಾಯಕ್ಕೆ ಹೋದನು. ಆತನ ಸುದ್ದಿಯು ಸುತ್ತಲಿರುವ ಪ್ರಾಂತದಲ್ಲೆಲ್ಲ ಹಬ್ಬಿಕೊಂಡಿತು. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള ദേശങ്ങളിൽ പരന്നു. ಯೇಸು ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯಿಂದ ಕೂಡಿದವನಾಗಿ ತಿರುಗಿ ಗಲಿಲಾಯಕ್ಕೆ ಹೋದನು. ಆತನ ಸುದ್ದಿಯು ಸುತ್ತಲಿರುವ ಪ್ರಾಂತ್ಯದಲ್ಲೆಲ್ಲ ಹಬ್ಬಿಕೊಂಡಿತು. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ വലിയതാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുന്നു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള ദേശങ്ങൾ പരന്നു. ನಮ್ಮ ಮಹಿಮೆಯಾದ ಕರ್ತನ ಆಮೇನ್ ಆತನ ಒಂದು ಬಹಿರಂಗ ಸೇವೆಯಲ್ಲಿ ಇಲ್ಲಿ ಬರೆದಿರುವಂಥ ಒಂದು ಸಂಗತಿ ಹೀಗೆ ಹೇಳುತ್ತಾ ಇದೆ. ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯಿಂದ ಕೂಡಿದವನಾಗಿ ತಿರುಗಿ ಗಲಿಲಾಯಕ್ಕೆ ಹೋದನು. ಆತನ ಸುದ್ದಿಯು ಸುತ್ತಲಿರುವ ಪ್ರಾಂತದೆಲ್ಲ ಹಬ್ಬಿಕೊಂಡಿತು. ആത്മാവിന്റെ ശക്തിയോടുകൂടെ തന്നെ മടങ്ങി വന്നപ്പോൾ ശ്രുതി ചുറ്റുമുള്ള ദേശങ്ങളൊക്കെയും പരന്നു. ಆತ್ಮನ ಶಕ್ತಿಯಿಂದ ಹಿಂತಿರುಗಿ ಬಂದಾಗ ಆತನ ಸುದ್ದಿಯು ಆ ದೇಶದೆಲ್ಲ ಹಬ್ಬಿಕೊಂಡಿತು. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ വെളിപ്പെട്ടു തുടങ്ങിയാൽ ഇന്ന് വരെ ചെന്നെത്താത്ത മേഖലകൾക്കകത്ത് നിന്നിലൂടെ ദൈവനാമ മഹത്വമെടുക്കും. ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯಿಂದ ನೀನು ಆರಂಭಿಸಿದರೆ ಇವತ್ತಿನವರೆಗೆ ತಲುಪದ ಕಡೆಗಳಲ್ಲಿ ನಿನ್ನ ಸುದ್ದಿಯು ಕೂಡ ಹರಡುವಂತದಾಗಿದೆ. ഗലീലയുടെ ചരിത്രത്തെ തിരുത്തി കുറിക്കത്തക്ക നിലവാരത്തിൽ യേശു കർത്താവിന്റെ മേൽ ആത്മശക്തി വന്നെന്ന്. ಗಲಿಲಾಯದ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವ ರೀತಿಯಲ್ಲಿ ಯೇಸುವಿನ ಮೇಲೆ ಆತ್ಮಶಕ್ತಿ ಬಂದಿಳಿಯುತ್ತಂತ. ചില ദേശത്തിന്റെ പട്ടണത്തിന്റെ രാജ്യങ്ങളുടെ ചരിത്ര കുറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ಕೆಲವು ಪಟ್ಟಣಗಳ ದೇಶಗಳ ರಾಷ್ಟ್ರಗಳ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವಂತ ಒಂದು ಅಭಿಷೇಕದ ಶಕ್ತಿ ನಿನ್ನೊಳಗೆ ಅದು ಬರುವಂತದಾಗಿದೆ. ഇന്ന് പകൽക്കാലം ഗലീലയുടെ ചരിത്രത്തെ തിരുത്തി കുറിക്കത്തക്ക നിലവാരത്തിൽ ആത്മശക്തിയോടെ യേശു വന്നപ്പോൾ ഗലീലയിൽ മാത്രം ഒതുങ്ങിയില്ല, അത് ചുറ്റുമുള്ള പട്ടണങ്ങളിലേക്ക് അവന്റെ ശ്രുതി എത്തപ്പെട്ടെന്ന്. ಈ ಹಗಲು ಗಲಿಲಾಯದ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಅದನ್ನು ಹಲ್ಲೆಲೂಯಾ ಪುನರ್ಸ್ಥಾಪಿಸತಕ್ಕಾಗಿ ಬಂದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಆ ಒಂದು ಸುದ್ದಿಯು ಗಲಿಲಾಯಕ್ಕೆ ಮಾತ್ರ ಸೀಮಿತವಾಗದೆ ಸುತ್ತಣ ಪಟ್ಟಣಗಳೆಲ್ಲ ಹಬ್ಬಿಕೊಂಡಿತು. യേശു ഗലീലയിൽ നിന്ന് നേരെ യോർദാനിലേക്ക് വന്നപ്പോൾ ആത്മാവിന്റെ ശക്തിയോടുകൂടിയല്ല പോയത്. യേശു ഗലിലായದಿಂದ യോർദാനിಗೆ ಬಂದಾಗ ആത്മന ശക്തിಯಿಂದ അല്ല ಬಂದದ್ದು. എന്നാൽ യോർദാനിൽ നിന്ന് മടങ്ങി വരുന്ന യേശു കർത്താവിനെ പറ്റി തിരുവെഴുത്ത് പറയുന്നു, സാത്താന്യ കോട്ടകൾ തകരത്തക്ക നിലവാരത്തിൽ ഒരു ആത്മശക്തി അവന്റെ മേൽ വ്യാപരിച്ചു. ಆದರೆ ಯೋರ್ದಾನಿಂದ ಗಲಿಲಾಯಕ್ಕೆ ಬಂದಂತ ಯೇಸು ಕ್ರಿಸ್ತನು ಆತನು ಸುಮ್ಮನೆ ಆತನು ಬರುತ್ತಾ ಇಲ್ಲ, ಆತ್ಮನ ಶಕ್ತಿಯೊಂದಿಗೆ ಆತನು ಸೈತಾನ್ನ ಮಂಡಲಗಳಿಗೆ സവാലാಗಿ ನಿಂತುಕೊಂಡು ಆತನು ಬರುತ್ತಾ ಇದ್ದಾನೆ. പോയതുപോലല്ല തിരിച്ചു വരുന്നത് ഒരു ദൈവശക്തിയാലാണ്. ಹೋದ ಹಾಗೆಯಲ್ಲ ಹಿಂತಿರುಗಿ ಬರುವುದು ದೈವ ಶಕ್ತಿಯೊಡನೆ ಬರುತ್ತಾ ಇದ್ದಾನೆ. നീ വന്നതുപോലല്ല തിരിച്ചു പോകുന്നത് ഒരു ദൈവശക്തിയാലാണ്. ನೀನು ಬಂದ ಹಾಗೆಯಲ್ಲ ತಿರುಗಿ ಹೋಗುವುದು ಒಂದು ದೈವ ശക്തിಯೊಡನೆ ಬರುತ್ತೀಯ. ഇന്നലകളിൽ നിന്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും തടഞ്ഞ ചില ദേശങ്ങളിലേക്ക് നീ മടങ്ങി പോകുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചേ. ನಿನ್ನೆಯ ದಿನಗಳಲ್ಲಿ ನಿನ್ನ ಆಶೀರ್ವಾದಗಳನ್ನು ಆರೋಗ್ಯವನ್ನು ಸಂಗತಿಗಳನ್ನು ತಡೆಯೊಡೆದಂತ ಆ ದೇಶಕ್ಕೆ ನೀನು ಹಿಂತಿರುಗುವುದು, ಹಾಗೆ ಎಲ್ಲ ಹಿಂತಿರುಗಿ ಹೋಗುವುದು ದೇವ ശക്തിಯನ್ನು ധരിಸಿದವನಾಗಿ ಹಿಂತಿರುಗಿ ಹೋಗುವವನಾಗಿರುತ್ತೆ. ഇന്നലകളിൽ നിന്നെ ഒതുക്കിയ, ഇന്നലകളിൽ നിന്റെ തല ഉയർത്തൽ ആഗ്രഹിച്ച ചില ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നീ ദൈവശക്തിയാൽ കടന്നു ചെല്ലുമ്പോൾ ചില പൈശാചിക ആധിപത്യങ്ങൾ വഴിമാറാൻ പോകുക.
ನಿನ್ನೆಯ ದಿನಗಳಲ್ಲಿ ನಿನ್ನನ್ನು ತಲೆ ತಗ್ಗಿಸುವಂತೆ ಮಾಡಿದಂತ ಆ ದೇಶಕ್ಕೆ ನೀನು ಹಿಂತಿರುಗಿ ಹೋಗುವಾಗ ಕೆಲವು ಸೈತಾನ್ನ ಮಂಡಲಗಳು ಆಮೇಲೆ ತಲೆ ತಗ್ಗಿಸುವಂತೆ ನಿನ್ನ ತಲೆಯನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಆತನು ಕಳುಹಿಸುವಾತನಾಗಿದ್ದಾನೆ. നീ വന്നതുപോലെയല്ല മടങ്ങി പോകുന്നത്. ഒരു ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുക. Power in the name of Jesus. ನೀನು ಬಂದ ಹಾಗೆ ಅಲ್ಲ, ಹಿಂತಿರುಗಿ ಹೋಗುವುದು ಒಂದು ದೇವರ ಶಕ್ತಿ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆ ಶಕ್ತಿ ಇಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. ദൈവശക്തി നിന്നെ തൊടുന്നു. ದೇವ ಶಕ್ತಿ ನಿನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ. ദൈവ സാന്നിധ്യം നിന്നെ തൊടുന്നു. ದೇವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮುಟ್ಟುತ್ತಾ ಇದೆ. അഭിഷേകം നിന്റെ മേൽ വീഴുകയാ. ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. ആത്മ പകർച്ച നിന്റെ മേൽ വീഴുകയാ. ಆತ್ಮನ ಆವರಿಸುವಿಕೆ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. നിന്റെ മേൽ വ്യാപരിക്കുക. ದೇವರ ಕೃಪೆ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ, ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ, ಉದಯಿಸುವಂತ ಸೂರ್ಯನ ಹಾಗೆ സൂര്യ തേജസ്സോടെ നീ എഴുന്നേൽക്കാൻ പോകുകയാ. ಹೆಚ್ಚು ತೇಜಸ್ಸಿನೊಂದಿಗೆ ನೀನು ಎದ್ದೇಳಲು വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ಅವರು ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ವಂದನೆ ಸಲ್ಲಿಸಿ കാലഘട്ടങ്ങളെ തിരിക്കുന്ന പ്രവാചക ശബ്ദം വെളിപ്പെടട്ടെ. ಕಾಲಮಾನಗಳನ್ನು ಬದಲಾಯಿಸುವಂತ ಪ್ರವಾದನೆ ಶಬ್ದವು ಇಲ್ಲಿ ಮೊಳಗಲಿ. കാലഘട്ടങ്ങളെ തിരിക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. ಕಾಲಮಾನಗಳನ್ನು ತಿರುಗಿಸುವಂತ ಅಭಿಷಕ್ತರು ಇಲ್ಲಿ ಎದ್ದೇಳಲಿ. കാലഘട്ടങ്ങളിലെ ആധിപത്യങ്ങളെ തകർത്ത് കളയുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ಕಾಲಘಟ್ಟದ ಅಧಿಕಾರವನ್ನು ಕೆಡವಿ ಹಾಕುವಂತ ಒಂದು ಜನಾಂಗವು ಇಲ್ಲಿ ಹೇಳಲಿ. മഹത്വം വഹിക്കുന്ന ദൈവശക്തി വഹിക്കുന്ന ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ಮಹಿಮೆಯನ್ನು ಹೊರುವಂತ ಒಂದು ಜನಾಂಗವನ್ನು ಒಂದು ತಲೆಮಾರನ್ನು ದೇವರು ಇಲ್ಲಿ ಎಬ್ಬಿಸುವಾತನಾಗಿದ್ದಾನೆ. മത്തായി എഴുതിയ സുവിശേഷവും മലാക്കിയുടെ പ്രവചനവും തമ്മിൽ 400 വർഷത്തെ ഒരു കാലഘട്ടമുണ്ട്. ಮತ್ತಾಯನ ಸುವಾರ್ತೆಗೂ ಮಲಾಕಿಯ ಆ ಒಂದು ಪ್ರವಾಚನ ಪುಸ್ತಕಕ್ಕೂ 400 ವರ್ಷದ ಅಂತರವಿದೆ. ആ കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം എന്നാണ് പറയുന്നത്. ಆ ಕಾಲಘಟ್ಟವನ್ನು ಕಾರ್ಗತ್ತಲೆಯ ಘಟ್ಟ ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ദൈവ സന്നിധിയിൽ നിന്നവർ കൂറുമാറിയ ഒരു കാലഘട്ടം. ದೇವ ಸನ್ನಿಧಿಯಲ್ಲಿ ಇರುವಂತವರ ಆ ಒಂದು ಆಮೇಲೆ ಚರಿತ್ರೆ ಬದಲಾದಂತಹ ಕಾಲಮಾನ. ദൈവ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതിനെയൊക്കെ മറിച്ചു കളഞ്ഞ ഒരു കാലഘട്ടം. ದೇವ ಸನ್ನಿಧಿಯಲ್ಲಿ ನಂಬಿಗಸ್ತರಾಗಿ ನಿಂತವರನ್ನು ಆಮೇಲೆ ಬೀಳಿಸಿದಂತ ಒಂದು ಕಾಲಮಾನ. പിശാച് ജനത്തെ ബന്ധിച്ചിട്ടൊരു കാലഘട്ടം. ಸೈತಾನು ಜನರನ್ನು ಬಂಧನಕ್ಕೆ ಒಳಪಡಿಸಿದಂತ ಕಾಲಘಟ್ಟ. ജനത്തെ മൊത്തം നിരാശയിലോട്ട് കൊണ്ടുപോയ ഒരു കാലഘട്ടം. ಜನರನ್ನು ನಿರಾಶೆಗೆ ತಂದಾಕಿದಂತ ಕಾಲಘಟ್ಟ. അവനവന്റെ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത ഒരു കാലഘട്ടം. ಅವನವನ ಸಾಮ್ರಾಜ್ಯವನ್ನು ಕಟ್ಟುತ್ತಾ ಇದ್ದಂತ ಕಾಲಘಟ್ಟ. എന്നാൽ ഇരുണ്ട കാലഘട്ടത്തിന് നീക്കം വരുവാൻ ആത്മശക്തിയുള്ള ഒരു യേശു പുറത്തു വരണമായിരുന്നു. ಆದರೆ ಕತ್ತಲೆಯ ಕಾಲಮಾನವನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕೆ ಆತ್ಮಶಕ್ತಿ ಇರುವಂತ ಒಬ್ಬ ಯೇಸು ಅಲ್ಲಿ ಪ್ರತ್ಯಕ್ಷನಾಗಬೇಕಿತ್ತು. കാലഘട്ടത്തെ തിരിക്കുന്ന ഒരു ആത്മശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ಕಾಲಮಾನವನ್ನು ತಿರುಗಿಸುವಂತ ಆತ್ಮಶಕ್ತಿ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ഭവനത്തിന്റെ അറ്റ്മോസ്ഫിയറെ ചേഞ്ച് ചെയ്ത ഒരു ദൈവ സാന്നിധ്യം നിന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. ಮನೆಯ ವಾತಾವರಣ ಬದಲಾಯಿಸುವ ಒಂದು ಅಭಿಷೇಕ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುವಂತದಾಗಿದೆ. ചില ദേശത്തിന്റെ മേഖലകളെ തിരിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുകയാണ്. ಕೆಲವು ದೇಶಗಳ ಮುಖದ ಛಾಯೆಯನ್ನು ಬದಲಾಯಿಸುವ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಅದು ಪ್ರಕಟವಾಗುವಂತದಾಗಿದೆ. ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടത്തെ തിരിക്കുവാൻ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. ನಿನಗೆ ಇಷ್ಟವಿಲ್ಲದ കാലഘಟ್ಟವನ್ನು ತಿರುಗಿಸುವಂತ ಒಂದು ದೇವ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗಲಿ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിന് ആരാധന കൊടുത്തേ. ಈಗಾಗಲೇ ಎಷ್ಟು ಮಂದಿ ನಂಬುತ್ತೀರೋ ನಂಬುವವರು ಕರಘೋಷಗಳನ್ನು ದೇವರಿಗೆ ಸಲ್ಲಿಸಿರಿ. ഇരുണ്ട കാലഘട്ടം മാറട്ടെ. ಆಮೇಲೆ ಕತ್ತಲೆಯ ಕಾಲಮಾನ ಬದಲಾಗಲಿ. വേദനയുടെ കാലഘട്ടം മാറട്ടെ. ನೋವಿನ ಕಾಲಮಾನ ಬದಲಾಗಲಿ. ശാപത്തിന്റെ കാലഘട്ടം മാറട്ടെ. ಶಾಪದ ಕಾಲಮಾನ ശാപത്തിന്റെ കാലഘട്ടം മാറട്ടെ. ಶಾಪದ ಕಾಲಘಟ್ಟ രോഗത്തിന്റെ കാലഘട്ടം മാറട്ടെ. കാലഘട്ടത്തെ തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ಕಾಲಮಾನ ತಿರುಗಿಸುವ ದೇವ ಸಾನ್ನಿಧ್ಯ. സാത്താന്യ കോട്ടകളെ തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ಸಾತಾನ್ಯ ಸಾಮ್ರಾಜ್ಯವನ್ನು ಕೆಡವಿಯಾಕುವ അഭിഷേകമുള്ള ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടം. ಅಭಿಷೇಕವುಳ್ಳ ತಲೆಮಾರು ಏಳುವಂತ ಕಾಲಘಟ್ಟ. ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ഒരു തലമുറ. ದೇವ ಸಾನ್ನಿಧ್ಯವನ್ನು ಹೊರುವಂತ ತಲೆಮಾರು. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്ന ഒരു തലമുറ. ಅದ್ಭುತಗಳು ಆಮೆ ಸೂಚಕಾರ್ಯಗಳು ಕಾಣುವಂತ ತಲೆಮಾರು. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ಈಗಲೂ ನಂಬುವವರು ಕರಘೋಷವನ್ನು ಕರ್ತನಿಗೆ ಕೊಡ್ರಿ. നിന്റെ കരത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ನಿನ್ನ ಕರದೊಳಗೆ ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. അതരത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ನಿನ್ನ ಬಾಯಿಯೊಳಗೆ ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ശിരസിന്മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ಶಿರದ ಮೇಲೆ ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. അഭിഷേകത്തിന്റെ ഒരു പുഷ്ടി ഇതിന്റെ അകത്ത് വെളിപ്പെടുന്നു. ಅಭಿಷೇಕದ ಪುಷ್ಟಿ ಇಲ್ಲಿ പുറത്തു വരുന്ന സമയമാണ്. ಹೊರಗೆ ಬರುವ ಸಮಯವಾಗಿದೆ. ദൈവത്തിന്റെ
പുറത്തെടുക്കുന്ന പകൽക്കാലമാണ്. ಹೊರಗೆ ತರುವ ಸಮಯವಾಗಿದೆ. ಸಾಮ್ರಾಜ್ಯಗಳು വെട്ടേക്കുന്ന പകൽക്കാലമാണ്. ಸಾತಾನ್ಯ ಮಂಡಲಕ್ಕೆ ನೋವುಂಟಾಗುವಂತ ಸಮಯವಾಗಿದೆ. കാലഘട്ടത്തെ തിരിക്കുന്ന ഒരു അഭിഷേകം ഇതിന്റെ അകത്ത് ചലിക്കുകയാണ്. ಕಾಲಘಟ್ಟವನ್ನು ತಿರುಗಿಸುವ ಅಭಿಷೇಕದಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ഇതിന്റെ അകത്ത് കാഴ്ചക്കാർ വേണ്ട, ಇದರೊಳಗೆ ಪ್ರೇಕ್ಷಕರು ಬೇಡ. ഇതിന്റെ അകത്ത് പ്രാപിക്കുന്നവർ മതി. ಇದರೊಳಗೆ ಪಡೆದುಕೊಳ್ಳುವರು ಸಾಕು. ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ಇದರೊಳಗೆ ಪರಿಶುದ್ಧಾತ್ಮನು ಚಲಿಸ್ತಾ ಇದ್ದಾನೆ. ഇതിന്റെ അകത്ത് ദൈവശക്തി ചലിക്കുകയാണ്. ದೇವ ಶಕ್ತಿಯಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ನಂಬಿಕೆಯಿಂದ ಸ್ವೀಕರಿಸಿ. ചിലരെ ദൈവം ഡയറക്റ്റ് ആയി തൊടുന്നു. ಕೆಲವರನ್ನು ದೇವರು ಡೈರೆಕ್ಟ್ ಆಗಿ തൊടുന്നു. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ദൈവം നിന്നെ തൊടുന്നു. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. അഭിഷേകം ചലിക്കുകയാണ്. ಅಭಿಷೇಕ ಚಲಿಸ್ತಾ ಇದೆ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം. ನಿಯಂತ್ರಿಸಲಿಕ್ಕೆ ಆಗದ ದೇವ ಸಾನ್ನಿಧ್ಯ. എടുത്തെറിയുന്ന ഒരു ദൈവ സാന്നിധ്യം. ಎಸೆಯುವಂತ ದೇವ ಸಾನ್ನಿಧ್ಯ. നിന്റെ കാലഘട്ടത്തെ തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ಕಾಲಮಾನವನ್ನು ಬದಲಾಯಿಸುವ ಸಾನ್ನಿಧ್ಯ. അവസ്ഥകളെ തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ಸ್ಥಿತಿಗಳನ್ನು ಬದಲಾಯಿಸುವ ದೇವ ಸಾನ್ನಿಧ್ಯ. വ്യാപരിച്ചു തുടങ്ങട്ടെ. ಇದರೊಳಗೆ ಇಳಿಯಲೇ. ഇതിന്റെ അകത്ത് വ്യാപരിച്ചു തുടങ്ങട്ടെ. ಇದರೊಳಗೆ ಪ್ರಾಪಿಸಲೇ. വിശ്വസിക്കുന്ന നിന്റെ അകത്തുനിന്ന് ನಂಬುವವರು ನಿನ್ನೊಳಗಿದ್ದ. തിരുവെടുത്ത് പറയുന്നത് പോലെ ಶಾಸ್ತ್ರದ ಪ್ರಕಾರ ജീവജലത്തിന്റെ നദി, ಜೀವಜಲದ ನದಿಯು ഈ അറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ಈ ಬದಿಯಿಂದ ಆ ಬದಿಯವರೆಗೂ അല്ലാതെ കടപ്പാൻ പറ്റാത്ത ಆಮೆನ್ ನೈಟ್ ನಡೆಸಲಿಕ್ಕೆ ಆಗದ ആത്മശക്തി, ದೇವ ಶಕ್ತಿ, power, ಆಮೆನ್ fire, ಶಕ್ತಿ, Holy Spirit. തൊടട്ടെ ಉಡರಬಲ യേശുവിന്റെ നാമത്തിൽ power. ദൈവശക്തി ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ, ದೇವಶಕ್ತಿ ಇಳಿಯಲಿ, ದೇವಶಕ್ತಿ അധികാരം ചലിക്കട്ടെ. ದೈವಿಕ Power in the ಅಧಿಕಾರ name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Fire, Holy Spirit. ദൈവ സാന്നിധ്യം ചലിക്കുന്നു, ದೇವ ಸಾನ್ನಿಧ್ಯ ಚಲಿಸ್ತಾ ಇದೆ. അഭിഷേകം ചലിക്കുന്നു, ಅಭಿಷೇಕ ಚಲಿಸ್ತಾ ಇದೆ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ, പരിശുദ്ധാത്മാവിനെ മുട്ടുകയാ. ദൈവശക്തി നിന്നെ തൊടുകയാ. ദൈവശക്തി ഇಳಿಯುತ್ತಾ ಇದೆ. അസാധാരണമാകുന്ന അഭിഷേകം, ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕ, അസാധാരണമാകുന്ന ദൈവശക്തി, ಅಸಾಧಾರಣ ದೈವಶಕ್ತಿ, പൈശാചിക കോട്ടകൾ തകരുകയാ. ಸೈತಾನನ ಸಾಮ್ರಾಜ್ಯ ಕೆಡವಲ್ಪಡುತ್ತಾ ಇದೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ദൈവിക കൃപാവരങ്ങൾ ചലിക്കട്ടെ, ದೈವಿಕ ಕೃಪಾವರಗಳು ദൈവിക ಚಲಿಸಲಿ. കൃപാവരങ്ങൾ ചലിക്കട്ടെ, ദൈവിക കೃಪಾವರಗಳು ദൈവിക ಚಲಿಸಲಿ. കൃപാവരങ്ങൾ ചലിക്കട്ടെ. ದೈವಿಕ ಕೃಪಾವರಗಳು ಚಲಿಸಲಿ. കത്തുന്ന ഒരു അഭിഷേകത്തിലേക്ക്, ದೊಡ್ಡ ಅಭಿಷೇಕಕ್ಕೆ, കത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് ದಯಿಸುವಂತ ദൈവം ಅಭಿಷೇಕಕ್ಕೆ നിന്നെ പുറത്തെടുക്കുകയാ. അവരನ್ನು ಹೊರಗೆ ತರುತ್ತಾ നിനക്ക് ಇದ್ದಾನೆ. നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം, ನಿಯಂತ್ರಿಸಲಿಕ್ಕಾಗದ ದೇವ നിനക്ക് ಸಾನ್ನಿಧ್ಯ, വഹിക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം. ವಹಿಸಲಿಕ್ಕಾಗದ ದೇವ Fire, ಸಾನ್ನಿಧ್ಯ, Holy Spirit. ദൈവശക്തി. ದೇವಶಕ್ತಿ ഉടമന രഗദൽ ഖമന ഘടകന വൈഡ ശന്തന ആർത്തനാദ ഘടകന ചുടമന രഗദൽ ഖമന ഘടക സിയാരക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി തൊടുന്നു, 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 തൊടുന്നു. ದೈವಶಕ್ತಿ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ, ಮುಟ್ಟುತ್ತಾ ಇದೆ. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ನೀವು ಅದನ್ನು ಸ್ವೀಕರಿಸಿರಿ, ഇത് നിന്റെ ಸ್ವೀಕರಿಸಿರಿ. ടൈമാണ്, ಇದು ನಿಮ್ಮ ಸಮಯವಾಗಿದೆ, നിന്റെ ടൈമാണ്, ನಿಮ್ಮ ಸಮಯವಾಗಿದೆ. നിന്നെ ഒതുക്കിയതിനെ തകർക്കാനുള്ള ടൈമാണ്. ನಿಮ್ಮನ್ನು സೀಮಿತಪಡಿಸಿ ನೀವು ദൈവം ಒಡೆಯುತ್ತೀರಿ. നിന്നെ എഴുന്നേൽപ്പിക്കുന്ന സമയമാണ്. ನಿಮ್ಮನ್ನು ಎಬ್ಬಿಸುವ ಸಮಯವಾಗಿದೆ. ശത്രുവിന്റെ ആയുധപ്പുറകൾക്ക് തീ വെക്കുന്ന സമയമാണ്. ಸೈತಾನನ ಆಯುಧ ಶಾಲೆಗೆ ಬೆಂಕಿ ಇಡುವ ಸಮಯ. സാത്താന്യ കോട്ടകൾ തകരുന്ന പകൽക്കാലമാണ്. ಸಾತಾನ್ಯ ಸಾಮ್ರಾಜ್ಯವು ಕೆಡವಲ್ಪಡುವ ಸಮಯ. നിന്റെ ഭാവിയെ ബന്ധിച്ച ബന്ധനം അഴിയുക. ನಿನ್ನನ್ನು ಬಂಧಿಸಿದ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುವುದು. നിന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനം അഴിയുക. ನಿನ್ನ ಸಂತತಿಯನ್ನು ಬಂಧಿಸಿದ ಬಂಧನಗಳು നിന്നെ ಬಿಚ್ಚಲ್ಪಡುವುದು. രോഗിയാക്കിയ ബന്ധനം അഴിയുക. ನಿನ್ನ ರೋಗಿಯನ್ನಾಗಿ ಮಾಡಿದ ಬಂಧನ നിന്റെ ಮುರಿಯುತ್ತದೆ. ലാൻഡിനെ ബന്ധിച്ച ബന്ധനം അഴിയുക. ಭೂಮಿಯನ್ನು ಬಂಧಿಸಿದ ಬಂಧನ ಮುರಿಯುತ್ತದೆ. അസാധാരണമാകുന്ന അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നു. ಸಾಧಾರಣವಾದ ಅಭಿಷೇಕದಲ್ಲಿ ಚಲಿಸ್ತಾ ദൈവം ಇದೆ. നിന്നെ തൊടുന്നുണ്ട്, ದೇವರ ನಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ദൈവം ಇದ್ದಾನೆ. നിന്നെ തൊടുന്നുണ്ട്. ದೇವರ ನಮ್ಮನ್ನು ಸ್ಪರ್ಶಿಸ್ತಾ ദൈവത്തിന്റെ ಇದ್ದಾನೆ. കരം നിന്റെ മേൽ വെളിപ്പെടുകയാ. ದೇವರ ಹಸ್ತ ನಿಮ್ಮ ಮೇಲೆ ദൈവത്തിന്റെ ಪ್ರಕಟವಾಗ್ತಾ കരം ಇದೆ. നിന്നെ വെളിപ്പെടുകയാ. ದೇವರ ಹಸ್ತ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗ್ತಾ യേശുവിന്റെ ಇದೆ. നാമത്തിൽ, യേശുവിൻ നാമದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമದಲ್ಲಿ ഇപ്പോൾ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാ. ಈಗ ದೇವ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. കുടുംബത്തിന്റെ അകത്ത് ചില വിടുതൽ വെളിപ്പെടുകയാ. ಕುಟುಂಬದೊಳಗೆ ಕೆಲವು ಬಿಡುಗಡೆಗಳು ನಡೆಯುತ್ತವೆ. സംബന്ധമായി തടസ്സം നിന്ന ചിലതിനെ തമ്പുരാൻ വെട്ടാൻ പോവാ. ಭವಿಷ್ಯತ್ತನ್ನು ತಡೆಯೊಡ್ಡಿದ ಕಾರ್ಯಗಳನ್ನು ದೇವರು ಇವತ್ತು ಮುರಿದು ಹಾಕುವನಾಗಿದ್ದಾನೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് നന്ദി ನಂಬುವವರು പറഞ്ഞു. ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿ. ദൈവശക്തിയോട് എത്ര പേർ പ്രതികരിക്കും? ದೇವ ಶಕ್ತಿಯೊಂದಿಗೆ ಯಾರು ദൈവ സാന്നിധ്യത്തോടെ എത്ര പേർ പ്രതികരിക്കും? ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಎಷ್ಟು ಮಂದಿ ಪ್ರತಿಕ್ರಿಯಿಸುತ್ತೀರಿ? പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു ബോധ്യമായാൽ ನನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. അടുത്തിരിക്കുന്നവനെ നോക്കരുതേ. ಯಾರು ಹತ್ತಿರದವನು ಗಮನಿಸಬೇಡ್ರಿ. ഈ അഭിഷേകത്തോട് പ്രതികരിച്ചേ. ಅಭಿಷೇಕದ ಪ್ರತಿಕ್ರಿಯಿಸಿರಿ. അഭിഷേകം നിന്നെ ആൽമാറിയവനെ പോലെയാക്കും. ಅಭಿಷೇಕ ನಿನ್ನ ವ್ಯಕ್ತಿಯನ್ನು ವ್ಯಕ್ತಿತ್ವವನ್ನು അഭിഷേകം നിന്റെ ಬದಲಾಯಿಸುತ್ತದೆ. മേൽ ദൈവശക്തി പകരും. ಅಭಿಷೇಕವು ದೇವ ಶಕ್ತಿಯಾಗಿ ಪರಿಣಮಿಸುತ್ತದೆ. ആമേൻ. ശത്രു വിട്ട റേഞ്ചുകൾക്കപ്പുറമായി ചാടിക്കടക്കുവാൻ ಸೈತಾನಿಟ್ಟದ ಪರಿಮಿತಿಯನ್ನು ದಾಟಿ ಹೋಗುವುದಕ್ಕೆ അഭിഷേകം നിനക്ക് പുതുച്ചിറകുകൾ നൽകി തരും. ಅಭಿಷೇಕವು ನಿನಗೆ ಹೊಸ ರೆಕ್ಕೆಗಳನ್ನು ಕೊಡುವುದು. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. യേശു കർത്താവ് വന്നതുപോലല്ല തിരികെ പോകുന്നത്. ಯೇಸು ಬಂದಾಗೆಲ್ಲ ಈ
തിരികെ പോകുವಂತದ್ದು. നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. ಬಂದಾಗ ತಿರುಗಿ ಹೋಗುವುದಿಲ್ಲ. നീ വന്നതുപോലെ തിരിച്ചു വരാനല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്. ಬಂದಾಗ ತಿರುಗಿ ಹೋಗುವುದಕ್ಕಲ್ಲ ದೇವರು മണ്ണിന്റെ അകത്തുനിന്ന് വന്നത് വെറുതെ പോകാനല്ല. ಇದರ ಒಳಗೆ ಬಂದದ್ದು ಸುಮ್ಮನೆ ಹೋಗುವುದಕ್ಕಾಗಿಲ್ಲ. നിന്നെ ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്നത് വെറുതെ പോകാനല്ല. ಇಲ್ಲಿ ತಂದದ್ದು ಸುಮ್ಮನೆ ಹೋಗುವುದಕ್ಕಾಗಿಲ್ಲ. 3 ദിവസം ഇവിടെ ഇരുത്തിയത് നീ വെറുതെ പോകാനല്ല. 3 ದಿನ ಇಲ್ಲಿ ಕೂರಿಸು ಸುಮ್ಮನೆ ಹೋಗುವುದಕ್ಕಾಗಿಲ್ಲ. നീ വന്നത് പോകാനല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്. ಅಂದಾಗೆ ಹೋಗುವುದಕ್ಕಲ್ಲ ದೇವರನ್ನು ತಂದದ್ದು. ഒരു ഇരട്ടി പങ്ക് നിന്റെ മേൽ പകരാൻ പോകുകയാണ്. ಇಮ್ಮಡಿಯಾದ ಅಭಿಷೇಕವನ್ನು ದೇವರು ನಿನಗೆ ನೀಡುವಾತನಾಗಿದ್ದಾನೆ. ಶಕ್ತನಾಗುന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ചലിക്കാൻ പോകുകയാണ്. ಆಮೆನ್ ಹಲ್ಲೆಲೂಯಾ. ಮೂರನೇವನಾದ ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನಲ್ಲಿ ಚಲಿಸುವನಾಗಿದ್ದಾನೆ. എന്റെ ദൈവത്തെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ನನ್ನ ಜನರನ್ನು ಆರಾಧಿಸಕ್ಕೆ ನನ್ನ ಜನರನ್ನು ಬಿಟ್ಟು ಬಿಡು. ദേശത്തിന്റെ ആധിപത്യങ്ങൾ വഴിമാറട്ടെ. ದೇಶದ ಅಂಧಕಾರಗಳು ಆಡಳಿತಗಳು ಬಿಟ್ಟು ಹೋಗಲಿ. പൊളിഞ്ഞു പോകട്ടെ. ಎಲ್ಲ ಆತನ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ಟೆರಿಟೋರಿಯಲ್ ಸ್ಪಿರಿಟ್ಗಳು വഴിമാറട്ടെ. ಎಲ್ಲ ವಲಯವನ್ನು ಇಟ್ಟಂತ ಆತ್ಮವು ಬಿಟ್ಟು ಹೋಗಲಿ. ಡುನಾಮಿಸ್ ಪವರ್, ಡುನಾಮಿಸ್ ಶಕ್ತಿ. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറഞ്ഞേ. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. വന്നതുപോലെയല്ല യേശു മടങ്ങി പോകുന്നത്. ಬಂದ ಹಾಗೆಲ್ಲ ಯೇಸು ಹಿಂತಿರುಗಿ ಹೋಗುವಂತದ್ದು. വന്നതുപോലെയല്ല തമ്പുരാൻ മടങ്ങി പോകുന്നത്. ಬಂದ ಹಾಗೆಲ್ಲ ದೇವರು ಹಿಂತಿರುಗಿ ಹೋಗುವಂತದ್ದು. അവൻ യോർദാനിലേക്ക് വന്നപ്പോൾ വെറുതെയാണ് വന്നത്. ಯೋರ್ದಾನಿಗೆ ಬಂದಾಗ ಸುಮ್ಮನೆ ಬಂದನು. എന്നാൽ യോർദാൻ വിട്ടു പോകുന്നത് ആത്മശക്തിയാലാണ്. ಯೋರ್ದಾൻ ಬಿಟ್ಟು ಹೋಗುವುದು ಆತ್ಮಶಕ್ತಿ. ഇന്ന് പകൽക്കാലം DGM ചർച്ച് ഈ സെഷൻ വിട്ടു പോകുമ്പോൾ ദൈവശക്തിയാൽ നീ നിറയപ്പെടും. ಈ ಹಗಲು DGM ಚರ್ಚ್ ಅನ್ನು ನೀನು ಬಿಟ್ಟು ತೆರಳುವಾಗ ದೈವ ಶಕ್ತಿಯೊಂದಿಗೆ ಹೋಗುತ್ತೀಯ. ആ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിച്ച ഒരു ദൈവ മനുഷ്യൻ സ്നാപക യോഹന്നാൻ. ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ದೇವರಿಂದ ಉಪಯೋಗಿಸಲ್ಪಟ್ಟ ದೇವ ಮನುಷ್ಯನಾಗಿದ್ದನು ಸ್ನಾನಿಕನಾದ യോഹന്നാന്റെ പ്രസംഗം ദൈവശക്തിയാലായിരുന്നു. ಯೋಹಾನನ ಪ್ರಸಂಗವು ದೇವ ಶಕ್ತಿಯೊಂದಿಗೆ ಒಳಗೊಂಡಿತ್ತು. അവൻ പടയാളികളെ കണ്ട് ഭയപ്പെട്ടില്ല. ಆತನ ಸಿಪಾಯಿಗಳನ್ನು ನೋಡಿ ಭಯಪಟ್ಟಿಲ್ಲ. രാജാവിനെ കണ്ട് ഭയപ്പെട്ടില്ല. ಅರಸರುಗಳನ್ನು ನೋಡಿ ಭಯಪಟ್ಟಿಲ್ಲ. പരീശന്മാരെ കണ്ട് ഭയപ്പെട്ടില്ല. ಫರಿಸಾಯರನ್ನು ನೋಡಿ ಭಯಪಟ್ಟಿಲ್ಲ. തുളച്ചു വരുന്ന ജീവന്റെ വചനം പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ಆಮೇಲೆ ತೂರಿ ಹೋಗುವಂತ ಜೀವನ ವಾಕ್ಯವನ್ನು ಆತನು ಸಾರುತ್ತಾ ಇದ್ದನು. അവൻ ദൈവവചനത്തിന് കൂട്ടിച്ചേർത്തില്ല. ಅವನು ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಬೆರಕೆ ಮಾಡಲಿಲ್ಲ. മനുഷ്യന്റെ പാപത്തെ വിരൽ ചൂണ്ടി പ്രവാചകൻ സംസാരിച്ചു. ಮನುಷ್ಯನ ಪಾಪವನ್ನು ಬೆರಳು ತೋರಿಸಿ ಮಾತನಾಡಿದನು. അന്ന് വരെ ഇസ്രായേൽ കേൾക്കാത്ത ദൈവത്തിന്റെ വചനം, ಅಂದುವರೆಗೆ ಇಸ್ರಾಯೇಲ್ ಕೇಳದ ದೇವರ ವಾಕ್ಯವನ್ನು, ആ വചനത്തിന്റെ അകത്ത് ദൈവശക്തി ഉണ്ടായിരുന്നു. ಆ ವಾಕ್ಯದೊಳಗೆ ದೇವ ಶಕ್ತಿ ಇತ್ತು. എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, നീയാണോ യേശു? ಎಲ್ಲರೂ ಕೇಳಿದ ಒಂದು ಪ್ರಶ್ನೆ ಇದೆ, ನೀನಾಗಿದೆಯೋ ಯೇಸು? ഞങ്ങൾ കാത്തിരിക്കുന്ന മശിഹ നീയാണോ? ನಾವು ಕಾದಿರುವಂತ ಮೆಸ್ಸಿಯ ನೀನಾಗಿದೆಯೋ? നമ്മളാണെങ്കിൽ പറഞ്ഞേനെ ഞാനായിരുന്നെന്ന്. ನಾವಾದರೆ ಹೇಳ್ತಿದ್ದೆವು ನಾನೆಂಬುದಾಗಿ. അങ്ങനെയായിരുന്നെങ്കിൽ 12 ഗോത്രം യോഹന്നാൻ എടുത്തുകൊണ്ട് നടന്നേനെ. ಹಾಗೆ ಆಗಿರುತ್ತಿದ್ದರೆ 12 ಕುಲಗಳು ಕೂಡ ಯೋಹಾನನ್ನು ಎತ್ತಿಕೊಂಡು ನಡೆಯುತ್ತಿದ್ದರು. പക്ഷേ അവൻ പറഞ്ഞു ഞാനല്ല അവൻ. ಆದರೆ ಅವನು ಹೇಳಿದ್ರು ನಾನಲ್ಲ. അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല. ಆತನ ಕೆರದ ಭಾರನ ಬಿಚ್ಚುವುದಕ್ಕೂ ನಾನು ಯೋಗ್ಯನಲ್ಲ. നിന്റെ അയോഗ്യതയ ദൈവം തിരഞ്ഞെടുക്കുന്ന യോഗ്യത. ನಿನ್ನ ಅಯೋಗ್ಯತೆಯಾಗಿದೆ ದೇವರು ಆರಿಸಿಕೊಳ್ಳುವಂತ ಯೋಗ್ಯತೆ. ഒന്നുമില്ല കർത്താവെ എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്നെ തൊടും. ಏನು ಇಲ್ಲ ತಂದೆಯೇ ಎಂಬುದಾಗಿ ಒಪ್ಪಿಸಿಕೊಟ್ಟರೆ ಅವನು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾನೆ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ രാജാവായ ദാവീദ് തന്നെയാണെങ്കിലും അവൻ തന്റെ രാജകീയ വസ്ത്രത്തിന് മുമ്പാകെ പെട്ടകത്തിന് ചുറ്റും നിന്ന് തുള്ളി. ದೇವ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗುವಾಗ ಅರಸನಾಗಿರುವಂತ ದಾವೀದನು ಕೂಡ ತಾನು ತನ್ನ ಸಿಂಹಾಸನವನ್ನು ಮರೆತು ಯೆಹೋವನ ಮಂಜೂಷದ ಮುಂದೆ ನೃತ್ಯವಾಡಿದನು. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ದೇವ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾದರೆ ನಮಗೆ ಸುಮ್ಮನೆ ಇರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നവനെ നിയന്ത്രിക്കുന്നത് ദൈവശക്തിയാണ്. ದೇವ ಸಾನ್ನಿಧ್ಯವು ಪ್ರಕಟವಾಗುವಂತವನನ್ನು ನಿಯಂತ್ರಿಸುವುದು ದೇವರಾತ್ಮನಾಗಿದ್ದಾನೆ. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ಯೋಹಾನನ್ ಕೂಗಿ ಹೇಳಿದನು, ഞാൻ നിന്നെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. ನಾನು ನಿನ್ನ ನೀರಿನಿಂದ ದೀಕ್ಷಾ ಸ್ನಾನ എന്നാൽ ಮಾಡಿಸ್ತೇನೆ. എന്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്. ಆದರೆ ನನ್ನ ಹಿಂದೆ ಒಬ್ಬಾತನು ಬರುತ್ತಾ അവൻ ಇದ್ದಾನೆ. നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. ಆತ ನಿಮ್ಮನ್ನು ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಬೆಂಕಿಯಿಂದಲೂ ಅಭಿಷೇಕಿಸ್ತಾನೆ. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ ನಾನು ನಿಮ್ಮನ್ನು ನೀರಿನಿಂದ ದೀಕ್ಷಾ ಸ್ನಾನ ಕೊಡುವ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ಅವನು ನಿಮ್ಮನ್ನು ಪವಿತ್ರಾತ್ಮನ ದೀಕ್ಷಾ ಸ್ನಾನ അവൻ നിങ്ങളെ തീയാൽ സ്നാനം കഴിപ്പിക്കും. ಅವನು ನಿಮ್ಮನ್ನು ಬೆಂಕಿಯಲ್ಲಿ ದೀಕ್ಷಾ ಸ್ನಾನ ಮಾಡಿಸ್ತಾನೆ. ഇന്ന് പകൽക്കാലം തീയുടെ അഭിഷേകം ഇതിന്റെ അകത്ത് ചലിക്കണം. ಈ ಆಗಲು ಬೆಂಕಿಯ ಅಭಿಷೇಕದಲ್ಲಿ ಚಲಿಸಬೇಕು. ഇതിന്റെ അകത്ത് തീയുടെ സാന്നിധ്യം ചലിക്കണം. ಇಲ್ಲಿ ಆ ಬೆಂಕಿಯ ಸಾನ್ನಿಧ್ಯ ಚಲಿಸಬೇಕು. കൊച്ചു അന്യഭാഷ കൊണ്ട് നീ ഒതുങ്ങരുത്. ಸ್ವಲ್ಪ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಸೀಮಿತನಾಗಬೇಡ. കൊച്ചു പ്രാർത്ഥന കൊണ്ട് നീ ഒതുങ്ങരുത്. ಚಿಕ್ಕ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಸೀಮಿತವಾಗಬೇಡ. ഒരു തീയുടെ അഭിഷേകം നീ പ്രതീക്ഷിക്കണം.
പ്രതീക്ഷിച്ചു. ಒಂದು ಬೆಂಕಿಯ ಅಭಿಷೇಕ ನಿರೀಕ್ಷಿಸು. തീയുടെ പ്രത്യേകത എന്താണ്? ಬೆಂಕಿಯ ವಿಶೇಷತೆ ಏನು? തീ ഒന്ന് ശുദ്ധീകരിക്കുമെന്ന്. ಬೆಂಕಿ ಶುದ್ಧೀಕರಿಸುವಂತದಾಗಿದೆ. എത്ര വലിയ പ്രവാചകനാണേലും, ನಾ ಎಷ್ಟು ದೊಡ್ಡ ಪ್ರವಾದಿಯಾದ യേശയ്യാവ് വിളിച്ചു പറഞ്ഞ ശുദ്ധിയില്ലാത്ത തരമുള്ള മനുഷ്യനാ. ಯೆಶಾಯನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಾನು ಹೊಲಸು ತುಟಿಯವರ ಮಧ್ಯದಲ್ಲಿ ವಾಸ ഈ ಮಾಡ್ತೇನೆ. ലോകത്തിലെ ഒരു മനുഷ്യനും പെർഫെക്റ്റ് മനുഷ്യനല്ല. ಈ ಲೋಕದ ಮನುಷ್ಯನು ಯಾರು ಸಂಪೂರ್ಣರಲ್ಲ. 2000 വർഷമായി പരിശുദ്ധാത്മാവ് നോക്കിയിട്ട് ഞാൻ ഉൾപ്പെടെ ഒരു മനുഷ്യനും പെർഫെക്റ്റ് മനുഷ്യനല്ല. 2000 ವರ್ಷಗಳಿಂದ ಪವಿತ್ರಾತ್ಮನು ದರ್ಶಿಸಿದನು, ನನ್ನ ಕೂಡ ಯಾರು ಕೂಡ ಆಮೆ ಪೂರ್ಣರಲ್ಲ. ദൈവ സാന്നിധ്യം വന്നപ്പോൾ പാപബോധം വെളിപ്പെട്ടു. ದೇವ ಆತ್ಮನು ಬಂದಾಗ ಪಾಪದ ಕುರಿತಾದ ಅರಿವು തീ അവന്റെ ആദരത്തെ വന്ന് തൊട്ടു. ಬೆಂಕಿ ಅವನ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟಿತು. ഒന്ന് ദൈവ സാന്നിധ്യം തീ നിന്നെ ശുദ്ധീകരിക്കും. ಒಂದು ದೈವ ಸಾನ್ನಿಧ್ಯ ಬೆಂಕಿ ನಿನ್ನನ್ನು ಶುದ್ಧೀಕರಿಸುವಂತದ್ದಾಗಿದೆ. രണ്ട് ആമേൻ തീ ആമേൻ സ്വരം നിനക്ക് വെളിച്ചം തരും. ಎರಡು ಆ ಬೆಂಕಿ ನಿನಗೆ ಬೆಳಕನ್ನು ಕೊಡುವಂತದ್ದಾಗಿದೆ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, സമാഗമന കൂടാരമുണ്ട്. ಈ ಹಗಲು ನಂಬಿರಿ, ಆಮೆ ದೇವದರ್ಶನ ಗುಡಾರವಿದೆ. അവിടെ വിളക്കുണ്ട്, ധൂപപീഠമുണ്ട്, യാഗപീഠമുണ്ട്. ಅಲ್ಲಿ ದೀಪವಿದೆ, ಆಮೇಲೆ ಧೂಪಪೀಠವಿದೆ, ಅಲ್ಲಿ ಯಜ್ಞಗಳಿದೆ. അവിടെ വിളക്കിന്മേലോ ധൂപപീഠത്തിന്മേലോ യാഗപീഠത്തിന്മേലോ മനുഷ്യർ കത്തിച്ച തീയല്ല, അത് ഉയരത്തിൽ നിറങ്ങി വന്ന ജീവന്റെ തീയാണ്. ಅಲ್ಲಿ ಯಜ್ಞವೇದಿಯ ಮೇಲೆಯೋ ದೀಪಸ್ತಂಭದ ಮೇಲೆಯೋ ಮನುಷ್ಯರು ಕೊಟ್ಟಂತ ಆಮೆ ಉರಿಸಿದಂತ ಬೆಂಕಿ ಎಲ್ಲ ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದಂತ ಬೆಂಕಿ. ലോകത്തിന്റെ തീ ആമേൻ അതിന്റെ സൗന്ദര്യത്തെ കെടുത്തുമ്പോൾ ദൈവത്തിന്റെ തീ മുൾപടപ്പിനെ തേജസ്സുള്ളതാക്കി മാറ്റും. ಲೋಕದ ಬೆಂಕಿಯು ನಿನ್ನ ಸೌಂದರ್ಯವನ್ನು ಇಲ್ಲದಂತೆ ಮಾಡುವಾಗ ಪರಲೋಕದ ಬೆಂಕಿಯು ನಿನಗೆ ಸೌಂದರ್ಯವನ್ನು ಕೊಡುವಂತದಾಗಿದೆ. ഇന്ന് പകൽക്കാലം നിന്റെ കുറവുകൾക്ക് മേൽ ആ ദൈവ സാന്നിധ്യം കത്തിയിറങ്ങാൻ പോകുകയാണ്. ಈ ಹಗಲು ನಿನ್ನ ಒಳಗೆ ಆ ದೇವ ಸಾನ್ನಿಧ್ಯ ಒತ್ತಿ ಇರಿಯುವಂತದಾಗಿದೆ. തേജസ്സിനെ വർദ്ധിപ്പിക്കുന്ന ഒരു തീ, ನಿನ್ನ ಆಮೆ ತೇಜಸ್ಸನ್ನು ಹೆಚ್ಚಿಸುವಂತ ಸಾನ್ನಿಧ್ಯ, ഓജസ്സിനെ വർദ്ധിപ്പിക്കുന്ന ഒരു തീ, ನಿನ್ನ ಮುಖದ ಆ ಒಂದು ಭಾವವನ್ನು ഈ ಹೆಚ್ಚಿಸುವ ആലയത്തിന്റെ അകത്ത് അത് കത്തിയിറങ്ങട്ടെ. ಈ ಆಲಯದಲ್ಲಿ ಇದು ಒತ್ತಿ ಉರಿಯಲಿ. ദൈവത്തിന് വേണ്ടത് കനൽ കട്ടകളാണ്. ದೇವರಿಗೆ ಬೇಕಾದುದು ಕೆಂಡಗಳಾಗಿದೆ. ദൈവത്തിന് വേണ്ടത് കരിക്കഷ്ണങ്ങളല്ല. ದೇವರಿಗೆ ಬೇಕಾದುದು ಮಸಿ ಅಲ್ಲ. കരിക്കഷ്ണം ആർക്ക് വേണേലും എടുക്കാം. ಮಸಿ ಯಾರಿಗೂ ಬೇಕಾದ್ರೆ ಮುಟ್ಟಬಹುದು. കനൽ കട്ടത്തെ തൊടാൻ പാടാ. ಆದರೆ ಬೆಂಕಿಯ ಕೆಂಡವನ್ನು ಮುಟ್ಟಲಿಕ್ಕೆ കനൽ കട്ടത്തെ തൊട്ടാൽ അവന്റെ കൈ പൊള്ളും. ಕೆಂಡವನ್ನು ಮುಟ್ಟಿದರೆ ಅವನ ಕೈ ಸುಟ್ಟು ಹೋಗುತ್ತದೆ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിളിച്ചു പറഞ്ഞ ഞാൻ കരിക്കഷ്ണമല്ല കനൽ കട്ടയായി മാറാൻ പോകുകയാണ്. ನೀವು ಸಾರಿ ಹೇಳಿರಿ, ನಾನೊಂದು ಮಸಿ ಅಲ್ಲ, ನಾನೊಂದು ಕೆಂಡವಾಗಿದ್ದೇನೆ. കനൽ കട്ടയാണെങ്കിൽ അതിന്റെ അകത്തൊരു തീ വ്യാപരിക്കണം. ಆಮೇಲೆ ಕೆಂಡವಾದರೆ ಅದರೊಳಗೆ ಒಂದು ಬೆಂಕಿಯು ಪ್ರಕಟವಾಗುತ್ತದೆ. പകൽക്കാലം നിങ്ങൾക്ക് കരിക്കഷ്ണമായിട്ടിരിക്കാം, കനൽ കട്ടയായിട്ടിരിക്കാം. ಈ ಆಗಲು ನಿಮಗೆ ಒಂದು ಮಸಿಯಾಗಿರಲು ಸಾಧ್ಯ, ಒಂದು ಕೆಂಡವಾಗಿರ್ಲಿಕ್ಕೂ ಸಾಧ್ಯ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കാം, നിങ്ങൾക്ക് തീയുടെ അഭിഷേകത്തിലേക്ക് വേണേ കയറാം. ನಿಮಗೆ ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಬೇಕಾದರೂ ಜೀವಿಸಬಹುದು, ಅಥವಾ ಬೆಂಕಿ ಅನುಭವಕ್ಕೆ ಕೂಡ ನಿಮಗೆ ಬರಬಹುದು. ഇന്ന് പകൽക്കാലം അവൻ നിന്റെ തീയാൽ സ്നാനം കഴിപ്പിക്കുന്നു. ಆಗಲೂ ಬೆಂಕಿಯಿಂದ ಆತನು ದೀಕ್ಷಾ ಸ್ನಾನಗೊಳಿಸುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം ഒരു തീ ഇതിന്റെ അകത്ത് വ്യാപരിക്കാൻ പോകുന്നു. ಆಗಲೂ ಆ ಬೆಂಕಿಯಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ആ തീ നിന്നെ സ്നാനം കഴിപ്പിക്കാൻ പോകുന്നു. ಆ ಬೆಂಕಿ ನಿನ್ನನ್ನು ದೀಕ್ಷಾ ಸ್ನಾನ ಮಾಡಿಸುವಂತದಾಗಿದೆ. തീക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, ചലനശേഷിയുണ്ട്. ಬೆಂಕಿಗೆ ಇನ್ನೊಂದು ವಿಶೇಷತೆ ಏನೆಂದರೆ ಚಲಿಸುವಂತೆ ಮಾಡುವಂತದಾಗಿದೆ. ഇന്ധനം കത്തുമ്പോൾ അത് ചലിക്കുന്നത് പോലെ, ಇಂಧನ ಒತ್ತಿ ಇರುವಾಗ ಆ ಯಂತ್ರವು ಚಾಲನೆಯಲ್ಲಿ ಬರುವ ಹಾಗೆ ഈ ഒരു സീസൺ ദൈവം നിന്നെ ചലിപ്പിക്കുന്ന സീസൺ ആണ്. ಈ ಒಂದು ಕಾಲಮಾನವು ನಿನ್ನನ್ನು ಚಲಿಸುವಂತೆ ಮಾಡುವಂತ ಕಾಲ. ചലന മറ്റു കിടക്കുന്ന സീസൺ അല്ല, ಇದು ಚಲನರಹಿತವಾದ ಸಮಯವಲ್ಲ, ചലിക്കുന്ന സീസൺ ആണ്. ನೀನು ಚಲಿಸುವ ಸಮಯವಾಗಿದೆ. ഇത് ചലിക്കുന്ന സീസൺ ആണ്. ಇದು ಚಲಿಸುವ ಕಾಲವಾಗಿದೆ. കൈ കൊടുത്തിട്ട് പറ, ഇത് ചലിക്കുന്ന സീസൺ ആണ്. ಹತ್ತಿರದವರಿಗೆ ಕರ ಕೊಟ್ಟು ಹೇಳಿರಿ, ಇದು ಚಲಿಸುವ ಸಮಯವಾಗಿದೆ. വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്ത്, ನಂಬುವವರು കരಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. Praise the Lord. Praise the Lord. യോഹന്നാന്റെ സ്റ്റേറ്റ്മെന്റ്, ಯೋಹಾನನ ಒಂದು അവൻ നിന്നെ ಪದ, തീയാൽ അഭിഷേകം ചെയ്യും. ಬೆಂಕಿಯಿಂದಲೂ ಅಭಿಷೇಕಿಸ್ತಾನೆ. ഇന്ന് പകൽക്കാലം തീയാൽ അഭിഷേകം ചെയ്താൽ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ വിറയ്ക്കും. ಈ ಹಗಲು ಬೆಂಕಿಯಿಂದ ಅಭಿಷೇಕಿಸಿದರೆ ದೇಶಗಳು ನಿಮ್ಮ ಮುಂದೆ ನಡುಗುತ್ತದೆ. പട്ടണങ്ങൾ നിന്റെ മുമ്പിൽ വിറയ്ക്കും. ಪಟ್ಟಣ ನಿನ್ನ ನೋಡಿ ನಡುಗುತ್ತದೆ. സാത്താന്യ കോട്ടകൾ നിന്റെ മുമ്പിൽ മറയ്ക്കും. ಸೈತಾನ್ ನೋಡಿ ನಡುಗುತ್ತಾನೆ. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു യോർദാനിലേക്ക് കടന്നു വരുന്നു. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಯೇಸು ಯೋರ್ದಾನಿಗೆ ಹಿಂತಿರುಗಿ ಬರುತ್ತಾನೆ. യോർദാനിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ಯೋರ್ದಾನಿಗೆ ಬಂದಾಗ ಯೋಹಾನನು ದೀಕ್ಷಾ ಸ್ನಾನ ಕೊಡಿಸ್ತಾ
ಇದ್ದಾನೆ. ಸ್ನಾನಂ ಪೆಂತಕೋಸ್ತುകാരുടെ ഉപദേശമല്ല. ದೀಕ್ಷಾಸ್ನಾನವು ಪೆಂತಕೋಸ್ತಿನವರ ಉಪದೇಶವಲ್ಲ. സ്നാനം ദൈവവചനത്തിന്റെ ഉപദേശമാണ്. ದೀಕ್ಷಾಸ್ನಾನವು ದೇವರ ವಾಕ್ಯದ ಉಪದೇಶವಾಗಿದೆ. യേശുവിനെ വിശ്വസിക്കുന്നവൻ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തവൻ സ്നാനപ്പെട്ടിരിക്കണം. ಯೇಸುವನ್ನು ನಂಬಿದವನು ಹೃದಯದಿಂದ ಸ್ವೀಕರಿಸಿದವನು ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಬೇಕು. നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്നാനം ആവശ്യമാണ്. ದೇವರ ರಾಜ್ಯದೊಳಗೆ ಪ್ರವೇಶಿಸಬೇಕಾದರೆ ದೀಕ್ಷಾಸ್ನಾನ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದದ್ದು. ഇന്ന് പകൽക്കാല സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സ്നാനത്തിനായുള്ള കാര്യങ്ങളെ ചെയ്യണം. ಈ ಹಗಲು ಯಾರಾದರೂ ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದದವರಿದ್ದರೆ ದೀಕ್ಷಾಸ್ನಾನಕ್ಕೆ ಸಿದ್ಧನಾಗಬೇಕು, ನೀನು ಅದನ್ನು ಮಾಡಬೇಕು. യേശു കർത്താവ് ആമേൻ സ്വര യോർദാനിലേക്ക് കടന്നു വരുന്നു. ಯೇಸು ಸ್ವಾಮಿ ಯೋರ್ದಾನ್ ತೀರಕ್ಕೆ ಬರುತ್ತಾ ಇದ್ದಾನೆ. യോർദാനിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാനം നിർത്തി. ಯೋರ್ದಾನಿಗೆ ಆತನು ಬಂದಾಗ ಯೋಹಾನ ದೀಕ್ಷಾಸ್ನಾನ യോഹന്നാൻ സ്നാനക്കുളത്തിൽ നിന്ന് കയറി. ಯೋಹಾನನು ದೀಕ್ಷಾಸ್ನಾನದ ಆ ನದಿಯಿಂದ ಮೇಲೆ ಬಂದನು. യേശുവിന്റെ അടുക്കൽ ചെന്ന ആ മനുഷ്യൻ മുട്ടുകുത്തി. ಯೇಸುವಿನ ಬಳಿಗೆ ಹೋಗಿ ಆತನು ಮೊಣಕಾಲೂರಿದನು. നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. ನಿನ್ನಿಂದ ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದುವುದಕ್ಕೆ ನನಗೆ ಅಗತ್ಯವಿದೆ. യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക. ಯೇಸು ಹೇಳಿದ, ಈಗ ಒಪ್ಪಿಕೋ. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ಹೀಗೆ ಎಲ್ಲಾ ನೀತಿಯನ್ನು ನೆರವೇರಿಸುವುದು ಉಚಿತ. താഴ്മയാണ് ഉയർച്ചയ്ക്ക് നിതാന്തം. ತಾಳ್ಮೆಯಾಗಿದೆ ಉದ್ಧಾರಕ್ಕೆ ಕಾರಣ. താഴ്മയാണ് നിന്റെ വളർച്ചയ്ക്ക് നിതാന്തം. ತಾಳ್ಮೆಯಾಗಿದೆ ನಿನ್ನ ಬೆಳವಣಿಗೆಯ ಸೂತ್ರ. അതുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ಅದರಿಂದ ಯೇಸು ಹೀಗೆ ಹೇಳಿದನು, മനുഷ്യപുത്രന്മാരിൽ യോഹന്നാനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. ಮನುಷ್ಯ ಕುಮಾರರಲ್ಲಿ ಯೋಹಾನನಿಗಿಂತ ದೊಡ್ಡ ಪ್ರವಾದಿಗಳು ಎದ್ದಿಲ್ಲ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് താഴുവാൻ മനസ്സുണ്ട്, ദൈവം നിന്നെ ഉയർത്തും. ಈ ಹಗಲು ನೀನು ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಮನಸ್ಸಿರುವುದಾದರೆ ದೇವರನ್ನು ತಕ್ಕ ಕಾಲದಲ್ಲಿ ಮೇಲಕ್ಕೆತ್ತುತ್ತಾನೆ. വഴി മാറുന്നു. ಕೆಲವು ಶೂನ್ಯತೆಗಳು ದಾರಿ ಬಿಡುತ್ತಾ ಇದೆ. ശൂന്യതകൾ വഴി മാറുന്നു. ಶೂನ್ಯತೆಗಳು ದಾರಿ ಬಿಡುತ್ತಾ ಇದೆ. ശൂന്യതകൾ വഴി മാറുന്നു. ಶೂನ್ಯತೆಗಳು ದಾರಿ ಬಿಟ್ಟು ദൈവത്തിന്റെ മനോഹരിതമാക്കാൻ പോവുകയാണ്. ದೇವರನ್ನು ಸುಂದರವನ್ನಾಗಿ ಮಾಡುತ್ತಾನೆ. ദൈവത്തിന്റെ കുടുംബത്തെ മനോഹരിതമാക്കി മാറ്റാൻ പോകുന്നു. ಕುಟುಂಬವನ್ನು ಸುಂದರವನ್ನಾಗಿ ಮಾಡುತ್ತಾನೆ. പകൽക്കാലം ഒരു ശൂന്യതകളെ ദൈവം എടുത്തു കളയാൻ പോകുന്നു. ಶೂನ್ಯತೆಗಳನ್ನು ತೆಗೆದುಹಾಕುತ್ತಾನೆ. ഭൂമിയിന്മേൽ ചലിച്ച ദൈവ സാന്നിധ്യം. ಭೂಮಿಯ ಮೇಲೆ ಚಲಿಸಿದ ದೇವ ಸಾನ್ನಿಧ್ಯ. മണ്ണിന്റെ അകത്ത് ചലിക്കുന്ന ചില ടെറിട്ടോറിയൽ സ്പിരിറ്റിനെ ദൈവം ശാസിക്കുന്നു. ಮಣ್ಣಿನ ಕಾಮೆ ಒಳಗೆ ಕಾರ್ಯ ಮಾಡುವ ಕೆಲವು ಕತ್ತಲೆಯ ಕೆಲವು ಆವರಣಗಳನ್ನು. ആഴത്തിന്മീതെ ഇരുളുള്ളപ്പോൾ തന്നെ, ಆದಿಸಾಗರದ ಮೇಲೆ ಕತ್ತಲಿರುವಾಗಲೇ അതിന് വിരോധമായി ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. ಅದರ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ಚಲಿಸುತ್ತಾರೆ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ಈಗಾಗಲೇ ಅಂತ ದೇವ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗಲಿ. പരിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ಚಲಿಸುವುದು ಎಂದರೆ അത് പൊരുന്തിയിരിക്കുക എന്നർത്ഥം. ಅದು ಕಾವು ಕೂತುಕೊಳ್ಳುವುದಂತ. ആ കോഴി പൊരുന്തിയിരുന്നാൽ എന്തുണ്ടാകും? ಕೋಳಿಯು ಕಾವು ಕೂತರೆ ಏನಾಗುತ್ತೆ? 21 ദിവസം കഴിയുമ്പോൾ അത് ചലിക്കും. 21 ದಿನ ಕಳೆಯುವಾಗ ಚಲಿಸುತ್ತದೆ. അതിന്റെ അകത്തൊന്ന് ജീവൻ ഉണ്ടാകും. ಅದರ ಒಳಗಿಂದ ಜೀವ അതിന്റെ ಉಂಟಾಗುತ್ತದೆ. അകത്തൊന്ന് ചൈതന്യം ഉണ്ടാകും. ಅದರೊಳಗಿಂದ അതിന്റെ അകത്തൊന്ന് ശബ്ദം ഉണ്ടാകും. ಅದರೊಳಗೆ ಶಬ್ದ ಉಂಟಾಗುತ್ತದೆ. പകൽക്കാലം ആത്മാവനോട് പറയുന്നു, ಈಗಾಗಲೇ ಆತ್ಮ ನನಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ദൈവാത്മാവ് ഈ സഭയ്ക്കകത്ത് പൊരുന്തിയിരിക്കാൻ പോകുകയാണ്. ದೇವರಾತ್ಮನು ಇಲ್ಲಿ ಈ ಸಭೆಯೊಳಗೆ ಕಾವು ಕೂತುಕೊಳ್ಳುವಾತನಾಗಿದ್ದಾನೆ. ദൈവം നിന്റെ മേൽ പൊരുന്തിയിരിക്കാൻ പോകുകയാണ്. ದೇವರು ನಿನ್ನ ಮೇಲೆ ಕಾವು ಕೂತುಕೊಳ್ಳುತ್ತಾನೆ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പൊരുന്തിയിരിക്കാൻ പോകുകയാണ്. ದೇವರಾತ್ಮ ನಿನ್ನ ಮೇಲೆ ಕಾವು ಕೂತುಕೊಳ್ಳುತ್ತಾನೆ. In the name of Jesus. ದೇವ ಶಕ್ತಿ ಯೇಸುವಿನ Fire, Holy Spirit. ದೇವರಾತ್ಮನ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ದೇವ ಶಕ್ತಿ ಇಳಿಯಲಿ. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ಕರಗಡ್ಡಾಬೆ ಕಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ കഥ ചലിക്കട്ടെ. ದೇವ ಸಾನ್ನಿಧ್ಯ ಇದರೊಳಗೆ ಚಲಿಸಲಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ അകത്ത് 3 വിധ അഭിഷേകങ്ങൾ. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ತ್ರಿವಿಧ ಅಭಿಷೇಕ. അവൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ಅವನು ಅರಸರುಗಳನ್ನು ಅಭಿಷೇಕಿಸಿದ. അവൻ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തു. ಯಾಜಕರನ್ನು ಅವನು ಅಭಿಷೇಕಿಸಿದ. അവൻ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തു. ಆತನು ಪ್ರವಾದಿಗಳನ್ನು ഈ ಅಭಿಷೇಕಿಸಿದ. 3 കൂട്ടരെയാണ് പഴയ നിയമത്തിന്റെ അഭിഷേകം ചെയ്യുന്നത്. 3 ಗುಂಪಿನವರನ್ನು ದೇವರು ಪ್ರವಾದಿಗಳು ಅಭಿಷೇಕಿಸ್ತಾ ಇದ್ದರು. പഴയ നിയമത്തിന്റെ അഭിഷേകം 5 വിധമാകുന്ന ലവംഗ സുഗന്ധ വർഗ്ഗങ്ങൾ കൊണ്ടുള്ള അഭിഷേകമാണ്. ಹಳೆ ಒಡಂಬಡಿಕೆಯ ಅಭಿಷೇಕವು 5 ರೀತಿಯಾದ ವಸ್ತುಗಳಿಂದ ಕೂಡಿದಂತ ಅಭಿಷೇಕವಾಗಿತ್ತು. പുരോഹിത അഭിഷേകം ലേവി ഗോത്രത്തിന് മാത്രമേ ഉള്ളൂ. ಯಾಜಕ ಅಭಿಷೇಕವು ಲೇವಿ ಕುಲಕ್ಕೆ ಮಾತ್ರ. രാജകീയ അഭിഷേകം ഉന്നത കുലത്തിന് മാത്രമേ ഉള്ളൂ. ರಾಜಕೀಯ ಅಭಿಷೇಕ ಉನ್ನತ ಕುಲಕ್ಕೆ ಮಾತ್ರ. പ്രവാചക അഭിഷേകം ദൈവം സെലക്ട് ചെയ്യുന്നവന് മാത്രമേ ഉള്ളൂ. ಪ್ರವಾದಿ ಅಭಿಷೇಕ ದೇವರು ಆರಿಸಿಕೊಳ್ಳುವವರಿಗೆ ಮಾತ್ರ. പുതിയ നിയമത്തിന്റെ അഭിഷേകം മാനുഷികമായി ഉണ്ടാക്കുന്ന കൂട്ടുകൾ കൊണ്ടല്ല. ಆದರೆ ಆ ಹೊಸ ಒಡಂಬಡಿಕೆ ಅಭಿಷೇಕವು ಮನುಷ್ಯ ನಿರ್ಮಿತವಾದಂತ ತೈಲದಿಂದಲ್ಲ. അത് അവൻ വിശ്വസിക്കുന്ന ജനത്തിന്റെ മേലാണ് അഭിഷേകം വ്യാപരിക്കുന്നത്.
ನಂಬುವಂತ ಜನರ ಮೇಲೆ ಅದು ಇಳಿಯತಕ್ಕದಾಗಿದೆ. പഴയ നിയമത്തിന്റെ അഭിഷേകം ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പുതിയ നിയമത്തിന്റെ അഭിഷേകം ആത്മീയയുടെ അഭിഷേകമാണ്. ಹಳೆಯ ಒಡಂಬಡಿಕೆಯ ಅಭಿಷೇಕವು ಒಂದು ಕಾಲಘಟ್ಟಕ್ಕೆ ಸೀಮಿತವಾದರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯ ಅಭಿಷೇಕವು ಅದು ಬೆಂಕಿಯ ಅಭಿಷೇಕವಾಗಿದೆ. എന്നാൽ നിന്നെ തൊടുന്നവൻ പൊള്ളത്തക്ക നിലവാരത്തിൽ തീ നിന്റെ അകത്ത് വ്യാപരിക്കും. ಅರ್ಥ ನಿನ್ನನ್ನು ಮುಟ್ಟುವಂತವರು ಬೆಂಕಿಯು ಹತ್ತಿಕೊಳ್ಳುವ ರೀತಿಯಲ್ಲಿ ನಿನ್ನೊಳಗಿಂದ ಬೆಂಕಿ ಹೊರಡುವಂತದಾಗಿದೆ. ചിലർ നിന്നെ നോക്കി പറയും അവർക്കെതിരെ എന്ത് ചെയ്താലും ഫലിക്കത്തില്ല, കാരണം തീയുടെ അഭിഷേകം നിന്റെ മേൽ കിടക്കുകയാണ്. ಕೆಲವರು ನಿನ್ನ ನೋಡಿ ಹೇಳ್ತಾರೆ ಅವರಿಗೆ ಏನು ಮಾಡಿದರೆ ಫಲಿಸುವುದಿಲ್ಲ ಎಂಬಂತ ರೀತಿಯಲ್ಲಿ ನಿನ್ನೊಳಗಿಂದ ಅಗ್ನಿ ಚಲಿಸುವಂತದಾಗಿದೆ. നീ ഒരു ദേശത്തേക്ക് കാല് വെക്കുമ്പോൾ ചില അന്ധകാരം വഴിമാറും, കാരണം തീയാണ് നീ. ನೀನು ಒಂದು ದೇಶಕ್ಕೆ ಕಾಲಿಡುವಾಗ ಕೆಲವು ಅಂಧಕಾರಗಳು ದಾರಿ ಬಿಡುತ್ತದೆ, ಕಾರಣ ನೀನೊಂದು ಬೆಂಕಿಯಾಗಿದೆ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അഭിഷേകം ഇതിന്റെ അകത്ത് ചലിക്കട്ടെ. ಈಗಲೂ ಅಂತ ಒಂದು ಅಭಿಷೇಕದಲ್ಲಿ ಚಲಿಸಲಿ. ആ അഭിഷേകത്തിന്റെ പിന്നിൽ 5 വിധമാകുന്ന ശുശ്രൂഷാ വൃന്ദങ്ങളുണ്ട്. ಅಭಿಷೇಕದ ಹಿಂದೆ 5 ರೀತಿಯ ಸೇವೆಗಳು ಇದೆ. ഒന്നാമത്തവനാണ് അപ്പോസ്തലൻ, ಒಂದನೆಯವನು ಅಪೊಸ್ತಲನು, 2 പ്രവാചകൻ, 2 ಪ್ರವಾದಿ, 3 ഇടയൻ, 3 4 ಸಭಾಪಾಲಕ, സുവിശേഷകൻ, 4 ಉಪದೇಶಕ, 5 ഉപദേഷ്ടാവ്, 5 ಸುವಾರ್ತಿಕ. എന്നാൽ ഒന്നാമത് നിൽക്കുന്ന അപ്പോസ്തലനാണ്. ಆದರೆ ಒಂದನೇದಾಗಿ ನಿಲ್ಲುವುದು ഒരു ಅಪೊಸ್ತಲನಾಗಿದೆ. പ്രവാചകന്റെ ദൗത്യം പ്രവചിക്കുക പോകുക മാത്രം. ಒಬ್ಬನ ಪ್ರವಾದಿಯ ಜವಾಬ್ದಾರಿ ಎಂದರೆ ಪ್ರವಾದಿಸು ಹೋಗು ಮಾತ್ರ. ഇടയന്റെ ശുശ്രൂഷ ആടുകളെ പരിപാലനമാണ്. ಆಮೇಲೆ ಕುರುಬನ ಸೇವೆ ಎಂಬುದು ಸಭೆಯನ್ನು ಪಾಲನೆ ಮಾಡುವುದಾಗಿದೆ. സുവിശേഷൻ ദൗത്യം സുവിശേഷം അറിയിക്കുക മാത്രമാണ്. ಸುವಾರ್ತಿಕನ ಜವಾಬ್ದಾರಿ ಸುವಾರ್ತೆಯನ್ನು ಕೊಡುವುದು ಮಾತ್ರ. ഇന്ന് പകൽക്കാലം ടോപ്പ് നിലവാരത്തിൽ നിൽക്കുന്ന ഒരു അനോയിന്റിംഗ് ഉണ്ട്, അതാണ് അപ്പോസ്തലിക അനോയിന്റിംഗ്. ಆದರೆ ಅತ್ಯುಚ್ಚವಾದಂತ ಸ್ಥಾನದಲ್ಲಿ ನಿಲ್ಲುವಂತ ಒಂದು ಅಭಿಷೇಕ ಇದೆ, ಅದು ಅಪೋಸ್ತಲಿಕವಾದಂತ ಅಭಿಷೇಕವಾಗಿದೆ. അപ്പോസ്തലിക അനോയിന്റിംഗിന്റെ അകത്ത് 5 വിധമാകുന്ന ശുശ്രൂഷയുണ്ട്. ಅಪೋಸ್ತಲ ಸೇವೆಯಲ್ಲಿ 5 ರೀತಿಯ ಸೇವೆಗಳು ಇದೆ. അപ്പോസ്തലനാണെങ്കിൽ അവനിലൂടെ അസാധാരണമാകുന്ന കാര്യങ്ങൾ നടക്കും. ಅಪೋಸ್ತಲನಾದರೆ ಅವನ ಮೂಲಕ ಸಾಧಾರಣ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತವೆ. അവന്റെ അകത്തൊരു പ്രവാചകൻ കാണും, ಅವನೊಳಗೆ ಒಬ್ಬ ಪ್ರವಾದಿ ಇದ್ದಾನೆ. അവന്റെ അകത്തൊരു ഇടയൻ കാണും, ಅವನೊಳಗೆ ಒಬ್ಬ ಕ್ರೂಬ ಇದ್ದಾನೆ. അവന്റെ അകത്തൊരു സുവിശേഷകൻ കാണും, ಅವನೊಳಗೆ ಒಬ್ಬ ಸುವಾರ್ತಿಕರಿದ್ದಾನೆ. അവന്റെ അകത്തൊരു ഉപദേഷ്ടാവ് കാണും. ಅವನೊಳಗೆ ಒಂದು ಉಪದೇಶಕರಿದ್ದಾನೆ. ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്നു DGM ചർച്ചിന്റെ പ്രസിഡന്റ് അങ്ങനെയുള്ള അനോയിന്റിംഗ് ഉള്ള മനുഷ്യനാണ്. ಇವತ್ತು ನಾನು ಅಭಿಮಾನವುಳ್ಳವನಾಗಿದ್ದೇನೆ. DGM ಸಭೆಯ ಮುಖ್ಯ ಅಧಿಕಾರಿಯವರು ಅಂತ ಸೇವಕರಾಗಿದ್ದಾರೆ. ഇന്ന് പകൽക്കാലം ആ അഭിഷേകം ആ മനുഷ്യനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ജനത്തിന്റെ മേലേക്ക് വ്യാപരിക്കുന്നു. ಅಂತ ಅಭಿಷೇಕ ಅವರಲ್ಲಿ ಮಾತ್ರ ಸೀಮಿತವಾಗುವಂತದಲ್ಲ, ಆ ಅಭಿಷೇಕವು ಸಭೆಯಲ್ಲಿ ಅದು ಪ್ರಕಟವಾಗುವಂತದ್ದಾಗಿದೆ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് ചലിക്കും. ಈ ಆಗಲು ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಅತ್ಯಂತ ಅಧಿಕವಾದಂತಹ ಒಂದು ಅಭಿಷೇಕ ಇದರೊಳಗೆ ಚಲಿಸುತ್ತದೆ. അവൻ ചിലരെ തീയാൽ അഭിഷേകം ചെയ്യാൻ പോകുന്നു. ಆತನು ಕೆಲವರನ್ನು ಬೆಂಕಿಯಿಂದ ಅಭಿಷೇಕಿಸ್ತಾನೆ. അവൻ ചിലരെ തീയാൽ അഭിഷേകം ചെയ്യാൻ പോകുന്നു. ಆತನು ಕೆಲವರನ್ನು ಬೆಂಕಿಯಿಂದ ಅಭಿಷೇಕಿಸ್ತಾನೆ. എത്ര പേർ അതിന് തയ്യാറാണ്? ಎಷ್ಟು ಮಂದಿ ಅದಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಿ? നീ വന്നതുപോലെ മടങ്ങി പോകത്തില്ല. ನೀನು ಬಂದ ಹಾಗೆ ಹಿಂತಿರುಗಿ ಹೋಗುವುದಿಲ್ಲ. യേശു കർത്താവ് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. ಯೇಸು ಸ್ವಾಮಿ ದೇವರ ನೀತಿಯನ್ನು ನೆರವೇರಿಸುವುದಕ್ಕೆ ಈ ಧರೆಗೆ ಬಂದನು. അവൻ ജലത്തിൽ നിന്ന് പൊങ്ങി ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപേണ അവന്റെ മുന്നിൽ ഇറങ്ങി വന്നു. ಆತನು ನೀರಿನಿಂದ ಮೇಲಕ್ಕೆ ಬಂದಾಗ ಆಕಾಶವನ ಮುಂದೆ ತೆರೆದು ಪಾರಿವಾಳದ ರೂಪದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಮೇಲೆ ಬಂದನು. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ നിലവാരത്തിൽ യോർദാന്റെ ആമേൻ അന്തരീക്ഷത്തിന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. ತಂದೆ ಮಗ ಪರಿಶುದ್ಧಾತ್ಮನು ಯೋರ್ದಾನ್ನ ತೀರದಲ್ಲಿ ಒಟ್ಟಾಗಿ ಸಮ್ಮೇಳನಗೊಂಡಿದ್ದಾರೆ. 400 വർഷം പിശാച് അടച്ചു കളഞ്ഞ ആകാശമണ്ഡലങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഇതാ ഭൂമിയിലേക്ക് ദൈവശബ്ദം വെളിപ്പെടുന്നു. 400 ವರ್ಷಗಳು ಮುಚ್ಚಿ ಇಟ್ಟಂತ ದೈವ ಶಬ್ದವನ್ನು ಈಗೋ ಆಕಾಶವನ್ನು ಭೇದಿಸಿಕೊಂಡು ಈಗ ಕೆಳಗಿಳಿದು ಬಂದಿದೆ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, അങ്ങനെ ഒരു ദൈവശബ്ദം ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുന്നു. ಈ ಆಗಲು ಹಾಗೆ ನಂಬಿರಿ, ಅಂತ ಒಂದು ದೈವ ಶಬ್ದವು ಇದರೊಳಗೆ ಪ್ರಕಟವಾಗುವಂತದ್ದಾಗಿದೆ. പിതാവാകുന്ന ദൈവത്തിന്റെ പ്രസൻസ്, ತಂದೆಯಾಗಿರುವ ದೇವರ ಸಾನ್ನಿಧ್ಯ, പുത്രനാകുന്ന യേശുവിന്റെ സാന്നിധ്യം, ಮಗನಾಗಿರುವ ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯ, പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ಪರಿಶುದ್ಧಾತ್ಮನು ಪಾರಿವಾಳದ ರೂಪದಲ್ಲಿ ദൈവം വിളിച്ചു പറഞ്ഞു, ഈവൻ എന്റെ പ്രിയപുത്രനാണ്. ದೇವರು ಕೂಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಈತ ನನ್ನ ಪ್ರಿಯ ಮಗನು. ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുന്നു, നീ ദൈവത്തിന്റെ വകയാണ്. ಈ ವೇಳೆಯಲ್ಲಿ ಆತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೀನು ಕರ್ತನಿಗೆ ಸಂಬಂಧಪಟ್ಟವನು, ദൈവത്തിന്റെ വകയാണ്, ನೀನು ಕರ್ತನಿಗೆ ಮೀಸಲಾದವನು, പ്രിയപുത്രനാണ്, ನೀನು ನನ್ನ ಪ್ರಿಯ ಕುಮಾರನಾಗಿದ್ದೀಯ, പ്രിയപുത്രിയാണ്, ನನ್ನ ಪ್ರಿಯ ಪುತ್ರಿಯಾಗಿದ್ದೀಯ. പകൽക്കാലം ഒരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ വീഴട്ടെ. ಇದರ ಆಗಲ ವೇಳೆ ದೇವ ಸಾನ್ನಿಧ್ಯ ನಿನ್ನ ಮೇಲೆ ಬೀಳಲಿ. ദൈവ ശബ്ദത്തിന്റെ പിന്നിൽ
ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ಈ ಶಬ್ದದ ಹಿಂದೆ ಕಾರ್ಯ ಮಾಡುವ ದೇವ ಸಾನ್ನಿಧ್ಯವಿದೆ. യോർദാനിൽ നിന്ന് യേശു കർത്താവ് മടങ്ങി പോകുമ്പോൾ, ಯೋರ್ದಾನಿಂದ ಯೇಸು ಹಿಂತಿರುಗಿ ಬರುವಾಗ, അവിടെ വചനം ലൂക്കോസ് 4:1 ഇങ്ങനെ കാണുന്നു. ಅಲ್ಲಿ ವಾಕ್ಯದಲ್ಲಿ ಲೂಕನ ಸುವಾರ್ತೆ 4:1 ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ. അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ യോർദാൻ വിട്ടു മടങ്ങി. ಅವನು ಪರಿಶುದ್ಧಾತ್ಮನದ ತುಂಬಿದವನಾಗಿ ಯೋರ್ದಾನನ್ನು ಬಿಟ್ಟು ಹೊರಟು ಹೋದನು. യേശു എങ്ങനെ മടങ്ങി? ಯೋರ್ದಾನಿಂದ ಯೇಸು ಹೇಗೆ ಹೊರಟನು? എന്റെ ചിന്തയിൽ പറഞ്ഞ നിറവില്ലാതെ യേശു യോർദാൻ വരെ വന്നു. ಯೇಸು ನನ್ನ ಒಂದು ಧ್ಯಾನದಲ್ಲಿ ಹೇಳಬೇಕಾದ್ರೆ ಆತನು ತುಂಬಲ್ಪಡದವನಾಗಿ ಯೋರ್ದಾನ ಬಳಿಗೆ ಬಂದನು. യോർദാൻ വിട്ടു പോകുന്നത് ഒരു നിറവിന്റെ അനുഭവമാണ്. ಯೋರ್ದಾನ್ ಬಿಟ್ಟು ಹೋಗುವಾಗ ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆಯ ಅನುಭವದಲ್ಲಿ. ഇന്ന് പകൽക്കാലം എത്ര പേര് ആ നിറവ് ആഗ്രഹിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ಆ ತುಂಬಲ್ಪಡುವಿಕೆಯನ್ನು ಬಯಸ್ತೀರಿ? ആ നിറവിലേക്കൊന്ന് കയറി വരാൻ ആഗ്രഹിക്കുന്നു. ಆ ತುಂಬಿಸುವಿಕೆಯನ್ನು ಎಷ್ಟು ಮಂದಿ ಇವತ್ತು ಬಯಸ್ತೀರಿ? ആ ദൈവീയ നിറവൊന്ന് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു. ದೈವಿಕವಾದ ತುಂಬಲ್ಪಡುವಿಕೆಯನ್ನು ಎಷ್ಟು ಮಂದಿ ಬಯಸ್ತೀರಿ? യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ಯೇಸು ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬಲ್ಪಟ್ಟವನಾಗಿ ಯೋರ್ದಾನನ್ನು ಬಿಟ್ಟು ಹಿಂತಿರುಗಿ ಹೋದನು. നിറഞ്ഞവനെ പിന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ತುಂಬಲ್ಪಟ್ಟವನನ್ನು ನಡೆಸುವುದು ಮತ್ತೆ ದೇವರ ಆತ್ಮನಾಗಿದ್ದಾನೆ. നിറഞ്ഞ യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് ആത്മാവനെ മരുഭൂമിയിലേക്ക് വഴി നടത്തി. ತುಂಬಿದಂತ ಯೇಸುವನ್ನು ಪರಿಶುದ್ಧಾತ್ಮನು ಅಡವಿಗೆ ಕೊಂಡು ಒಯ್ದನು. അവൻ സ്വന്തം ചിന്തയ്ക്കകത്ത് നടക്കുകയല്ലായിരുന്നു. ಅವನ ಸ್ವಂತ ಮನಸ್ಸಿನ ಪ್ರಕಾರ ನಡೆಯುತ್ತಿದ್ದನು. സ്വന്തം ആലോചന പ്രകാരം നടക്കുകയല്ലായിരുന്നു. ಸ್ವಂತ ಆಲೋಚನೆ ಪ್ರಕಾರ ಅಲ್ಲ ನಡೆದದು. ആത്മാവ് അവനെ നടത്തുകയായിരുന്നു. ಆತ್ಮನವನು ನಡೆಸ್ತಾ ಇದ್ದನು. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ಆತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವ ಒಂದು ತಲೆಮಾರು ಏಳಲಿ. ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ಆತ್ಮನಿಂದ ನಿಯಂತ್ರಿಸಲ್ಪಡುವ ಒಂದು ತಲೆಮಾರು ಜನಾಂಗ ಏಳಲಿ. പകൽക്കാലം വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ಆಗಲೂ ನಂಬುವವರು ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നീ നടക്കുകയല്ല, നിന്റെ ദൈവം നടത്താൻ പോകുന്നു. ಈ ಮೀಟಿಂಗ್ ಕಳೆದು ನೀನು ನಡೆಯುವುದಿಲ್ಲ, ದೇವರು ನೀನು ನಡೆಸುತ್ತಾನೆ. ആത്മാവിൽ നിറഞ്ഞവനെ, ಒಂದು ಆತ್ಮದಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟವನನ್ನು ആത്മാവിൽ നടത്തി ಆತ್ಮದಲ್ಲಿ ನಡೆಸ್ತನು. 4:14 നാം വായിച്ചത് ഇങ്ങനെയാണ്. 4:14 ಈ ರೀತಿಯಾಗಿ ಓದಿದೆವು. നടത്തിയവനെ ആത്മാവ് ശക്തീകരിച്ചു. ನಡೆಸಿದವನು ಆತ್ಮನು ಶಕ್ತೀಕರಿಸಿದನು. നടത്തിയവനെ ആത്മാവ് ശക്തീകരിച്ചു. ನಡೆಸಿದವನನ್ನು ದೇವರ ಆತ್ಮನು ಶಕ್ತಿಯಿಂದ ತುಂಬಿಸಿದನು. നടത്തുന്നവനെ ആത്മാവ് ശക്തീകരിച്ചു. ನಡೆಸಿದವನನ್ನು ಆತ್ಮನ ಶಕ್ತಿಯಿಂದ ತುಂಬಿಸಿದನು. ഗലീലയിൽ നിന്ന് മടങ്ങി വരുന്നത് ഒരു ആത്മശക്തിയാലാണ്. ಗಲೀಲಾಯದಿಂದ ಹಿಂತಿರುಗಿ ಬರುವುದು ಒಂದು ಆತ್ಮಶಕ್ತಿಯೊಡನೆ. ഇന്ന് പകൽക്കാലം നീ ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു ആത്മശക്തിയാലാണ്. ನೀನು ಇವತ್ತು ಹೊರಟು ಹೋಗುವುದು ಒಂದು ಆತ್ಮಶಕ್ತಿಯೊಡನೆ. ആത്മശക്തിയാൽ മടങ്ങി വന്നപ്പോൾ, ಆತ್ಮಶಕ್ತಿಯಿಂದ ಹಿಂತಿರುಗಿ ಬಂದಾಗ ഗലീലയുടെ ചരിത്രം തിരുത്തി കുറിച്ചു. ಗಲೀಲಾಯದ ಚರಿತ್ರೆಗೆ ಬದಲಾವಣೆ ಉಂಟಾಯಿತು. കർണാടകയുടെ ചരിത്രം അവൻ തിരുത്തി കുറിക്കാൻ പോകുകയാ. ಕರ್ನಾಟಕದ ಚರಿತ್ರೆಯು ಇವತ್ತು ನಾವು ತಿದ್ದುಪಡಿ ಮಾಡುತ್ತೇವೆ. ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുകയാ. ಭಾರತ ದೇಶದ ಚರಿತ್ರೆ ನಾವು ತಿದ್ದುಪಡಿ ಮಾಡುತ್ತೇವೆ. രാജ്യങ്ങളുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുകയാ. ರಾಷ್ಟ್ರಗಳ ಚರಿತ್ರೆಯನ್ನು ನಾವು ತಿದ್ದುಪಡಿ ಮಾಡುತ್ತೇವೆ. ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നപ്പോൾ, ಆತ್ಮನ ಶಕ್ತಿಯಿಂದ ಹಿಂತಿರುಗಿ ಬಂದಾಗ അവന്റെ ശ്രുതി ചുറ്റുമുള്ള ദേശങ്ങളിൽ പടർന്നെന്ന് ಅವನ ಸಮಾಚಾರ ದೇಶವೆಲ್ಲ ಹಬ್ಬಿಕೊಂಡಿತ್ತು. ഈ ദൈവ മനുഷ്യന്റെ ശ്രുതി ചില ദേശങ്ങളിലേക്ക് പടരാൻ പോകുകയാ. ಈ ದೇವ ಮನುಷ್ಯನ ಸಮಾಚಾರವು ಕೆಲವು ರಾಷ್ಟ್ರಗಳಿಗೆ ಅದು ಹಬ್ಬುವಂತಾಗಿದೆ. ഈ ചർച്ചിന്റെ ശ്രുതി ചില ദേശങ്ങളിലേക്ക് പടരാൻ പോകുകയാ. ಈ ಸಭೆಯ ಸಮಾಚಾರ ಆಮೇಲೆ ದೇಶಗಳಿಗೆ ಹಬ್ಬುವಂತದಾಗಿದೆ. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಕೊಡಿರಿ. ഗലീലയിലെ ജനത്തെ പറ്റി പഠിക്കുമ്പോൾ, ಗಲೀಲಾಯದ ಜನರ ಕುರಿತಾಗಿ ಕಲಿಯುವಾಗ തടയപ്പെട്ടൊരു ജനമാണ്. ತಡೆಯಲ್ಪಟ್ಟಂತ ಜನ, യഹൂദന്മാർ അംഗീകരിക്കാത്തൊരു ജനമാണ്. ಯಹೂದ್ಯರು ಅಂಗೀಕರಿಸಿದ ಜನ. എന്നാൽ ഗലീലയുടെ മണ്ണിന്റെ അകത്തുനിന്ന് ശക്തമായി യേശു എഴുന്നേറ്റു. ಆದರೆ ಗಲೀಲಾಯದ ಮಣ್ಣಿನೊಳಗಿಂದಲೇ ಯೇಸು ಶಬ್ದವಾಗಿ ಆತನ ಪ್ರಕಟನಾದನು. ചലിച്ചത് ദൈവശക്തിയാലാണെങ്കിൽ, ಆತನ ಹಿಂದೆ ಚಲಿಸು ದೇವರ ಶಕ್ತಿಯಾದರೆ, പകൽക്കാലം DGM ചർച്ചിന്റെ കീഴിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ಈ ಹಗಲು DGM ಚರ್ಚಿನ ಒಳಗಿಂದ ಒಂದು ಗುಂಪನ್ನು ದೇವರು ಎಬ್ಬಿಸುವಾತನಾಗಿದ್ದಾನೆ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തു. ಈ ಹಗಲು ನಂಬುವವರು ಕರಗಳ ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ശുശ്രൂഷയുടെ ലെവൽ മാറാൻ പോകുകയാ. ಸೇವೆಯ ಹಂತವು ಬದಲಾಗುತ್ತದೆ. പ്ലാറ്റ്ഫോമുകൾ മാറാൻ പോകുകയാ. ವೇದಿಕೆಗಳು ಬದಲಾಗುತ್ತದೆ. നിയോഗങ്ങൾ മാറാൻ പോകുകയാ. ನಡೆಸುವಿಕೆಗಳು ಬದಲಾಗುತ್ತದೆ. വേദികൾ മാറാൻ പോകുകയാ. ವೇದಿಕೆಗಳು ಬದಲಾಗುತ್ತದೆ. ജീവിതത്തിൽ ഭയങ്കര ചേഞ്ചിങ് ഉണ്ടാകാൻ പോകുകയാ. ಜೀವನದಲ್ಲಿ ದೊಡ್ಡ ಬದಲಾವಣೆ കാരണം ഇനി ഒരു ശൂന്യത കാണത്തില്ല. ಇನ್ನು ನೀವು ಶೂನ್ಯತೆ ನೋಡುವುದಿಲ್ಲ. ആദ്യം ശൂന്യമായിരുന്ന ഭൂമിക്കകത്ത് ಕ್ರಮವಿಲ್ಲದೆ ಬರಿದಾಗಿದ್ದ ಭೂಮಿಯಲ್ಲಿ പരിവർത്തിച്ചപ്പോൾ ದೇವರಾತ್ಮನು
ಚಲಿಸಿದಾಗ ಆ ಶೂನ್ಯತೆಗൾಕಗತ್ತೊരു നിറവ് വെളിപ്പെട്ടു. ಆ ಶೂನ್ಯತೆಗಳ ಒಳಗೆ ತುಂಬಿಲ್ಪಡುವಿಕೆ ಪ್ರಕಟವಾದಾಗ ഒരു തരിശു ഭൂമി നിന്റെ ഇടത്ത് കാണത്തില്ല. ಇನ್ನು ನಿನ್ನ ಬರಿದು ಬಂಜರು ಭೂಮಿ ನೀನಿರುವಲ್ಲಿ ಕಾಣುವುದಿಲ್ಲ. അതിന്റെ അകത്തൊരു ദൈവീയ നിറവ് വെളിപ്പെടുകയാ. ಅದರ ಒಳಗೆ ಸೃಷ್ಟಿಗಳು ಪ್ರಕಟವಾಗ್ತದೆ. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥಿಸಿ. ഞങ്ങളുടെ മണ്ണിന്റെ അകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ನಮ್ಮ ಮಣ್ಣಿನೊಳಗೆ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. ഞങ്ങളുടെ മണ്ണിന്റെ അകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ಮಣ್ಣಿನೊಳಗೆ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. ശൂന്യമാക്കുന്ന, ಅದನ್ನು ಬರಿದು ಮಾಡುವ, അതിനെ തടസ്സമിടുന്ന, ಅದಕ್ಕೆ ತಡೆಯೊಡ್ಡುವಂತ, പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ಅಭಿವೃದ್ಧಿ ಕಾಣುವುದಕ್ಕೆ പാഴാക്കിയിട്ടിരുന്ന, ಅದನ್ನು ಕ್ರಮವಿಲ್ಲದೆ ಮಾಡುವ, കാട് പിടിച്ചിട്ടിരിക്കുന്ന ಕಾಡನ್ನಾಗಿ ಮಾಡುವ അനുഭവങ്ങൾ മാറുകയാ. ಎಲ್ಲ ಅನುಭವಗಳು ನೀಗುತ್ತಾ ಇದೆ. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ಕರಗಳ ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ഗലീലയുടെ ചരിത്രം തിരുത്തി കുറിച്ചെന്ന്. ಗಲೀಲಾಯದ ಚರಿತ್ರೆಯನ್ನು ದೇವರು ಬದಲಾಯಿಸಿ, ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ಗಲೀಲಾಯದ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವವನು ದೇವರು ಎಬ್ಬಿಸುವಾತನಾಗಿದ್ದಾನೆ. ഇന്ന് വരെ കാണാത്ത ദൈവമഹത്വം ഈ DGM ചർച്ചിൽ നിന്ന് പുറപ്പെടും. ಇದುವರೆಗೂ ಕಾಣದ ದೇವರ ಮಹಿಮೆ ಈ DGM ಸಭೆಯೊಳಗಿಂದ ಹೊರಡುತ್ತದೆ. ചില ചരിത്രത്തെ ദൈവം തിരുത്തി കുറിക്കും. ಕೆಲವು ಚರಿತ್ರೆಯನ್ನು ದೇವರು ತಿದ್ದುಪಡಿ ಮಾಡ್ತಾನೆ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 10:38 കാണുന്നു. ಅಪೊಸ್ತಲರ ಕೃತ್ಯ 10:32 ನೋಡುತ್ತೇವೆ. പിതാവാകുന്ന ദൈവം പുത്രനാകുന്ന യേശുവിനെ, ತಂದೆಯಾದ ದೇವರು ಯೇಸು ಕ್ರಿಸ್ತನನ್ನು പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തു. ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಶಕ್ತಿಯಿಂದಲೂ ತುಂಬಿಸಿದನು. പരിശുദ്ധാത്മാവിൽ മാത്രമല്ല, പവിത്രാത്മനിಂದ ಮಾತ್ರವಲ್ಲ, ശക്തിയാലും അഭിഷേകം ചെയ്തു. ಶಕ್ತಿಯಿಂದಲೂ ಅಭಿಷೇಕಿಸಿದನು. ശക്തിയാലുള്ള അഭിഷേകം വന്നപ്പോൾ ಶಕ್ತಿಯಿಂದ ಅಭಿಷೇಕಿಸಿದಾಗ അന്ന് വരെ സംഭവിക്കാത്തത് സംഭവിച്ചു. ಅಲ್ಲ, ಅದು ಅವತ್ತಿನವರೆಗೆ ನಡೆಯದ ಕಾರ್ಯವು ನಡೆಯಿತು. ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടു. ಅಲ್ಲಿ ಬಂಧಿಸಲ್ಪಟ್ಟ ಜನರು ಬಿಡುಗಡೆ ಹೊಂದಿದರು. കണ്ണ് കാണാത്തവൻ കാണാൻ തുടങ്ങി. ಕುರುಡರಿಗೆ ಕಣ್ಣು ಬಂತು. നാവെടുത്ത് സംസാരിക്കാത്തവൻ സംസാരിക്കാൻ തുടങ്ങി. ಮೂಕರು ಮಾತನಾಡಲು ಆರಂಭಿಸಿದರು. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി. ಸತ್ತವರು ಎಬ್ಬಿಸಲ್ಪಟ್ಟರು. ചർച്ചിൽ വെളിപ്പെടാൻ പോകുകയാ. ಅದು ಈ ಸಭೆಯಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്ത് ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും ಆತ ನಿಮ್ಮನ್ನು ಪವಿತ್ರಾತ್ಮನಿಂದಲೂ അവൻ നിന്നെ തീയാലും സ്നാനം കഴിപ്പിക്കും. ಆತ ನಿಮ್ಮನ್ನು ಬೆಂಕಿಯಿಂದಲೂ പിതാവാകുന്ന ദൈവം ತಂದೆಯಾದ ದೇವರು പുത്രനാകുന്ന യേശുവിനെ ಕುಮಾರನಾದ ಯೇಸುವನ್ನು അവൻ പരിശുദ്ധാത്മാവിനാലും അവൻ ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്തിനാ ശക്തിയുടെ അഭിഷേകം? അസാധാരണമാകുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ, അസാധാരണമാകുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ, മനുഷ്യകുലത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് വരെ വെളിപ്പെടാത്ത സാധാരണമാകുന്ന കാര്യങ്ങളെ അതിലൂടെ വെളിപ്പെടുവാൻ അഭിഷേകം ചലിക്കട്ടെ. ಅಭಿಷೇಕ ಚಲಿಸಲಿ. ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ദൈവശക്തി, 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 ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ಇದರಲ್ಲಿ ಚಲಿಸಲು ಆರಂಭಿಸಲಿ. Praise the Lord. Hallelujah. യോഹന്നാന്റെ സ്റ്റേറ്റ്മെന്റ്, യോഹന്ന ಒಂದು ವಾಕ್ಯ, പരിശുദ്ധാത്മാവിനാലും ಪವಿತ್ರಾತ್ಮನಿಂದಲೂ തീയാലും സ്നാനം കഴിക്കും. ಬೆಂಕಿಯಿಂದಲೂ ದೀಕ್ಷಾಸ್ನಾನ ಮಾಡಿ. പരിശുദ്ധാത്മാവിനാലും തീയാലും, ಪರಿಶುದ್ಧಾತ್ಮನಿಂದಲೂ ಬೆಂಕಿಯಿಂದ. ദൈവം പറയുന്നു, ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഞാൻ അവനെ പരിശുദ്ധാത്മാവിനാലും, ನಾನು ಅವನನ್ನು ಪವಿತ್ರಾತ್ಮನಿಂದಲೂ, ശക്തിയാലും അഭിഷേകം ചെയ്തു. ನಾನು ಆತನನ್ನು ಶಕ್ತಿಯಿಂದಲೂ എന്തിനാ ಅಭಿಷೇಕಿಸಿದೆ. ശക്തിയുടെ അഭിഷേകം? ಏನು ಶಕ್ತಿ ಅಭಿಷೇಕ? മണ്ഡലങ്ങളെ ശാസിക്കാൻ മാത്രമല്ല, ದುರಾತ್ಮ ಮಂಡಲಗಳನ್ನು ಗದರಿಸುವುದಕ್ಕೆ പറഞ്ഞു. ಯೇಸು ಹೇಳಿದನು, എന്റെ അഭിഷേകമുള്ളവൻ, ನನ್ನ ಅಭಿಷೇಕ ಇರುವವನು, വിശ്വസിക്കുന്നവൻ, ನನ್ನ ನಂಬುವನು പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം പ്രാപിച്ചു. ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ಅಭಿಷೇಕ അഭിഷേകം വേറെ, ശക്തിയുടെ അഭിഷേകം വേറെയാണ്. ಆಮೆನ್. ಆ ಪವಿತ್ರಾತ್ಮನ ಅಭಿಷೇಕ ಬೇರೆ, ಆ ಶಕ್ತಿಯ ಅಭಿಷೇಕ ಬೇರೆ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേറെ, തീയുടെ അഭിഷേകം വേറെയാണ്. പരിശുദ്ധാത്മನ ಅಭಿಷೇಕ ಬೇರೆ, ಬೆಂಕಿಯ ಅಭಿಷೇಕ ಬೇರೆ. ഇന്ന് പകൽക്കാലം ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യുവാൻ അത് ശക്തിയുടെ ആവശ്യമാണ്. ಇವತ್ತು ಹಗಲು ಅತ್ಯಧಿಕವಾದ ಮಹತ್ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವುದಕ್ಕೆ ಒಂದು ಶಕ್ತಿ ನಮಗೆ ಅವಶ್ಯಕವಾಗಿದೆ. നിങ്ങൾ ഒരു സാധാരണ ലെവലിൽ പോകുകയാണെങ്കിൽ ആ റേഞ്ചിൽ നിന്നാ മതി. നിങ്ങൾ ഒരു അസാധാരണമാകുന്ന റേഞ്ചിലേക്ക് കയറണമെങ്കിൽ അതിന്റെ അകത്തൊരു ശക്തിയുടെ അഭിഷേകം വെളിപ്പെടണം. ನೀವು ಸಾಮಾನ್ಯ ರೀತಿಯಲ್ಲಿ ಹೋಗಬೇಕು
ಮಾಡಬೇಕಾದರೆ ನಿಮಗೆ ಅಭಿಷೇಕ, ಪವಿತ್ರಾತ್ಮನ ಅಭಿಷೇಕ ಮಾತ್ರ ಸಾಕು. ಆದರೆ ಅಸಾಮಾನ್ಯವಾದ ಕಾರ್ಯವನ್ನು ಮಾಡುವುದಕ್ಕೆ ನಿಮಗೆ ಬೆಂಕಿಯ ಅಭಿಷೇಕ ಬೇಕಾಗಿದೆ. ഇന്ന് പകൽക്കാലം ആ ശക്തിയുടെ അഭിഷേകം ഇതിനകത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. ಈಗಲೂ ಆ ಬಲದ ಅಭಿಷೇಕವು ಇಲ್ಲಿ ಚಲಿಸಲು ಆರಂಭಿಸಿದೆ. യേശു തന്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തു. ಯೇಸು ತನ್ನ ಐಹಿಕ ಕಾಲಘಟ್ಟದಲ್ಲಿ ಪವಿತ್ರಾತ್ಮನಿಗೆ ಬಹಳ ಪ್ರಾಶಸ್ತ್ಯವನ್ನು ಕೊಟ್ಟನು. തന്നെ അനുഗമിച്ച ആമേ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുവൻ വരും, അവൻ നിങ്ങളെ ശക്തീകരിക്കും. ತನ್ನನ್ನು ಹಿಂಬಾಲಿಸಿದ ಶಿಷ್ಯರಿಗೆ ಯೋಹಾನ ಹೀಗೆ ಹೇಳಿದನು, ಒಬ್ಬ ಆತನಿಂದ ಬರುತ್ತಾ ಇದ್ದಾನೆ, ಅವನು ನಿಮ್ಮನ್ನು ಶಕ್ತೀಕರಿಸ್ತಾನೆ. ഇന്ന് പിതാവാകുന്ന ദൈവവും പുത്രനാകുന്ന ദൈവവും സ്വർഗ്ഗത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മധ്യയിൽ ഇരിക്കുന്നു. ಇವತ್ತು ತಂದೆಯಾದ ದೇವರು ಕುಮಾರನಾಗಿರುವ ಯೇಸು ಪರಲೋಕದಲ್ಲಿ ಆಸೀನನಾಗಿರುವಾಗ ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನ ಒಳಗೆ ವಾಸ ಮಾಡುತ್ತಾ ಇದ್ದಾನೆ. ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ദൈവത്തിന്റെ ആത്മാവ്. ದೇವರು ಹೇಳಿದಂತ ದೇವರ ವಾಗ್ದಾನವಾಗಿದೆ ದೇವರ ಆತ್ಮನು. അതിനു വേണ്ടി കാത്തിരിക്കണമെന്ന് യേശു പറഞ്ഞു. ಅದಕ್ಕೋಸ್ಕರ ಕಾದಿರಬೇಕೆಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದನು. അതിനു വേണ്ടി നീ പ്രാധാന്യം കൊടുക്കണമെന്ന് യേശു പറഞ്ഞു. ಅದಕ್ಕಾಗಿ ಪ್ರಮುಖ ಸ್ಥಾನ ಕೊಡಬೇಕೆಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದನು. കാത്തിരുന്ന ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിച്ചു. അത് പെന്തക്കോസ്ത് പെരുന്നാളിൽ സംഭവിച്ചത്. ಒಳಗಡೆ ಇದ್ದ ಜನರನ್ನು ದೇವರು ಎಬ್ಬಿಸಿದನು. ಅದಾಗಿದೆ ಪಂಚಶತಮ ದಿನದಲ್ಲಿ ನಡೆದದು. ആ കാത്തിരുന്ന് പ്രാപിച്ചവരിലൂടെ അസാധാരണമാകുന്ന ദൈവശക്തി ദൈവം വെളിപ്പെടുത്തി. ಕಾತು ಕುಳಿತು ಹೊಂದಿದವರ ಮೇಲೆ ಅಸಾಧಾರಣವಾದ ದೇವ ಶಕ್ತಿಯು ಪ್ರಕಟವಾಯಿತು. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുൻപാകെ യേശു വരുമ്പോൾ ഒരുത്തനെ കൊണ്ട് ഇവർ മാറ്റി നിർത്തുമായിരുന്നു. ಯೇಸು ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಹಾದು ಹೋಗುವಾಗ ಯೇಸು ಬರುವಂತ ಸ್ಥಳದಲ್ಲಿ ಒಬ್ಬ ಕುಂಟನನ್ನು ಅಲ್ಲಿ ಕುಳ್ಳಿರಿಸುತ್ತಿದ್ದರು. എന്നാൽ ഇത് ആ ശക്തി പ്രാപിച്ച് പത്രോസ് യോഹന്നാനും കടന്നു വരികയാ. ಆದರೆ ಅದೇ ಶಕ್ತಿ ಹೊಂದಿದಂತ ಪೇತ್ರ ಯೋಹಾನಲ್ಲಿ ಬರುತ್ತಾ ಇದ್ದಾರೆ. കാരണം അവനെ അവിടെ കൊണ്ടിരുത്തി എന്ന ബൈബിൾ പറയുന്നത്. ನೋಡ್ತೇವೆ ಅಲ್ಲಿ ಕೊಂಡು ಹೋಗಿ ಕುಳ್ಳಿರಿಸಿದರು ಎಂಬುದಾಗಿ. അവർക്ക് ലാഭയിച്ഛ ഉണ്ടായിരുന്നു. ಅವರಿಗೆ ಅದರಿಂದ ಲಾಭವಿತ್ತು. എന്നാൽ പത്രോസ് യോഹന്നാൻ ഇവനെ ഉറ്റുനോക്കി. ಪೇತ್ರ ಯೋಹಾನ್ ಅವರನ್ನು ದೃಷ್ಟಿಸಿ ನೋಡಿದರು. അതിന്റെ അർത്ഥം അസാധാരണമാകുന്ന റേഞ്ചിലേക്ക് കയറിയാൽ നിന്റെ കണ്ണിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കും. ಅದರ ಅರ್ಥ ಸಾಧಾರಣವಾದ ಮಟ್ಟಕ್ಕೆ ನೀನು ತಲುಪಿದರೆ ನಿನ್ನ ಕಣ್ಣನ ದೃಷ್ಟಿಕೋನದಲ್ಲಿ ಕೂಡ ಆ ಶಕ್ತಿ ಪ್ರಕಟವಾಗುತ್ತದೆ. നീ നോക്കിയാൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. ನೀನು ದೃಷ್ಟಿಸಿದರೆ ಅದ್ಭುತ ಸಂಭವಿಸುತ್ತದೆ. നീ നോക്കിയാൽ അസാധാരണമായ വിടുതൽ വെളിപ്പെടും. ನೀನು ನೋಡಿದರೆ ಅಸಾಧಾರಣವಾದ ಬಿಡುಗಡೆಯು ಸಂಭವಿಸುತ್ತದೆ. ഇന്ന് പകൽക്കാലം തിരുവെഴുത്തിന്റെ അകത്ത് കാണുന്നു. ಈಗಲೂ ಸತ್ಯವೇದದಲ್ಲಿ ನೋಡುತ್ತೇವೆ. നോട്ടത്തിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. നോട്ടത്തിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ನೋಟದ ಒಳಗೆ ದೇವಶಕ್ತಿ ಇದೆ. കരത്തിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ಕರಗಳಲ್ಲಿ ದೇವಶಕ್ತಿ ಇದೆ. വോയിസിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ಶಬ್ದದೊಳಗೆ ದೇವಶಕ್ತಿ ಇದೆ. വസ്ത്രത്തിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ಕರಗಳ ವಸ್ತ್ರಗಳಲ್ಲಿ ನೆರಳಿന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ನೆರಳಲ್ಲಿ ದೇವಶಕ್ತಿ ಇದೆ. ഈ ഡിജിഎം ചർച്ചിനെ ഒരു അസാധാരണമായ ലെവലിലേക്ക് ദൈവം എത്തിക്കാൻ പോകുകയാ. ഡിജിഎം സഭಯನ್ನು ಅಸಾಧಾರಣವಾದ ಮಟ್ಟಕ್ಕೆ ದೇವರು ತಲುಪಿಸುವಾತರಾಗಿದ್ದಾರೆ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ചില തലങ്ങൾ തുറന്നു വരാൻ പോകുകയാ. ಎಬ್ಬಿಸುವಂತ ಮಂಡಲಗಳು ತೆರೆಯುವಂತದಾಗಿದೆ. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തേ. കരಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. പകൽക്കാലം നിന്റെ കണ്ണിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ಯಾಗಲು ನಿನ್ನ ಕಣ್ಣೊಳಗೆ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. വോയിസിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ಶಬ್ದದ ಮೇಲೆ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. നോട്ടത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ನೋಟದ ಮೇಲೆ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. കരത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ನಿನ್ನ ವಸ್ತ್ರದೊಳಗೆ ಆ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. വസ്ത്രത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ವಸ್ತ್ರದೊಳಗೆ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. നിഴലിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ನೆರಳಲ್ಲಿ ದೇವಶಕ್ತಿ ಇಳಿಯಲಿ. പകൽക്കാലം ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ಒಂದು ದೇವ ಸಾನ್ನಿಧ್ಯದೊಳಗೆ ಪ್ರಕಟವಾಗಲಿ. വിശ്വസിക്കുന്നവർ കർത്താവിനെ കരങ്ങൾ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്തರಿಗೆ ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ഇന്ന് പകൽക്കാലം നോട്ടത്തിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ಈ ಯಾಗಲೇ ನಿನ್ನ ನೋಟದಲ್ಲಿ ದೇವಶಕ್ತಿ ಇದೆ. പകൽക്കാലം നോട്ടത്തിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്. ನೋಟದಲ್ಲಿ ದೇವಶಕ್ತಿ ಇದೆ. ദുരാത്മ ആധിപത്യങ്ങൾക്ക് ഇനി ഇരിക്കാൻ പറ്റത്തില്ല. ದುರಾತ್ಮಗಳಿಗೆ ಅಲ್ಲಿ ಬಚ್ಚಿಟ್ಟು ചെല്ലുന്ന മേഖലകൾക്ക് നടുവിൽ അവൻ ഭയപ്പെടും. ನಿನ್ನ ಕಣ್ಣು ಆಯುವಂತ ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲಿ ಅವನು ಭಯಪಡುತ್ತಾನೆ. ശബ്ദം ചെല്ലുന്നർത്ഥ ദുരാത്മാവ് അടങ്ങും. ನಿನ್ನ ಶಬ್ದ ತಲುಪುವಲ್ಲಿ ದುರಾತ್ಮಗಳು ಆಮೇಲೆ ಅದು ಎದ್ದೇಳುತ್ತದೆ. ഈ ശബ്ദം ചെല്ലുന്ന ഏരിയക്കകത്ത് ഡെലിവറൻസുകൾ ഉണ്ടാകും. ಈ ಶಬ್ದ ಎಲ್ಲೆಲ್ಲಿ ತಲುಪುತ್ತದೋ ಅಲ್ಲೆಲ್ಲ ಆಮೇಲೆ ಬಿಡುಗಡೆಗಳು ಉಂಟಾಗುತ್ತದೆ. നിങ്ങളുടെ വസ്ത്രത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കും. ನಿಮ್ಮ ವಸ್ತ್ರದಲ್ಲಿ ಆ ದೈವಶಕ್ತಿ ಇಳಿಯುತ್ತದೆ. നിങ്ങളുടെ നിഴലിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കും. ನೆರಳಲ್ಲಿ ದೇವಶಕ್ತಿ ಇಳಿಯುತ್ತದೆ. ഇന്ന് പകൽക്കാലം ആത്മാവിനോട് നോക്കി പ്രവചിക്കുന്നു. അവൻ ചില ചരിത്രത്തെ തിരുത്തി കുറിക്കത്തക്ക നിലവാരത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണാ. ಈಗಲೂ ಆತ್ಮದಲ್ಲಿ ನನಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಯಾವ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವ ರೀತಿಯಲ್ಲಿ ದೇವರಾತ್ಮನು ಕೆಲವನ್ನು ಎಬ್ಬಿಸುವಂತರಾಗಿದ್ದಾನೆ. മരിച്ചവൻ ഉയർത്ത ചരിത്രം തിരുവെഴുത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಿದ ಚರಿತ್ರೆ ಸತ್ಯವೇದದಲ್ಲಿ ಉಲ್ಲೇಖಿಸಲ್ಪಟ್ಟಿದೆ.
യായിറോസിന്റെ മകളുടെ അടുക്കൽ ചെന്നിട്ട് യേശു കർത്താവ് ചെന്ന് ആ മോളെ അവൻ പിടിച്ചു, മരണം നീങ്ങി ജീവൻ വെളിപ്പെട്ടു. ಯಾಯಿರನ ಮಗಳನ್ನು ಯೇಸು ಮುಟ್ಟಿ ಅವಳ ಮರಣಾವಸ್ಥೆಯಿಂದ ಬಿಡಿಸಿ ಎಬ್ಬಿಸ್ತನು. ഇന്ന് പകൽക്കാലം നിന്റെ പിടുത്തത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കും. ಅಂದ್ರೆ ಅರ್ಥ ನೀನು ಹಿಡಿಯುವುದರಲ್ಲಿ ದೇವಶಕ್ತಿ ಪ್ರಕಟವಾಗ್ತದೆ. നിന്റെ പിടുത്തത്തിന്റെ അകത്ത് മരണം നീങ്ങി പോകും. ನಿನ್ನ ಹಿಡಿಯುವುದರಲ್ಲಿ ಮರಣವು ನೀಗಿ ಹೋಗುತ್ತದೆ. മരിച്ചവനെ മോർച്ചറിയിലേക്കല്ല വെക്കാൻ പോകുന്നത്. ಸತ್ತವರನ್ನು ಶವಾಗಾರದಲ್ಲಿ മരിച്ചവനെ എഴുന്നേൽപ്പിച്ചിട്ട് നീ പ്രസംഗം തുടങ്ങാൻ പോവാ. ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಿ ನೀನು ಪ್ರಸಂಗ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ಅವರು ದೇವರಿಗೆ ಮಹಿಮೆ ಕೊಡ್ರಿ. യേശു ലാസറിനെ നോക്കി വിളിച്ചു. ಯೇಸು ಲಾಸರ್ ನೋಡಿ ಕರೆದ. ശബ്ദത്തിന്റെ അകത്ത് മരണം നീങ്ങി. ಆ ಶಬ್ದದೊಳಗೆ ಮರಣ ನೀಗಿ ಹೋಯಿತು. ഇതാ ശക്തിയുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത. ಇದೇ ಬಲದ ಅಭಿಷೇಕದ ವಿಶೇಷತೆ. വോയിസിന്റെ അകത്ത് ദൈവശക്തി ചലിക്കപ്പെടാൻ പോകുകയാണ്. ಶಬ್ದದ ಮೇಲೆ ದೈವ ಸಾನ್ನಿಧ್ಯ പ്രകടമാകും. അകത്ത് ദൈവശക്തി ചലിക്കപ്പെടാൻ പോകുകയാണ്. ತುಟಿಗಳಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ വോയിസ് ചെന്നപ്പോൾ ಆ ಶಬ್ದ ತಲುಪಿದಾಗ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ಸತ್ತವನು ಎದ್ದು ಬಂದನು. ഒരു വിധവയുടെ മകനെ ചുമന്നുകൊണ്ട് വരികയാണ്. ವಿಧವೆಯ ಮಗನನ್ನು ಒತ್ತು ತರ್ತಾ ಇದ್ದಾನೆ. യേശു വിളിച്ചില്ല, ಯೇಸು ಕೂಗಿಲ್ಲ, യേശು പിടിച്ചില്ല, ಯೇಸು ಹಿಡಿದಿಲ್ಲ, യേശು ശവമഞ്ചത്തിൽ തൊട്ടു. ಯೇಸು ಶವ ಮಂಚವನ್ನು ಮುಟ್ಟಿದನು. അറ്റം വന്നാ മതി. ನಿನ್ನ ಬೆರಳಿನ ತುದಿ ತಲುಪಿದರೆ ಸಾಕು. മരണത്തിന്റെ ആധിപത്യങ്ങൾ തകരപ്പെടാൻ പോകുന്നു. ಆ ಮರಣದ ಆಡಳಿತಗಳು ಕೆಡವಲ್ಪಡುವಂತದಾಗಿ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ನಾನು ಈ ಸಂದೇಶವನ್ನು മരണ ശക്തികൾ വഴിമാറുകയാ. ಮರಣ ಶಕ್ತಿಗಳು ದಾರಿ ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ಸ್ಪಿರಿറ്റുകൾ വഴിമാറുകയാ. ಅಪಘಾತದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ഇന്ന് പകൽക്കാലം വഴിമാറുകയാ. ಮರಣದ ನೆರಳುಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ആധിപത്യം വഴിമാറുകയാ. മരണದ കരളഹಸ್ತಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. അധികാരങ്ങൾ വഴിമാറുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് നമ്പൂರು കരകൾ തട്ടുತ್ತಾ ചുടമനരകദൽ കമനഘടകസിഹാരക അർത്ഥനാദഘടകസിഹാരക ശബ്ദന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില മരണത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. ചില മരണത്തിന്റെ ആധിപത്യം തകരട്ടെ. Thank you Jesus, thank you Jesus. ചില മരണത്തിന്റെ ആധിപത്യങ്ങൾ, ಕೆಲವು ಮರಣದ ಅಧಿಕಾರಗಳು, മരണ രോഗങ്ങൾ, ಕೆಲವು ಮರಣಕರವಾದ ರೋಗಗಳು, മരണത്തിന്റെ പിടുത്തങ്ങൾ, ಕೆಲವು ಮರಣದ ಹಿಡಿತಗಳು പകൽക്കാലം അത് തകർന്നു മാറുകയാണ്. ಅದು ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಕೆಡವಲ್ಪಡ್ತಾ ಇದೆ. യേശു കർത്താവിന്റെ 3.5 കൊല്ലത്തെ ശുശ്രൂഷ, ಯೇಸು ಸ್ವಾಮಿಯ 3.5 ವರ್ಷದ ಸೇವೆ, അതൊരു പ്രവചനത്തിന്റെ അകത്ത് ഒതുങ്ങിയില്ല. ಅದು ಪ್ರವಾದನೆಯಲ್ಲಿ ಸೀಮಿತವಾಗಿಲ್ಲ. ಅದು ವಚನത്തിന്റെ ಅಗತ್ತು ಒದಗಿಲ್ಲ. ಅದು ವಾಕ್ಯದೊಳಗೆ ಸೀಮಿತಗೊಳ್ಳಿಲ್ಲ. ಅದ್ಭುತത്തിന്റെ ಅಗತ್ತು ಒದಗಿಲ್ಲ. ಅದು ಅದ್ಭುತಗಳೊಳಗೆ ಸೀಮಿತಗೊಳ್ಳಿಲ್ಲ. ಕೋಟೆಗಳ ತಗರ್ക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. ಕೋಟೆಗಳನ್ನು ಕೆಡವಿ ಹಾಕುವಂತ ಸೇವೆ. അവന്റെ രാജ്യത്തെ തകർക്കുന്ന ശുശ്രൂഷയായിരുന്നു. ಆತನ ರಾಜ್ಯವನ್ನು ಕದಲಿಸುವ ಸೇವೆ. അവന്റെ കീഴിൽ നിന്ന ശിഷ്യന്മാർ ശുശ്രൂഷിച്ചപ്പോ ಆತನ ಕೈ ಕೆಳಗಿದ್ದುಕೊಂಡು ಶಿಷ್ಯರು ಸೇವೆ ಮಾಡಿದಾಗ സാത്താൻ മിന്നലെ പോലെ താഴോട്ട് വീഴുന്നത് ഞാൻ കണ്ടു. ಸೈತಾನನು ಮಿಂಚಿನಂತೆ ವೇಗವಾಗಿ ಕೆಳಗೆ ಬೀಳುವುದನ್ನು ನೋಡಿದೆ. എന്താ ശുശ്രൂഷ? ಏನಾಗಿದೆ ಸೇವೆ? സാത്താന്യ കോട്ടകൾ ഇടിക്കുന്നതാ. ಅದು ಸೈತಾನ್ನ ಕೋಟೆಗಳನ್ನು ಕೆಡವುವುದಾಗಿದೆ. ആത്മശക്തിക്ക് പറ്റത്തുള്ളൂ. ಅದು ಆತ್ಮಶಕ್ತಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ. ആത്മനിറവുള്ള ഒരു ജനറേഷൻ ഈ സഭയിൽ നിന്ന് ദൈവദാസനിൽ മുഖാന്തരം എഴുന്നേൽക്കാൻ പോകുന്നു. ಆತ್ಮಭರಿತವಾದ ತಲೆಮಾರು ಈ ಸಭೆಯಿಂದ ದೇವರು ಎಬ್ಬಿಸುವಾತನಾಗಿದ್ದಾನೆ. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. കർത്താവിന് മഹത്വം കൊടുത്തേ. ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. 3.5 കൊല്ലത്തെ ശുശ്രൂഷ പിശാചിന് പേടിയായിരുന്നു. 3.5 ವರ್ಷದ ಸೇವೆಯು ಸೈತಾನಿಗೆ ನಡುಕ ಉಂಟು ಮಾಡುತ್ತಾ ಇತ್ತು. അവൻ കെട്ടിപ്പൊക്കിയതിനെയൊക്കെ ഇടിച്ചു കളഞ്ഞു. ಅವನು ಕಟ್ಟಿದ್ದನ್ನೆಲ್ಲ ದೇವರು ಒಡೆದು ಬಿಟ್ಟನು. അവൻ കെട്ടിബന്ധിച്ചതിനെല്ലാം അഴിച്ചു വിട്ടു. ಆತನು ಬಂಧಿಸಿದನ್ನೆಲ್ಲ ಆತನು ಬಿಚ್ಚಿ ಹಾಕಿದನು. വിലാപ ഭവനങ്ങളെ സന്തോഷ ഭവനങ്ങളാക്കി മാറ്റി. ಆಮೇಲೆ ದುಃಖದ ಮನೆಯನ್ನು ಸಂತೋಷದ ಮನೆಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿದನು. നരകത്തിലേക്ക് പേരെഴുതി വെച്ചതിനെയൊക്കെയും ദൈവ സ്വർഗ്ഗത്തിലേക്ക് പേരെഴുതി വെച്ചു. ಮರಣ ವಿಧಿಸಲ್ಪಟ್ಟದನ್ನೆಲ್ಲ ಪರಲೋಕದ ಜೀವಬಾಧ್ಯರ ಪಟ್ಟಿಯಲ್ಲಿ ಬರೆದನು. അവനാൽ ബന്ധിക്കപ്പെട്ട ശരീരങ്ങൾ വിടുവിക്കപ്പെട്ടു. ಮರಣದಿಂದ ಬಂಧಿಸಲ್ಪಟ್ಟ ಶರೀರಗಳನ್ನೆಲ್ಲ ಆತನ ಶಕ್ತಿಯಿಂದ ಬಿಡಿಸಿದನು. മരണ നിഴലിന്റെ കീഴിൽ നിന്ന് ഒരു കൂട്ടം ജന സന്തോഷം അനുഭവിച്ചു. ಮರಣ ನೆರಳುಗಳಿಂದ ಒಂದು ಗುಂಪು ಜನರು ಸಂತೋಷವನ್ನು ಅನುಭವಿಸಿದರು. എന്നാൽ സാത്താന്യ മണ്ഡലം അടങ്ങിയിരുന്നില്ല. ಆದರೆ ಸೈತಾನ್ನ ಸಾಮ್ರಾಜ್ಯವು ಸುಮ್ಮನಾಗಿಲ್ಲ. വാഗ്ദത്തമുള്ളതിനെ എങ്ങനെയും ഒടുക്കിക്കളയുവാൻ അവൻ പദ്ധതി ഒരുക്കി. ವಾಗ್ದಾನ ಇರುವವರನ್ನು ಹೇಗಾದರೂ ಆಮೆನ್ ಹಲ್ಲೆಲೂಯಾ ಅದುಮಬೇಕೆಂಬುದಾಗಿ ಯೋಚನೆ ಹಾಕಿದನು. വാഗ്ദത്തമുള്ള നിന്നെ പിശാച് ലക്ഷ്യം വെക്കും. ವಾಗ್ದಾನ ಇರುವ ನಿನ್ನ ಮೇಲೆ ಆತನು ಗುರಿ ಇಡುತ್ತಾನೆ. യേശു കർത്താവിന്റെ കാൽവരി മരണം, ಯೇಸು ಕ್ರಿಸ್ತನ ಕಲ್ವಾರಿಯ ಮರಣ, ആദാമിൽ എല്ലാവരും പാപികളായിരുന്നപ്പോൾ ಆದಾಮನಿಂದ ಎಲ್ಲರೂ ಪಾಪಿಗಳಾದಾಗ ക്രിസ്തുവിൽ ഒരു കൂട്ടത്തെ ദൈവത്തിന് വിടുവിച്ചെടുക്കണമായിരുന്നു. ಕ್ರಿಸ್ತನಿಗೋಸ್ಕರ ಒಂದು ಗುಂಪನ್ನು ಬಿಡುಗಡೆಗೊಳಿಸಬೇಕು. രക്ഷയുടെ കൃപാസനത്തിലേക്ക്, ಆ ರಕ್ಷಣೆಯ ಕೃಪಾಸನದ ಬಳಿಗೆ, പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക്, ಆ ಪುತ್ರತ್ವದ ಆತ್ಮನ ಬಳಿಗೆ ഒരു ജനറേഷനെ ദൈവത്തിന് ಒಂದು വേർതിരിക്കണമായിരുന്നു. ಜನರನ್ನು ವಿಭಾಗಿಸಬೇಕಿತ್ತು. യേശു കർത്താവിന്റെ ഗതശമനയിൽ അവൻ കരഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ
ಮಾಡಿ ಗೆತ್ಸೆಮನೆ ತೋಟದಲ್ಲಿ അവൻ തകർന്നു. ಗಫತ್ತದಲ್ಲಿ ಆತನು ಸಂಪೂರ್ಣವಾಗಿ അവൻ കൈകൾ വിരിച്ച് അവൻ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു. ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ತನ್ನ ಕೈಗಳನ್ನು ಚಾಚಿ ತಂದೆ ಇಷ್ಟಕ್ಕೆ ಪೂರ್ಣವಾಗಿ ವಿಧೇಯಪಡಿಸಿದನು. പരിഹാസത്തിന്റെ വാക്കുകൾക്ക് പുറകെ യേശുവിനെ അറിയാൻ ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ಅಪಹಾಸ್ಯದ ಮಾತಿಗೆ ತಾನು ಕಿವಿಗೊಡದೆ ತನಗೆ ಗೊತ್ತಿತ್ತು ನಾನು ಮೂರನೇ ದಿನ ಪುನರುತ್ಥಾನ ಆಗುತ್ತೇನೆ ಎಂದು. അതിനുവേണ്ടി പിശാച് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൻ ചെയ്തു. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಸೈತಾನ್ ಮಾಡಬೇಕಾದ ಎಲ್ಲ ಕಾರ್ಯವನ್ನು ತಾನು ಮಾಡಿದ. കല്ലറയ്ക്കൽ വലിയൊരു കല്ലുരുട്ടി വെച്ചു. ಸಮಾಧಿಯ ಬಳಿಯಲ್ಲಿ ದೊಡ್ಡ ಕಲ್ಲನ್ನು ಇಟ್ಟನು. റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്ര അതിന്മേൽ കൊണ്ട് പതിച്ചു. ರೋಮನ್ ಸಾಮ್ರಾಜ್ಯದ ಮುದ್ರೆಯನ್ನು ಜಡಿದರು. കരുത്തുറ്റ പടയാളികളെ അവിടെ കാവൽ നിർത്തി. ಬಲಿಷ್ಠವಾದ ಸಿಪಾಯಿಗಳ ನೇಮಕ ಮಾಡಿದರು. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം പ്രഭാതയാമത്തിൽ, ಆದರೆ 2 ದಿನ ಕಳೆದು ಮೂರನೇ ದಿನ ಮುಂಚಾನೆಯಲ್ಲಿ ദൈവമോ മരണഭാഷങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ದೇವರು ಮರಣ ಪಾಶಗಳನ್ನು ಬಿಚ್ಚಿ ಅವರನ್ನು ಎಬ್ಬಿಸಿದನು. എനിക്ക് നിശ്ചയമായി അറിയാൻ ചില മരണത്തിന്റെ കെട്ടിന്റെ പകൽക്കാലം അടിയും. ನನಗೆ ನಿಶ್ಚಯವಾಗಿ ಗೊತ್ತುಂಟು ಕೆಲವು ಮರಣದ ಪಾಶಗಳನ್ನು ದೇವರು ಮುರಿದು ಬಿಡುತ್ತಾರೆ. മരണ ശക്തികളിൽ അടിയും. ಇವತ್ತು ಮರಣದ ಶಕ್ತಿಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. മരണത്തിന്റെ ആധിപത്യം അടിയും. ಮರಣದ ಅಧಿಕಾರಗಳು ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. മരണ ഭാഷങ്ങളെ അടിച്ചിട്ട് ದೇವರು ಮರಣ ಪಾಶಗಳಿಂದ ಬಿಡಿಸಿ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ಅವರನ್ನು ಎಬ್ಬಿಸಿದನು. മരണം അവനെ പിടിച്ചു വെക്കുക ಮರಣವನ್ನು ಅವನನ್ನು ಹಿಡಿದಿಟ್ಟುಕೊಳ್ಳುವಾಗ അസാധ്യമായിരുന്നു. ಅಸಾಧ್ಯವಾಯಿತು. അസാധ്യമായിരുന്നു. ಅಸಾಧ್ಯವಾಯಿತು. 1-2 പ്രവചിക്കൽ ദൂത് പറയാൻ കേട്ടോ. 1-2 ಪ್ರವಾದನ ನುಡಿಗಳನ್ನು ಹೇಳುತ್ತೇನೆ. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച ഒരു ആത്മാവാണ്. യേശുವನ್ನು സത്തവരೊಳಗೆ ಎಬ್ಬಿಸಿದ ಆತ್ಮನು മറ്റു കിടന്ന ശരീരത്തിന്മേൽ ചലിച്ചിറങ്ങിയ ഒരു ദൈവ സാന്നിധ്യം. ಮರ್ತ್ಯ ಶರೀರಗಳನ್ನು ಜೀವ ಕೊಡುವಂತಹ ದೈವ ಸಾನ್ನಿಧ್ಯ. ഒന്നാമത് കാവൽ കൂട്ടത്തെ ആ സാന്നിധ്യം ഓടിച്ചു കളഞ്ഞു. ಒಂದನೇದಾಗಿ ಕಾವಲುಗಾರನು ಅಲ್ಲಿಂದ ಅಟ್ಟಿಬಿಟ್ಟನು. നിനക്ക് വിരോധമായി ഇറങ്ങുന്ന ചില കാവൽ കൂട്ടത്തെ തമ്പുരാൻ ഓടിച്ചു കളയാൻ പോകുന്നു. ನಿನಗೆ ವಿರೋಧವಾಗಿ ಹೇಳುವಂತ ಕಾವಲುಗಾರನು ದೇವರು ಅಟ್ಟಿ ಓಡಿಸುವಾತನಾಗಿದ್ದಾನೆ. ശത്രുവിന്റെ സൈന്യത്തെ ഓടിച്ചു കളയാൻ പോകുന്നു. ಈಗಲೂ ಶತ್ರು ಸೈನ್ಯವನ್ನು ನೀನು ಅಟ್ಟಿ ಬಿಡುವವನಾಗಿರುತ್ತೀ. ലാൻഡിന്റെ അകത്തുനിന്ന് ശത്രുവിന്റെ സൈന്യത്തെ ഓടിച്ചു കളയാൻ പോകുന്നു. ಭೂಮಿಯೊಳಗಿಂದ ಶತ್ರುವಿನ ಸೈನ್ಯವನ್ನು ಅಟ್ಟಿ ಬಿಡುವಾತನಾಗಿದೆ. വാഹനത്തിന് വിരോധമായി വരുന്ന ശത്രുവിന്റെ സൈന്യത്തെ ഓടിച്ചു കളയാൻ പോകുന്നു. ವಾಹನಕ್ಕೆ ವಿರೋಧವಾಗಿ ಬರುವ ಶತ್ರುವಿನ ಸೈನ್ಯವನ್ನು ಓಡಿಸಿ ಬಿಡುವವನಾಗಿದೆ. നിന്റെ തലമുറകളെ ലക്ഷ്യം വെക്കുന്ന ശത്രുവിന്റെ സൈന്യത്തെ അവൻ ഓടിച്ചു കളയാൻ പോകുന്നു. തലമുറಗಳನ್ನು ಗುರಿ ಇಡುವಂತ ಶತ್ರು ಸೈನ್ಯವನ್ನು ಅವನು ಓಡಿಸಿ ಬಿಡುತ್ತಾನೆ. പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ അവൻ ശത്രുവിന്റെ സൈന്യം ഓടിപ്പോയി. ಪುನರುತ್ಥಾನದ ಶಕ್ತಿಯಲ್ಲಿ ಶತ್ರುವಿನ ಸೈನ್ಯವು ಓಡಿ ಹೋದರು. ആര് വെളിപ്പെടാലും പൊട്ടത്തില്ലെന്ന് പറഞ്ഞ റോമൻ ഇംപീരിയം മുദ്രയും പൊട്ടിച്ചു കളഞ്ഞു. ಯಾರು ಪ್ರಯತ್ನಿಸಿದರೂ ತುಂಡರಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದ ರೋಮನ್ ಮುದ್ರೆ ಒಡೆಯಲ್ಪಟ್ಟಿತು. സാമ്രാജ്യ ശക്തികളുടെ കെട്ടുകളെ തമ്പുരാൻ അഴിച്ചു. ಸಾಮ್ರಾಜ್ಯದ ಶಕ್ತಿಗಳ ಕಟ್ಟುಗಳನ್ನು ದೇವರು ಒಡೆದನು. നിനക്ക് വിരോധമായി നിലനിൽക്കുന്ന മന്ത്രവാദ ശക്തികൾ ദൈവം അഴിക്കാൻ പോവുക. ನಿನಗೆ ವಿರೋಧವಾಗಿ ನಿಲ್ಲುವಂತ ಮಂತ್ರವಾದ ಶಕ್ತಿಗಳನ್ನು ದೇವರು ಬಿಚ್ಚುವವನಾಗಿದ್ದಾನೆ. എത്ര കെട്ടും കടുങ്കെട്ടുമാണെങ്കിൽ തമ്പുരാൻ ഇന്ന് അഴിച്ചുവിടും. ಎಷ್ಟು ಬಿಗಿಯಾಗಿ ಕಟ್ಟಿದರೂ ದೇವರು ಇವತ್ತು ಅದನ್ನು ಬಿಚ್ಚುವಾತನಾಗಿದ್ದಾನೆ. രോഗമിട്ട് കെട്ടിയ കെട്ടിന്റെ പകൽക്കാലം അഴിച്ചുവിടും. ರೋಗ ಹಾಕಿ ಬಂಧಿಸಿದ ಬಂಧನವು ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. നന്മയ്ക്ക് വിരോധമായി കെട്ടിയ കെട്ടിന്റെ പകൽക്കാലം അഴിച്ചുവിടും. ನಿನ್ನ ಆಶೀರ್ವಾದವನ್ನು ತಡೆದಂತ ಕಟ್ಟು ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. നിന്നെ ആമേൻ വിരോധമായി കെട്ടിയ ചില മരണത്തിന്റെ കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിച്ചുവിടും. ವಿರೋಧವಾಗಿ ಕಟ್ಟಿದ ಮರಣದ ಬಂಧನಗಳು ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. റോമൻ ഇംപീരിയം മുദ്രകളെ ദൈവ സാന്നിധ്യം പൊളിച്ചു. ರೋಮ ಸಾಮ್ರಾಜ್ಯದ ಇಂಪೀರಿಯಲ್ ಮುದ್ರೆಯನ್ನು ದೇವರು ಒಡೆದು ಹಾಕಿದನು. 3 വലിയ കല്ലിനെ ദൈവം ഉരുട്ടി മാറ്റി. ಆಮೇಲೆ 3 ದೊಡ್ಡ ಬಂಡೆಯನ್ನು ದೇವರು ಬದಿಗೆ ಸರಿಸಿದನು. ഉരുട്ടി വെച്ചത് മാനുഷികവും സാത്താനികരവുമാണെങ്കിൽ ಆಮೇಲೆ ಉರುಳಿಸಿ ಆಮೇಲೆ ಅದನ್ನು ಅದನ್ನು ಮುಚ್ಚಿಬಿಟ್ಟದು ಮಾನುಷಿಕ ಕರವಾದರೆ അത് ഉരുട്ടി മാറ്റുന്നത് സർവശക്തനാകുന്ന ദൈവത്തിന്റെ ദൂതന. ಆದರೆ ಇವತ್ತು ಉರುಳಿಸುವುದು ಸರ್ವಶಕ್ತನ ಕರವು ದೇವದೂತರ ಶಕ್ತಿಯೂ ಆಗಿದೆ. ആത്മാവിൽ ഒരു പ്രവചന ദൂത് വിളിച്ചു പറയാ. ಆತ್ಮದಲ್ಲಿ ಒಂದು ಪ್ರವಾದನೆ ನಾನು ಹೇಳುತ್ತೇನೆ. ഒരിക്കലും തുറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അടച്ചു വെച്ച ചില കല്ലുകളുണ്ട്. ಯಾವತ್ತು ತೆರೆಯಬಾರದೆಂಬುದಾಗಿ ಮುಚ್ಚಿಟ್ಟ ಕೆಲವು ಕಲ್ಲುಗಳಿದೆ. മീറ്റിംഗ് കഴിയുമ്പോൾ അസാധാരണമാകുന്ന ഡോറുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ಈ ಕೂಟ ಮುಗಿಯುವಾಗ ಸಾಧಾರಣವರ ಬಾಗಿಲುಗಳು ಅದು ತೆರೆಯಲ್ಪಡುತ್ತದೆ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അസാധാരണമാകുന്ന വാതിലുകൾ ദൈവം തുറക്കാൻ പെടാൻ പോകുകയാണ്. ಕೂಟ ಮುಗಿಯುವಾಗ ಸಾಧಾರಣವರ ಬಾಗಿಲುಗಳು ತೆರೆಯಲ್ಪಡುತ್ತದೆ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അസാധാരണമാകുന്ന ഡോറുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. ಕೂಟ ಮುಗಿಯುವಾಗ ಸಾಧಾರಣವರ ಬಾಗಿಲುಗಳು ತೆರೆಯಲ್ಪಡುತ್ತದೆ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. ನಂಬುವವರು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ.
ഉരുട്ടി മാറ്റിയത് ദൈവത്തിന്റെ ദൂതനാണ്. ഉരുളിಸಿ ಬಿಟ್ಟದು ದೇವರ ದೂತರಾಗಿ. പുറത്തു വരലെന്ന് പറഞ്ഞ് ನೀನು ಹೊರಗೆ ಬರಬಾರದಂತ. നീ ഇതിന്റെ അകത്ത് ഒതുങ്ങി പോകണമെന്ന് പറഞ്ഞ് ನೀನು ಇದರಲ್ಲಿ ಮಾತ್ರ ಸೀಮಿತರಾಗಬೇಕು. ഒതുങ്ങി പോകണമെന്ന് പറഞ്ഞ് ಕುಟುಂಬ ಸೀಮಿತವಾಗಬೇಕು. വെളിപ്പെടലെന്ന് പറഞ്ഞ് ನೀನು ಪ್ರಕಟವಾಗಬಾರದು. വെച്ച കല്ല് ഇനി കാണാൻ പോകുന്നത്, ഉരുളിಸಿಟ್ಟ ಕಲ್ಲು ಇನ್ನು ಕಾಣಲಿಕ್ಕಿರುವುದು ദൈവത്തിന്റെ ദൂതൻ അതിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. ದೇವರ ದೂತನ ಅದರ ಮೇಲೆ ಕೂತಿರುವುದನ್ನು. അതിന്റെ അർത്ഥം ഇനി യാത്രയുടെ വഴി തടയത്തില്ല. ಅದರ ಅರ್ಥ ನಿನ್ನ ಪ್ರಯಾಣದ ದಾರಿ ತಡೆಯುವುದಿಲ್ಲ. അതിന്റെ അർത്ഥ ശുശ്രൂഷയുടെ വഴി തടയത്തില്ല. ಅದರ ಅರ್ಥ ಸೇವೆಯ ದಾರಿ ತಡೆಯುವುದಿಲ್ಲ. അതിന്റെ അർത്ഥ സാമ്പത്തിക വഴി തടയപ്പെടത്തില്ല. ಅದರ ಅರ್ಥ ಆರ್ಥಿಕ ದಾರಿ ತಡೆಯುವುದಿಲ್ಲ. ദൈവദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ಈಗಾಗಲೇ ದೇವದೂತರು ಇಳಿದಿದ್ದಾನೆ. ഒരു സ്ഫോടനം പോലെ, ಒಂದು ಸ್ಫೋಟದ ಹಾಗೆ കാവൽക്കൂട്ടത്തെ ഓടിക്കത്തക്ക നിലവാരത്തിൽ, ಕಾವಲುಗಾರರು ಓಡುವ ಹಾಗೆ, സാമ്രാജ്യത്തിന്റെ മുദ്ര പൊട്ടിക്കത്തക്ക നിലവാരത്തിൽ, ಸಾಮ್ರಾಜ್ಯವು ಮುದ್ರೆ ಹೊಡೆಯುವ ಹಾಗೆ, വലിയ കല്ല് തകർന്നു പോകത്തക്ക നിലവാരത്തിൽ, ದೊಡ್ಡ ಕಲ್ಲು ಉರುಳು ಹೋಗುವ ಹಾಗೆ, യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ಯೇಸುವಿನ ಸತ್ತವರೊಳಗೆ ಎಬ್ಬಿಸಿದ ಆತ್ಮನು, യേശുവിന്റെ ശുശ്രൂഷയിൽ തുടർന്ന യേശുവിന്റെ ആത്മാവ്, ಯೇಸುವಿನ ಸೇವೆಯಲ್ಲಿ ಮುಂದುವರಿಸಿದ ಆತ್ಮನು, യേശുവിന്റെ ഉയർപ്പിൽ തുടർന്ന ദൈവത്തിന്റെ ആത്മാവ്, ಯೇಸುವಿನ ಪುನರುತ್ಥಾನದ ನಂತರ ಶಕ್ತೀಕರಿಸಿದ ಆತ್ಮನು. ഈ ಹಗಲು ನಂಬಿರಿ, അത് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ಅದು ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. റോമാലേഖനത്തിൽ കാണുന്നു, ರೋಮ ಬರೆದರ യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ಯೇಸುವನ್ನು ಸತ್ತವರೊಳಗಿಂದ ಎಬ್ಬಿಸಿದ അത് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ಅದು ನಿನ್ನ ಮೇಲೆ നിന്റെ മേൽ വ്യാപരിക്കുന്നു. ಅದು ನಿನ್ನಲ್ಲಿ അത് എന്റെ മേൽ വ്യാപരിക്കുന്നു. ಅದು ನನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. അതിന്റെ അർത്ഥം യേശുവിനെ കല്ലറ കൊണ്ട് ഒതുക്കാൻ പറ്റിയില്ല എങ്കിൽ, ಯೇಸುವನ್ನು ಸಮಾಧಿಯಲ್ಲಿ ಸೀಮಿತಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದಿದ್ದರೆ ഒതുക്കാൻ പറ്റത്തില്ല. ನಿನ್ನನ್ನು ಸೀಮಿತಪಡಿಸಲಿಕ್ಕೆ എത്ര പേർ പറയുന്നു രോഗത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല? ಎಷ್ಟು ಮಂದಿ ಹೇಳುತ್ತೀರಿ ರೋಗವನ್ನು ಅಧೀನಪಡಿಸಲಿಕ್ಕೆ ഒതുക്കാൻ പറ്റത്തില്ല? ಯಾವ ಸಂಸ್ಥೆಗೂ ನನ್ನನ್ನು ಅಧೀನಪಡಿಸಲಿಕ್ಕೆ യേശുവിനെ മരിച്ചു ഉയർപ്പിച്ച അതേ ആത്മാവ് തന്നെ, ಯೇಸುವನ್ನು ಎಬ್ಬಿಸಿದ ಅದೇ ಆತ್ಮನೇ അത് ഇന്ന് എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ಅದೇ ಇವತ್ತು ನನ್ನಲ್ಲಿ ಕಾರ್ಯ ಮಾಡುತ್ತಾ ಇದೆ. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം പറഞ്ഞേ. ನಂಬುವವರು ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿ. പരിമിതികൾ ഇന്ന് പൊട്ടും. ನಿನ್ನ ಇತಿಮಿತಿಗಳು ಇವತ್ತು, പൈശാചി ആധിപത്യം തകരും. ಸೈತಾನನ ಸಾಮ್ರಾಜ್ಯ ശക്തീകരണം നിന്റെ മേൽ ഉണ്ടാകും. ದೇವ ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ അഭിഷേകത്തിന്റെ കൈമാറ്റം ഉണ്ടാകും. ಒಂದು ಅಭಿಷೇಕದ ಹಸ್ತಾಂತರವನ್ನು കർത്താവിന് മഹത്വം കൊടുത്തു. ನಂಬುವವರು ದೇವರಿಗೆ ಮಹಿಮೆ ಕೊಡಿರಿ. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുന്നിലോട്ട് കടന്നു വന്നേ. ಪ್ರಾರ್ಥನೆ ಬಯಸುವವರು ಮುಂದೆ ಬನ್ನಿರಿ. അസാധാരണമായത് നിങ്ങളുടെ മേൽ പകരും. ಈ ಹಗಲ ಸಾಧಾರಣವಾದ ನಿಮ್ಮನ್ನು ದೇವರು പ്രാപിക്കാനുള്ളവർ മാത്രം വന്നാൽ മതി. ನೀವು ಹೊಂದಲಿಕ್ಕೆ ಅಪೇಕ್ಷಿಸುವವರು ಮಾತ್ರ ಬಂದರೆ ಸಾಕು. മടിയുള്ളവർ വരണ്ട. ಉದಾಸೀನತೆ ಇರುವವರು ಬರಬೇಡಿ. ദൈവ സാന്നിധ്യം കൊതിക്കുന്നവർ വന്നാട്ടെ. ದೇವ ಸಾನ್ನಿಧ್ಯವನ್ನು ಬಯಸುವವರು ಬನ್ನಿರಿ. ഓർഡിനറി പവർ വെളിപ്പെടാൻ ആഗ്രഹമുള്ളവർ വന്നാട്ടെ. ಒಂದು ಅತ್ಯಂತ ಶಕ್ತಿಯನ್ನು ಬಯಸುವವರು ಬನ್ನಿರಿ. കോട്ടകൾ തകരണം ആഗ്രഹമുള്ളവർ വന്നാട്ടെ. ಸಾತಾನ್ಯ ಕೋಟೆಗಳು, ശക്തിയുടെ നിറവ് വെളിപ്പെടാൻ ആഗ്രഹമുള്ളവർ വന്നാട്ടെ. ಶಕ್ತಿಯು ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ಬಯಸುವವರು ಬನ್ನಿರಿ. ഹീലിംഗിന്റെ പകൽക്കാലം വെളിപ്പെടുക. ಸಾಧಾರಣವಾದ ಸೌಖ್ಯಗಳು ಪ್ರಕಟವಾಗುವುದಕ್ಕೆ എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ, ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ആരും കണ്ണു തുറക്കരുത്. ಯಾರು ಕಣ್ಣು ತೆರೆಯಬಾರದು. നിങ്ങൾ പ്രാർത്ഥിക്കണം. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. നിങ്ങൾ പ്രാർത്ഥിക്കണം. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ. ಪರಿಶುದ್ಧಾತ್ಮನಿಂದಲೂ ಶಕ್ತಿಯಿಂದಲೂ ನನ್ನ ಅಭಿಷೇಕ. പരിശുദ്ധാത്മാവിനാലും തീയാലും എന്നെ അഭിഷേകം ചെയ്യണമേ. ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಬೆಂಕಿಯಿಂದಲೂ ಅಭಿಷೇಕ. യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിനിൽ ഒന്ന് വ്യാപരിക്കണമേ. ಯೇಸುವನ್ನು ಸತ್ತವರೊಳಗೆ ಎಬ್ಬಿಸಿದ ಅದೇ യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ മേലൊന്ന് ഇറങ്ങി വരണമേ. ಯೇಸುವನ್ನು ಸತ್ತವರೊಳಗೆ ಎಬ್ಬಿಸಿದ ಅದೇ ಆತ್ಮನ പവർ എന്റെ മേൽ വെളിപ്പെടണമേ. ಅತ್ಯಂತ ಶಕ್ತಿ ನನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗಲಿ. അത്യന്ത ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ, ಅತ್ಯಂತ ಶಕ್ತಿಯು ನಿನ್ನ ನೆರಳಾಗಿ ಬಂದರೆ ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. ಇದುವರೆಗೂ ನಡೆಯದ ಕಾರ್ಯ ನಡೆಯುತ್ತದೆ. ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. ಇದುವರೆಗೂ ನಡೆಯದ ಕಾರ್ಯ ನಡೆಯುತ್ತದೆ. ഇന്നുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. ಇದುವರೆಗೂ ನಡೆಯದಂತದ್ದು ನಡೆಯುತ್ತದೆ. പറഞ്ഞ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ, ಅತ್ಯುನ್ನತನ ಶಕ್ತಿ ನಿನ್ನ ನೆರಳಾಗಿ ಬಂದರೆ സംഭവിക്കാത്തത് നിന്റെ ലൈഫിൽ സംഭവിക്കും. ನಿನ್ನ ನಡೆಯದ ಕಾರ್ಯ ನಡೆಯುತ್ತದೆ. ഇന്നുവരെ നിന്റെ ലൈഫിൽ സംഭവിക്കാത്തത് സംഭവിക്കും. ಇದುವರೆಗೂ ನಡೆಯದ ಕಾರ್ಯ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ಯೇಸುವನ್ನು ಸತ್ತವರೊಳಗೆ വ്യാപരിക്കുന്നു. ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. അത് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. ദൈവശക്തി നിನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. നിന്നെ തൊടുകയാണ്. പരിശുദ്ധാത്മ നിന്നെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. പരിശുദ്ധാത്മ നിന്നെ മുട്ടുകയാണ്. യഹൂദ ബാലന്മാർ പുറത്തു വന്നതുപോലെ കട്ടുപിച്ച് യഹൂദ ബാലಕರು ಹೊರಗೆ വരാൻ പോകുകയാണ്. ಹೊರಗೆ ಬರಲಿಕ್ಕಿದೆ. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ದೇವರನ್ನು ಹೊರಗೆ ತರುವಾತನಾಗಿದ್ದಾನೆ. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ದೇವರನ್ನು ಹೊರಗೆ ತರುವಾತನಾಗಿದ್ದಾನೆ. Power in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇಳಿಯಲಿ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇಳಿಯಲಿ. അന്യായ ബന്ധനത്തെ അഴിക്കുന്ന, അന്യായ ബന്ധനങ്ങൾ ಬಿಚ್ಚುವಂತ, നുകത്തിന്റെ അമ്മിക്കയറുകളെ പൊട്ടിക്കുന്ന, ನೊಗದ ಆಮೆ ಹಗ್ಗಗಳನ್ನು ಬಿಚ್ಚುವಂತ, സ്വതന്ത്രരായി വേറ്റയക്കുന്ന, ಪೀಡಿತರನ್ನು ಸ್ವತಂತ್ರಗೊಳಿಸುವಂತ, എല്ലാ നുകത്തെയും തകർത്ത് കളയുന്ന എല്ലാ ನೊಗಗಳನ್ನು ಮುಚ್ಚುವಂತ സാന്നിധ്യം, ಒಂದು ದೇವ ಸಾನ್ನಿಧ್ಯ, ദൈവ സാന്നിധ്യം, ಒಂದು ದೇವ ಸಾನ್ನಿಧ್ಯ, ദൈവ സാന്നിധ്യം ದೇವ ಸಾನ್ನಿಧ್ಯ ഇപ്പോൾ വീഴുന്നു. ನಿನ್ನ ಮೇಲೆ ಅದು ಬೀಳುತ್ತಾ ಇದೆ. നിന്റെ മേൽ ഇപ്പോൾ വീഴുന്നു.
ನಿಮ್ಮ ಮೇಲೆ ಅದು ಬೀಳುತ್ತಾ ಇದೆ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ദൈവ സാന്നിധ്യം നിന്റെ മേൽ വീഴുന്നു. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ದೇವ ಸಾನ್ನಿಧ್ಯ ಬೀಳುತ್ತಾ ಇದೆ. ഓ റാബാനഗസി ആരഗ ശബ്ദനാദഗടഗസി. തൊടട്ടെ 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 തൊടട്ടെ. ഫയർ പവർ പവർ. തൊടട്ടെ തൊടട്ടെ തൊടട്ടെ. ശാരദാരാധനഗസി ആരഗ ശബ്ദനാദഗടഗ. വൈഡൽ പ്രവഡലഗടഗസി ആരഗ. തൊടട്ടെ തൊടട്ടെ. ഓ തൊടുന്നു 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 തൊടുന്നു. ദൈവം തന്നെ തൊടുന്നു. ഓ റിബാന ഹസ്തനദാനക ധൂരമരഗദന രീബലഗന്ധന വൈഡമദാനക ധൂരാരഗദന. അഭിഷേകം അഭിഷേകം ചലിക്കട്ടെ കർത്താവേ. അഭിഷേകം ചലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വന്ദന പരിശുദ്ധാത്മനെ വന്ദന പരിശുദ്ധാത്മനെ വന്ദന പരിശുദ്ധാത്മനെ. ഓ റിഭാനഗസി ആരഗ ശബ്ദനാദഗടഗന വൈഡമദാനഗസി ശമനഗടഗന വൈഡമധുരമനരഗദൽ ഖമനഗടഗസി അർദ്ധനാദഗടഗന സുരമനരഗദൽ ഖമനഗടഗസി ആരഗ. മകളെ മേലെ ഇളിയ ദൈവം തൊടുന്നു തൊടുന്നു തൊടുന്നു. ಬಿರುಗಾಳಿಯಾಗಿ ಬೀಸಲಯ್ಯ ಆತ್ಮನದಿಯಾಗಿ ಅರಿಯಲಯ್ಯ. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿರು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿರು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಬೆಂಕಿಯಾಗಿ ಇಳಿಯಲಯ್ಯ ಅಗ್ನಿ ಜ್ವಾಲೆಯಾಗಿ ಉರಿಯಲಯ್ಯ. ಬಿರುಗಾಳಿಯಾಗಿ ಬೀಸಲಯ್ಯ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಯ್ಯ. ಬೆಂಕಿಯಾಗಿ ಇಳಿಯಲಯ್ಯ ಜ್ವಾಲೆಯಾಗಿ ಉರಿಯಲಯ್ಯ. ಬಿರುಗಾಳಿಯಾಗಿ ಬೀಸಲಯ್ಯ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಯ್ಯ. ಕರ್ಮೇಲಿನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಒಂದು ಕೈ ಮೋಡನ ಕಾಣುವೆ. ಆಹಾಬನಡುಗಿದಂತೆ ಅಗ್ನಿ ಮಳೆಯಾಗಿ ಸುರಿಯಲಯ್ಯ. ಕರ್ಮೇಲಿನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಒಂದು ಕೈ ಮೋಡನ ಕಾಣುವೆ. ಆಹಾಬನಡುಗಿದಂತೆ ಅಗ್ನಿ ಮಳೆಯಾಗಿ ಸುರಿಯಲಯ್ಯ. ಬೆಂಕಿಯಾಗಿ ಇಳಿಯಲಯ್ಯ ಊರಿನಾಳಿಯಂತೆ ಕೂರಲಿಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಯ್ಯ ಊರಿನಾಳಿಯಂತೆ ಕೂರಲಿಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು. ಸೀನಾಯಿ ಬೆಟ್ಟದ ಮೇಲೆ ಒಂದು ಅಗ್ನಿ ಜ್ವಾಲೆನ ಕಾಣುವೆ. ಇಸ್ರಾಯೇಲಿನ ದೇವರೇ ಹಾಕಿ ನನ್ನ ಬಲಿಯ ಮಾಡು. ಸೀನಾಯಿ ಬೆಟ್ಟದ ಮೇಲೆ ಒಂದು ಅಗ್ನಿ ಜ್ವಾಲೆನ ಕಾಣುವೆ. ಇಸ್ರಾಯೇಲಿನ ದೇವರೇ ಹಾಕಿ ನನ್ನ ಬಲಿಯ ಮಾಡು. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಯ್ಯ ಉರಿನಾಳಿಯಂತೆ ಕೂರಲೀಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ. ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ ಉರಿನಾಳಿಯಂತೆ ಕೂರಲೀಗ ಬಿರುಗಾಳಿಯಾಗಿ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ.
ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸ್ತುತಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸ್ತುತಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಎಲುಬಿನ ತಗ್ಗಿನಲ್ಲಿ ಒಂದು ಸೈನ್ಯವನ ಕಾಣುವೆ ಕೈಗಾರ ನೀಡಬೇಕು ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಾದಿಸಲು ಎಲುಬಿನ ತಗ್ಗಿನಲ್ಲಿ ದೊಡ್ಡ ಸೈನ್ಯವನ ಕಾಣುವೆ ಇಡಬೇಕು ನಿನ್ನ ಆತ್ಮನಿಂದ ಪ್ರವಾದಿಸಲು ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ ಊರಿನಾಳಿಯಂತೆ ಕೂರಲೀಗ ಬಿರುಗಾಳಿಯಂತೆ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ ಬೆಂಕಿಯಂತೆ ಇಳಿಯಲಿಗ ಊರಿನಾಳಿಯಂತೆ ಕೂರಲೀಗ ಬಿರುಗಾಳಿಯಾಗಿ ಬೀಸಲಿಗ ಆತ್ಮನದಿಯಾಗಿ ಹರಿಯಲಿಗ ಅಂತ್ಯಕಾಲ ಅಭಿಷೇಕ ಸಕಲ ಜನರ ಮೇಲೆ ಸುಗ್ಗಿಕಾಲ ಸಮಯವಿದು ತಂದೆ ನಿನ್ನಾತ್ಮದಿ ತುಂಬಿಸು ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಬಿಡುಗಡೆಯು ದೊರಕಬೇಕು ಸರಿಯಾದ ಸರ್ವರಿಗೂ ಬಿಡುಗಡೆಯು ದೊರಕಬೇಕು ಸರಿಯಾದ ಸರ್ವರಿಗೂ ಬಂಧನಗಳ ಬಿಚ್ಚಬೇಕು ಹೊಡೆದು ಹಾಕಬೇಕು ಬಂಧನಗಳ ಬಿಚ್ಚಬೇಕು ಹೊಡೆದು ಹಾಕಬೇಕು ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಸಾರುವೆನು ಸುವಾರ್ತೆಯನ್ನು ದೀನರಾದ ಎಲ್ಲರಿಗೂ ಸಾರುವೆನು ಸುವಾರ್ತೆಯನ್ನು ದೀನರಾದ ಎಲ್ಲರಿಗೂ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ 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 ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ
ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ಅಭಿಷೇಕ ನನ್ನ ತಲೆ 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 ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ನನ್ನೊಳಗೆ ജീസസ് Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ദൈവം നമ്മുടെ മധ്യയിൽ വലിയ കാര്യങ്ങൾ ದೇವರು ചെയ്തിരിക്കുന്നു. ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿರುತ್ತಾನೆ. കർത്താവ് വലിയ കാര്യങ്ങളെ നമ്മുടെ മധ്യയിൽ ചെയ്യട്ടെ. ಕರ್ತನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೊಡ್ಡ ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಮಾಡಲಿ. കർത്താവിന്റെ ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ಈ ಸಮಯದಲ್ಲಿ ಆ ಸೇವಕರು ಅವರ ಕುಟುಂಬ ಅವರ ಮಕ್ಕಳನ್ನು ನೆನೆಸಿ ನಾವು ಈ ಸಮಯದಲ್ಲಿ അവർ ಪ್ರಾರ್ಥಿಸುವ. ദൈവത്തിന് വേണ്ടി വളരെ വില കൊടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കൂടാൻ പറ്റിയത്. ಅವರು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಬಹಳ ಬೆಲೆಯನ್ನು ತೆತ್ತ ನಿಮಿತ್ತವಾಗಿ ನಾವೆಲ್ಲರೂ ಇವತ್ತು ಇಲ್ಲಿ ಕೂಡಿ ഇന്ന് ಬಂದಿರುತ್ತೇವೆ. പകൽക്കാലം ഒരുമിച്ച് കർത്തൃദാസനെയും കുടുംബത്തെയും നിങ്ങൾ ബ്ലസ് ಈ ചെയ്യൂ. ಸಮಯದಲ್ಲಿ ನಾವು ಕರ್ತನ ಸೇವಕರಿಗೂ ಅವರ ಕುಟುಂಬಕ್ಕಾಗಿ ನಾವು ಈ ಸಮಯದಲ್ಲಿ ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. കരത്തിന്റെ നന്മകളെയും ദൈവം ആശീർവദിക്കട്ടെ. ಅವರು ಪಡುವಂತ ಎಲ್ಲಾ ಪ್ರಯಾಸಗಳನ್ನು ಅವರು ದೇವರೇ ಅವರನ್ನು ಆಶೀರ್ವದಿಸು. എല്ലാ പ്രവചന തൂതുകളും വെളിപ്പെടട്ടെ. ಕರ್ತನ ಎಲ್ಲಾ ಪ್ರವಾದನ ಆಲೋಚನೆಗಳು ಕರ್ತನೆ ಅವರ ಚಿತ್ತದಲ್ಲಿ ನೆರವೇರಲಿ ಸ್ವಾಮಿ. നല്ല പിതാവേ, ಸ್ವರ್ಗನ ಒಳ್ಳೆಯ ತಂದೆಯೇ, ഡിജിഎം ചർച്ചിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ಕರ್ತನೆ ಡಿಜಿಎಂ ಸಭೆಯನ್ನು ಆಶೀರ್ವದಿಸುತ್ತೇವೆ. പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നു. ಕರ್ತನೆ ಎಲ್ಲಾ ಕಾರ್ಯಗಳನ್ನು ಆಶೀರ್ವದಿಸುತ್ತೇವೆ. ഓൺലൈനിൽ കൂടി ഓഫ്ലൈനിൽ കൂടിയുള്ള എല്ലാ മീറ്റിംഗിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ಕರ್ತನೆ ಆನ್ಲೈನ್ ನಲ್ಲಿ ಕರ್ತನೆ ಮಾತ್ರವಲ್ಲ ಇಲ್ಲಿ ಕೂಡಿ ಬಂದ ಪ್ರತಿಯೊಬ್ಬರನ್ನು ಸಹ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾವು ಆಶೀರ್ವದಿಸುತ್ತೇವೆ ಸ್ವಾಮಿ. ദാസന്റെയും ദാസിയുടെയും കരത്തിൽ കൊടുത്തിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ആശീർവദിക്കുന്നു. ಕರ್ತನೆ ಅಪ್ಪ ನಮ್ಮ ಕೈಗಳಲ್ಲಿ ಕೊಟ್ಟಿರುವಂತ ಎಲ್ಲಾ ಪ್ರತಿಯೊಂದು ಜನರನ್ನು ಕರ್ತನೆ ನೀನು ಏಳವಾಗಿ ಆಶೀರ್ವದಿಸಬೇಕಾಗಿ ನಾನು ಬೇಡಿಕೊಳ್ತೇನೆ. അവർ എണ്ണത്തിൽ വർദ്ധിച്ചു വരട്ടെ. ಅವರು ಇನ್ನೂ ಅಧಿಕವಾಗಲಿ ಸ್ವಾಮಿ. കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളും വിശാലമാകട്ടെ. ಕರ್ತನೆ ಇವರಿಗೆ ಇರುವಂತ ಎಲ್ಲಾ ಸೇವೆ ಕಾರ್ಯಗಳು ಇನ್ನೂ ವಿಶಾಲವಾಗಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ശൂന്യമായിരുന്ന ഭൂമിക്കകത്ത് ചലിച്ച ദൈവാത്മാവേ, ಬರಿದಾಗಿ ಶೂನ್ಯವಾಗಿದ್ದ ಭೂಮಿಯ ಮೇಲೆ ನೀ ಚಲಿಸಿದಂತ ದೇವರಾತ್ಮನು ശൂന്യത ഒരു സ്ഥാനത്തും ഉണ്ടാകാതെ ಇನ್ನು ಯಾವ ಕಾರಣಕ್ಕೂ ಶೂನ್ಯತೆಗಳು ಯಾವ ಸ್ಥಳದಲ್ಲಿ ಇರಬಾರದು ಸ್ವಾಮಿ. ദൈവത്തിന്റെ നിറവ് അതിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ದೇವರ ತುಂಬುವಿಕೆ ಈ ಒಂದು ಸ್ಥಳದಲ್ಲಿ ತುಂಬಲ್ಪಡಲಿ. ഇന്ന് പകൽക്കാലം തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ಮಕ್ಕಳನ್ನು ಕರ್ತನೆ ನಾವು ನೆನೆಸಿ ಆಶೀರ್ವದಿಸುತ್ತೇವೆ. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയുടെ ഡോറുകൾ ഞങ്ങൾ ആത്മാവിൽ തുറന്ന് ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸೇವಕರಿಗೋಸ್ಕರವಾಗಿ ಎಲ್ಲಾ ಬಾಗಿಲುಗಳು ತೆರೆಯಲ್ಪಡಲಿ ಸ್ವಾಮಿ. യാത്രകൾ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ಕರ್ತನೆ ಯಾತ್ರೆಗಳು ಸೇವೆಯ ಬಾಗಿಲುಗಳು ತೆರೆಯಲ್ಪಡಲಿ. ಆರ್ಥಿಕವಾದಂತ ಎಲ್ಲಾ ಪರಿಸ್ಥಿತಿಗಳು ಕರ್ತನೆ ತೆರೆಯಲ್ಪಡಲಿ ಸ್ವಾಮಿ. ഇന്നുവരെ വെളിപ്പെടാത്ത അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി ಇಲ್ಲಿಯವರೆಗೂ ಕರ್ತನೆ ಕಾಣುತ್ತಿರುವಂತಹ ಅಸಾಧಾರಣವಾದಂತಹ ದೈವಿಕ ಕ್ರಿಯೆಗಳು ഇന്ത്യ കാണാൻ പോകുന്നതിന്, ಭಾರತ ದೇಶ ಕಾಣಲು ಹೋಗುತ್ತದೆ, ലോകരാജ്യങ്ങൾ കാണാൻ പോകുന്നതിന്, ಲೋಕ ದೇಶಗಳು ಕರ್ತನೆ ಕಾಣಲು ಹೋಗುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. പ്രസിഡന്റിനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുന്നതിനായി നന്ദി. ಕರ್ತನೆ ಡಿಜಿಎಂ ಸಭೆಯನ್ನು ಇರುವಂತಹ ಪ್ರತಿಯೊಬ್ಬರನ್ನು ನೀನು ಉಪಯೋಗಿಸಿಕೊಳ್ಳಲು ಹೋಗುತ್ತೀಯ, ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. മഹത്വമെല്ലാം അങ്ങേക്ക്, ಮಹತ್ವವೆಲ್ಲ ನಿಮಗೆ ಮಾತ್ರ ಸಲ್ಲಲಿ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಬೇಡಿಕೊಳ್ತಾನೆ ಜೀವವುಳ್ಳ ತಂದೆಯೇ, ಆಮೆನ್. ഞങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച കർത്താവിന്റെ ദാസനോടും ദാസിയോടും, ನಮಗೆ ಇಲ್ಲಿ ಬಂದು ಸೇವೆ ಮಾಡಲು ಕರೆದಂತ ಆಹ್ವಾನಿಸಿದಂತ ಸೇವಕರಿಗೂ ಅವರ ಕುಟುಂಬಕ್ಕೂ അകമഴിഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ನಾನು ನನ್ನ ಹೃದಯಪೂರ್ವಕವಾದಂತ ವಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ട്രാൻസ്ലേഷൻ ചെയ്ത കർത്താവിന്റെ ദാസൻ, ಟ್ರಾನ್ಸ್ಲೇಷನ್ ಮಾಡಿದಂತ ಪ್ರಿಯ ಸೇವಕರು, വർഷിപ്പ് ചെയ്ത കർത്താവിന്റെ ദാസൻ, ವರ್ಷಿಪ್ ಮಾಡಿದಂತ കൂടെ ಸೇವಕರು, വന്ന എല്ലാ ദൈവജനത്തിനും ಕೂಡಿ ಬಂದ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಸಹ നന്ദി അറിയിക്കുന്നു. ನನ್ನ ಪ್ರೀತಿಯ ಆ ഞങ്ങളെ ವಂದನೆಯನ್ನು ഓർത്ത് ഞങ്ങളുടെ ಸಲ್ಲಿಸುತ್ತೇನೆ. മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ನೀವು ನೆನೆಸುವಾಗ ನಮ್ಮ ಸೇವೆಯನ್ನು ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸಬೇಕಾಗಿ ನಾನು ನಿಮ್ಮಲ್ಲಿ വിവിധ ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. സംസ്ഥാനങ്ങൾക്ക് ഞങ്ങൾക്ക് ചെറിയ ചർച്ചകളുണ്ട്. ವಿವಿಧ ಸ್ಥಳಗಳಲ್ಲಿ ನಮಗೋಸ್ಕರವಾಗಿ ಚಿಕ್ಕ ಚಿಕ್ಕ ಸೇವೆಗಳಿದೆ. 5 വയസ്സുള്ള മോൻ, 1.5 വയസ്സുള്ള മോളുണ്ട്. ಅಂದ್ರೆ 5 ವರ್ಷದ ಮಗ, 1.5 ವರ್ಷದ ಮಗಳು. കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് ഒരുമിച്ച് കാണാം. ಕರ್ತನ ಬರೋಣ ತಡವಾಗುವುದಾದ್ರೆ ನಾವು ಇನ್ನೊಮ್ಮೆ ಮುಖಾಮುಖಿ ಕಾಣುವ. ആരംഭത്തിൽ പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തും. ನಾನು ಆರಂಭದಲ್ಲಿ ಹೇಳಿದಂತ ಒಂದು ಮಾತನ್ನು ಹೇಳಿ ನಾನು ನಿಲ್ಲಿಸಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ഇടയന്റെ ചുമതല ಅಂದ್ರೆ ಇವರಿಗೆ ಹೆಗಲು ಕೊಟ್ಟು ആടുകൾക്ക് നല്ല ആഹാരം കൊടുക്കുകയാ.
ಕುರುಬನ ಜವಾಬ್ದಾರಿ ಕುರಿಗಳಿಗೆ ಒಳ್ಳೆಯ ಮೇವನ್ನು ಕೊಡುವಂತದ್ದಾಗಿರ್ತದೆ. കർത്തൃദാസനും കുടുംബവും ചെയ്യുന്നുണ്ട്. ಅಂದ್ರೆ ಈ ಒಂದು ಸೇವಕರು ಅದನ್ನು ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ആടുകളുടെ അനുഭവം എന്താണ്? ಅಂದ್ರೆ ಕುರಿಗಳ ಅನುಭವವೇನಾಗಿದೆ? അവർ ഒരുക്കുന്ന ആഹാരം കഴിച്ചു പോകാനല്ല, ಅವರು ಕುರುಬನು ಮಾಡಿರುವಂತಹ ಆಹಾರವನ್ನು ತಿಂದು ಹೋಗುದು ಮಾತ್ರವಲ್ಲ, ആടുകളാണ് അടുത്ത ജനറേഷനെ പുറത്തു കൊണ്ടുവരുന്നത്. ಕುರಿಗಳಾಗಿದೆ ಮರಿಗಳನ್ನು ಹೀಯುವಂತದ್ದು. ഇടയൻ പ്രസവിക്കാറില്ല, ಅಂದ್ರೆ ಕುರುಬನು ಎಂದಿಗೂ ಕುರಿ ಹೀಯುವುದಿಲ್ಲ, ಮರಿ ಹೀಯುವುದಿಲ್ಲ, ಆದ್ರೆ ಕುರಿಗಳಾಗಿರುತ್ತದೆ. ദിവസം നിങ്ങൾ വരുമ്പോൾ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಬರುವಾಗ ഒരു വ്യക്തിയെങ്കിലും ദൈവസന്നിധിയിൽ ಒಬ್ಬರನ್ನಾದ್ರೂ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ತರಬೇಕು. ഒരു വ്യക്തിയെങ്കിലും ദൈവസന്നിധിയിൽ ಒಂದು ವ್ಯಕ್ತಿಯನ್ನಾದ್ರೂ ನಾವು ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ತರಬೇಕು. ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ಅಂತವರು ಮಾತ್ರ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸುವ. ಹಲ್ಲೆಲೂಯಾ. കാഴ്ച കാണുന്നു, ನಾನೊಂದು ದೃಶ್ಯವನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ಇದು ತುಂಬುತ್ತದೆ. ഇതിന്റെ ಅಪ್ಪುറത്തോട്ടും ദൈവം കടത്തും. ಇದಕ್ಕಿಂತಲೂ ಮಿಗಿಲಾದದನ್ನು ದೇವರು ಮಾಡುತ್ತಾನೆ. ആത്മാവിൽ ഞാൻ അങ്ങനെ ബ്ലെസ് ചെയ്യുന്നു. ಆತ್ಮನ ಮೂಲಕವಾಗಿ ನಾನು ಹಾಗೇ ಆಶೀರ್ವದಿಸುತ್ತೇನೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆ, ಆಮೆನ್.